Okay. So, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. സോ നമ്മളുടെ ഇന്നത്തെ സെഷനിൽ പ്രധാനമായിട്ടും ജൂനിയർ ഇൻസ്ട്രക്ടർ ടർണറുമായി ബന്ധപ്പെട്ട് മൊഡ്യൂൾ 7 ആൻഡ് 8 ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സോ മൊഡ്യൂൾ 7 എന്ന് പറയുന്നത് നമുക്കറിയാം, ദാറ്റ് ഈസ് പ്രധാനമായിട്ടും മെട്രോളജിയുമായി ബന്ധപ്പെട്ടല്ലേ, അല്ലെങ്കിൽ മെട്രോളജിയുടെ കുറച്ച് പോർഷൻ വരുന്നുണ്ട്. ദാറ്റ് ഈസ് കോൺസെപ്റ്റ് ഓഫ് ഇന്റർചേഞ്ചബിലിറ്റി എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. ലിമിറ്റ് ഫിറ്റ് ടോളറൻസുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് കോൺസെപ്റ്റ് അതിനകത്ത് തന്നെ നമുക്കറിയാം. ഷാഫ്റ്റ് ബേസ് സിസ്റ്റം ഉണ്ട്, ഹോൾ ബേസ് സിസ്റ്റം ഉണ്ട്, അതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആദ്യത്തെ ഒരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിനുശേഷം നമ്മൾക്ക് നമ്മളുടെ ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ആയിട്ടൊക്കെ ഫേസ് പ്ലേറ്റ്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് പ്ലേറ്റ്, അതുപോലെ തന്നെ സ്റ്റഡീസ് അല്ലെ, അതിൽ ഫിക്സഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫോളോവർ സ്റ്റഡി ഉണ്ട്, അതുപോലെ തന്നെ റെസ്റ്റ് വരുന്നുണ്ട് അല്ലെ, ഫിക്സഡ് റെസ്റ്റും വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ട്രാൻസ്ഫർ കാലിപ്പർ എന്ന് പറയുന്ന ഒരു ചെറിയ കാലിപ്പറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ലെയ്ത്ത് സെന്റേഴ്സ്, പ്രധാനപ്പെട്ട ലെയ്ത്ത് സെന്ററുകൾ, ബോൾ സെന്റർ, അതുപോലെ തന്നെയുള്ള സെന്ററുകൾ പ്രധാനമായിട്ടും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ലെയ്ത്ത് കാരിയർ ആണ്. കാരിയർ അല്ലെങ്കിൽ ലെയ്ത്ത് ഡോഗ് എന്ന് പറയാറുണ്ട്. അപ്പൊ ആ ലെയ്ത്ത് കാരിയർ അല്ലെങ്കിൽ ലെയ്ത്ത് ഡോഗ് എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണ്. ദെൻ മാഗ്നറ്റിക് സ്റ്റാൻഡ് ഡയൽ ഇൻഡിക്കേറ്റേഴ്സ്, അതിന്റെ യൂസ് പ്രധാനമായിട്ടും ഡയൽ ഇൻഡിക്കേറ്റർ തന്നെയാണ്, നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ദെൻ ടൂൾ പോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ടൂൾ പോസ്റ്റ്, പ്രധാനപ്പെട്ട ടൂൾ പോസ്റ്റുകൾ ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഫംഗ്ഷൻസ്, അതിന്റെ സെറ്റിംഗ്സ്, മറ്റു കാര്യങ്ങളും. സോ ഇതാണ് മൊഡ്യൂൾ 7 എന്ന് പറയുന്നത്. അപ്പൊ മൊഡ്യൂൾ 7 ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. സോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർചേഞ്ചബിലിറ്റി ഈസ് നോർമലി എംപ്ലോയിഡ് ഫോർ ഡാഷ്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർചേഞ്ചബിലിറ്റി അല്ലെ, നമ്മുടെ ആദ്യത്തെ സെന്റൻസ് തന്നെ ഇന്റർചേഞ്ചബിലിറ്റി ആയിരുന്നു. അപ്പൊ ഇന്റർചേഞ്ചബിലിറ്റി ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. ദ പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർചേഞ്ചബിലിറ്റി ഈസ് നോർമലി എംപ്ലോയിഡ് ഫോർ മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എ, പ്രൊഡക്ഷൻ ഓഫ് ഐഡന്റിക്കൽ പാർട്സ്. ഓപ്ഷൻ സി പറയുന്നത് പാർട്സ് വിത്ത് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഓഫ് സൈസ്. ഓപ്ഷൻ ഡി പറയുന്നത് ഓൾ ഓഫ് ദി അബവ് ആണ് പറയുന്നത്. അപ്പോൾ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർചേഞ്ചബിലിറ്റി, അതുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും ഒരു ഉത്തരം വരുന്നുണ്ടാവുക? ഒന്ന് ഗസ് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി നോക്കി എന്താണ് ഉത്തരം വരിക. ഓപ്ഷൻ എ, ബി, സി, ഡി ഏതായിരിക്കും വരിക? ഗസ് ചെയ്തോളൂ, കുഴപ്പമില്ല. നമ്മൾ ഇവിടെ തെറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. എ, ബി, സി, ഡി ആണ്. ഏതാണ് വരുന്നുണ്ടാവുക? എ. ഓപ്ഷൻ എ പറയുന്നുണ്ട് അല്ലെ, മാസ് പ്രൊഡക്ഷൻ. അപ്പൊ നമ്മൾ ഈ ഇന്റർചേഞ്ചബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബേസിക്കലി നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ഇവിടുന്ന്, അതായത് നമ്മളുടെ കേരളത്തിൽ നിന്ന് ഒരു നട്ട് നമ്മൾ വാങ്ങിച്ചു അല്ലെ, അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ ഏതെങ്കിലും ഒരു കമ്പോണന്റ് ഫോർ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള കാർ, ആ കാർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിലല്ല, അല്ലെങ്കിൽ ഇന്ത്യയിലായിരിക്കില്ല, അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തായിരിക്കും മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാവുക. ആ കാറിനകത്ത് നിന്ന് ഒരു നട്ടോ ബോൾട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ കേരളത്തിലെ ഏതെങ്കിലും ചെറിയൊരു കൊച്ചു കടയിൽ പോയിട്ട് നമ്മൾ വാങ്ങുന്നുണ്ടാവും. അപ്പൊ വാങ്ങുമ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ M10 ഒരു നട്ട് തരണം, അല്ലെങ്കിൽ M20 ഒരു നട്ട് തരണം എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ നട്ട് എന്ന് പറഞ്ഞാൽ റാൻഡമായിട്ട് പുള്ളിയുടെ കയ്യിരിക്കുന്ന അല്ലെങ്കിൽ കടയിലുള്ള ഏതെങ്കിലും ഒരു നട്ട് നമുക്ക് എടുത്തു തരിക ചെയ്യാം. അതായത് റാൻഡമായിട്ട് ആ M10 നിന്നും ഏതെങ്കിലും ഒരു നട്ട് എടുത്തു തരിക ചെയ്യാം. ആ നട്ട് നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ കാറിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അത് ഫിക്സ് ആകുമോ? അത് ഫിക്സ് ആകും അല്ലെ, അത് ഫിക്സ് ആകും. കാര്യം എന്ന് വെച്ചാൽ എന്താ? അതാണ് നമ്മുടെ പാർട്ടൊക്കെ ഇന്റർചേഞ്ചബിൾ ആണ് അല്ലെ, ഇന്റർചേഞ്ചബിൾ ആണ്. അപ്പൊ നമുക്ക് നമ്മൾ ഇത്തരത്തിൽ എന്താ പറയാ, നമുക്ക് ആ ഒരു പർട്ടിക്കുലർ കമ്പോണന്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനുവേണ്ടി മാത്രം നമ്മൾ മാനുഫാക്ചർ ചെയ്യാതെ കോമൺ ആയിട്ട് മാനുഫാക്ചർ സ്റ്റാൻഡർഡൈസേഷൻ തന്നെ പറയാം അല്ലെ, അതായത് സ്റ്റാൻഡർഡൈസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ അങ്ങനെ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ആ ഒരു പ്രോഡക്റ്റ്, നമ്മൾ ആ ഒരു ടേമിനെയാണ് നമ്മൾ ഇന്റർചേഞ്ചബിലിറ്റി എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ ഇന്റർചേഞ്ചബിലിറ്റി എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ നമ്മുടെ കാറിലേക്ക് ആ ഒരു പർട്ടിക്കുലർ ബോൾട്ട് സൈസ് ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു കാറിന്റെ ആ ഒരു പർട്ടിക്കുലർ ബോൾട്ടിന്റെ ആ ഒരു വിത്തിന്റെ ലിമിറ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അതായത് റിക്വയർഡ് സ്റ്റാൻഡേർഡ് സൈസിലായിരിക്കും നമ്മുടെ നട്ട് നിർമ്മിച്ചിട്ടുണ്ടാവുക. അപ്പൊ ആ നട്ട് എവിടെ, ഈ പറഞ്ഞ വേൾഡിൽ എവിടെ പോയാലും ആ പർട്ടിക്കുലർ നട്ടിന് പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇന്റർചേഞ്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ, യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇന്റർചേഞ്ചബിലിറ്റി എന്നുള്ള ആ ഒരു ടേം കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തിൽ മാസ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, മാസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ നട്ട് ബോൾട്ട് എന്നൊക്കെ പറഞ്ഞത് 1-2 ബോൾട്ടുകളല്ല നമ്മൾ നട്ടുകളല്ല നിർമ്മിക്കുന്നുണ്ടാവുക, ലക്ഷക്കണക്കിന് നെറ്റ് ബോൾട്ടുകളൊക്കെ നമ്മൾ നിർമ്മിക്കുന്നുണ്ടാവും. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലക്ഷക്കണക്കിന് നിർമ്മിക്കുന്നതിനകത്ത് നിന്ന് റാൻഡമായിട്ട് ഒരെണ്ണം എടുത്താലും ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് അതിനെ കൃത്യമായിട്ട് മേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ, കൃത്യമായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ സാധിക്കും. സോ അത്തരത്തിൽ മാസ് പ്രൊഡക്ഷനിൽ, ഓഫ് കോഴ്സ് മാസ് പ്രൊഡക്ഷനിൽ നമ്മൾ ഇന്റർചേഞ്ചബിലിറ്റി നമ്മൾ ആ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് ഐഡന്റിക്കൽ പാർട്സ് അല്ലെ, ഇത്തരത്തിൽ ഐഡന്റിക്കൽ ആയിട്ടുള്ള പാർട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് നമ്മൾ എന്താണ് ഇന്റർചേഞ്ചബിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരേപോലെയുള്ള കമ്പോണൻസുകൾ നിർമ്മിക്കുന്നിടത്ത് ഇത്തരത്തിൽ എന്താണ് ഇന്റർചേഞ്ചബിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്.
ദെൻ പാർട്സ് വിത്ത് പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഓഫ് സൈസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 10 ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ആ ഒരു ബോൾട്ടിന്റെ സൈസ് 10 ആണെന്നുള്ളത് കണ്ടു അല്ലെ. അപ്പൊ ആ 10 എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 10 കിട്ടുമോ? ഇല്ല, 10 പ്ലസ് ഓർ മൈനസ് ഏകദേശം ഒരു 0.2 അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ ടോളറൻസ് ഉണ്ടാകും. സോ അത്തരത്തിൽ ആ പാർട്സ് വിത്ത് പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഓഫ് സൈസിൽ നമ്മൾ എന്താണ് ഇന്റർചേഞ്ചബിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം ആ ഒരു ലിമിറ്റ് ഓഫ് സൈസിനുള്ളിൽ ആയതുകൊണ്ടാണ്, വിത്തിൻ്റെ ലിമിറ്റ് ആയതുകൊണ്ടാണ് നമുക്കതിനെ കൃത്യമായിട്ട് അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ലിമിറ്റിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാലോ നമുക്കതിനെ ആ ഒരു പർട്ടിക്കുലർ കമ്പോണന്റ് എന്ന് പറയുന്നത് നമുക്ക് സ്ക്രാപ്പായിട്ട് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ ഈ പറയുന്ന ABC എന്ന് പറയുന്ന ആ ഒരു എന്താണ് എല്ലാ എന്താണ് ടേമുകളും, മാസ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ഓഫ് ഐഡന്റിക്കൽ പാർട്സ് ആയിക്കോട്ടെ, പാർട്സ് വിത്ത് പ്രിസ്ക്രൈബിൾ ലിമിറ്റ് സൈസ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ എന്താണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർചേഞ്ചബിലിറ്റി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം അത് മനസ്സിലാക്കാം. അതിപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്വസ്റ്റിലേക്ക് വരാം. ചോദ്യം ഇതാണ്: The scientific and systematic method of identifying deviations in an instrument by comparing it with a master having high accuracy and rational traceability. അതിന് ആ ഒരു ടേം എന്താണ് ഉദ്ദേശിക്കുന്നത്? സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഐഡന്റിഫൈങ് ഡീവിയേഷൻ. അപ്പൊ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്കറിയാം, നമ്മളുടെ കമ്പോണൻസിൽ അല്ലെങ്കിൽ നമ്മളുടെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിനകത്തൊക്കെ ചെറിയ ചെറിയ ഡീവിയേഷൻസ് ഉണ്ടാകും. ആ ഡീവിയേഷൻസ് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മാസ്റ്റർ പീസുമായിട്ട് കമ്പയർ ചെയ്യും അല്ലെ, ഒരു മാസ്റ്റർ പീസുമായിട്ട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് എത്രത്തോളം വ്യത്യാസം ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിക്കുന്ന സയന്റിഫിക്കും സിസ്റ്റമാറ്റിക്കുമായിട്ടുള്ള മെത്തേഡ് ഉണ്ടാകും. ആ മെത്തേഡിനെ എന്ത് വിളിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. Scientific and systematic method of identifying deviations in the instrument by comparing it with a master having high accuracy and rational traceability. അതിൽ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള കമ്പോണന്റ് നമ്മൾ എന്ത് ചെയ്യും, അത് എത്രത്തോളം കറക്റ്റ് ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം വേരിയേഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്യും. ആ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് മെത്തേഡിനെ നമ്മൾ എന്താ വിളിക്കുക? ഓപ്ഷൻ എ എറർ ഓഫ് മെഷർമെന്റ്, ഓപ്ഷൻ ബി പ്രിസിഷൻ, ഓപ്ഷൻ സി ആക്യുറസി, ഓപ്ഷൻ ഡി കാലിബ്രേഷൻ. ഈ 4 ടേമുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട 4 ടേമുകളാണ്. എന്താണ് എറർ, എന്താണ് പ്രിസിഷൻ, എന്താണ് ആക്യുറസി, എന്താണ് കാലിബ്രേഷൻ. അപ്പൊ എന്താണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക? സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഐഡന്റിഫൈങ് എന്താണ്? ഡീവിയേഷൻസ് അല്ലെ, അവിടെ ഉണ്ടാവുന്ന ഡീവിയേഷൻസ്, വ്യത്യാസം. ഇൻ ആൻ ഇൻസ്ട്രുമെന്റ്, ഒരു ഇൻസ്ട്രുമെന്റിന് ഉണ്ടാവുന്ന വ്യത്യാസം, അത് കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കും, ഒരു മാസ്റ്ററുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് മാസ്റ്ററിൽ നിന്ന് എത്രത്തോളം അത് വേരിയേഷൻ ഉണ്ട്, ഡീവിയേഷൻ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നുണ്ടാകും. സോ അത്തരത്തിൽ സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് മെത്തേഡിൽ എന്താ വിളിക്കുക? ഓപ്ഷൻ എ, ബി, സി, ഡി. യെസ്, ഡി തന്നെയാണ്. കാലിബറേഷൻ ആണ് അല്ലെ, കാലിബറേഷൻ. സംശയമൊന്നും വേണ്ട, കാലിബറേഷൻ തന്നെയാണ്. അപ്പൊ കാലിബറേഷൻ ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും, ലാബുകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അത് ഈ തരം ഈ പറഞ്ഞ രീതിയിൽ മാസ്റ്ററുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യുന്നുണ്ട്. അതെ, സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ ബാക്കിയുള്ള ടൈമിലേക്ക് വരാം. മറ്റൊരു ചോദ്യമാണ്: ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് വാല്യൂ ആണ്, വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ ഈസ് നോൺ ആസ്. ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. The difference between true value and measured value. ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ഷാഫ്റ്റ് ഇരിപ്പുണ്ട്. ആ ഷാഫ്റ്റിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 50 mm ആണെന്നിരിക്കട്ടെ. 50 mm ആണ്. എന്നാൽ നമ്മൾ ഒരു വെർനിയർ കാലിപ്പറിന്റെ സഹായത്തോടു കൂടി അത് മെഷർ ചെയ്തപ്പോൾ നമ്മൾക്ക് കിട്ടിയത് 49 mm ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അവിടെ ഉണ്ടാകുന്ന വേരിയേഷൻ നമുക്ക് പറയാം 50-ൽ നിന്നും 49 കുറയ്ക്കുമ്പോൾ 1 mm ആണ് വരുന്നുണ്ടാവുക. ഈ 1 mm എന്ന് പറഞ്ഞാൽ എന്താ ബേസിക്കലി അവിടെ? ഓപ്ഷൻ എ എറർ ഓഫ് മെഷർമെന്റ്, ഓപ്ഷൻ ബി പ്രിസിഷൻ, ഓപ്ഷൻ സി ആക്യുറസി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. യെസ്, അപ്പോൾ ഇതിനെ കറക്റ്റ് ആണ്. അപ്പൊ ശ്രദ്ധിച്ച്, എറർ ഓഫ് മെഷർമെന്റ് അല്ലെ, ഈ പറഞ്ഞ രീതിയിൽ നമ്മളൊരു മെഷർമെന്റ് എടുത്തപ്പോൾ ട്രൂ വാല്യൂയിൽ നിന്നും മെഷേർഡ് വാല്യൂ അവിടെ വേരിയേഷൻ വന്നു, ഡിഫറൻസ് വന്നു. അപ്പൊ നമുക്ക് പറയാം അവിടെ എന്ത് സംഭവിച്ചു? എറർ സംഭവിച്ചു. കാര്യം ആക്ച്വലി 50 mm ഡയമീറ്റർ ഉള്ള ഒരു ഷാഫ്റ്റ് ആയിരുന്നു. നമ്മളൊരു ഇൻസ്ട്രുമെന്റ് വെച്ച് അത് മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 49 mm ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അവിടെ 1 mm ഒരു വ്യത്യാസം വരുന്നുണ്ട്. ആ വ്യത്യാസം എന്താണ്? ഓക്കെ, അത് എറർ ആണ്. അപ്പൊ ഒന്നെങ്കിൽ നമ്മൾ മെഷർ ചെയ്തതിനകത്തുള്ള എറർ ആവാം, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ എറർ ആവാം. എനിവേ അവിടെ എറർ ഓഫ് മെഷർമെന്റ് ആണ് അവിടെ സംഭവിച്ചത് അല്ലെ. സോ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ difference between true value and the measured value is
ഇസ് നോൺ ആസ് എറർ ഓഫ് മെഷർമെന്റ്. അപ്പൊ എറർ ആണെന്നുള്ള ക്ലിയർ ആയി. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, ഗോ ആൻഡ് നോ ഗോ ആർ പ്രൊവൈഡ് ഓൺ ദ സെയിം എൻഡ് ഇൻ എ ഡാഷ്. സ്നാപ്പ് ഗേജ്, ഓപ്ഷൻ ബി ഡബിൾ എൻഡഡ് പ്ലഗ് ഗേജ്, ഓപ്ഷൻ സി ഡെപ്ത് ഗേജ്, ഓപ്ഷൻ ഡി പ്രോഗ്രസീവ് പ്ലഗ് ഗേജ്. യെസ് ജിതിനെ, ഓക്കെ റൈറ്റ്. ഓപ്ഷൻ ഡി പ്രോഗ്രസീവ് പ്ലഗ് ഗേജ് ആണ്. പ്രോഗ്രസീവ് പ്ലഗ് ഗേജ്, അതായത് ഗോ എൻഡും ഉണ്ടാവും, നോ ഗോ എൻഡും ഉണ്ടാവും. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്ലഗ് ഗേജുകൾ പൊതുവേ നമ്മൾ ഇതെല്ലാം എന്താണ് പ്ലഗ് ഗേജ് ആണ് അല്ലെ. പ്ലഗ് ഗേജ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹോള് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്ലഗ് ഗേജ് എന്തിനു വേണ്ടിയിട്ടാണ്? ഹോള് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗേജസ് ആർ യൂസ്ഡ് ഫോർ ചെക്കിംഗ്, നോട്ട് ഫോർ മെഷറിംഗ് അല്ലെ. ഈ പറയുന്ന ഗേജുകൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് ഈസ് നോട്ട് ഫോർ മെഷർമെന്റ് അല്ലെ. അവിടെ മെഷർമെന്റ് എടുക്കാൻ സാധിക്കില്ല, ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് വിത്തിൻ ദ ലിമിറ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരേ സൈഡിൽ തന്നെ ഗോയും നോ ഗോയും ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ചിത്രത്തിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. സോ ഈ ഒരു പോർഷൻ ഗോയാണ്, അപ്പോൾ അത് ഉള്ളിലേക്ക് പോകും. എന്നാൽ ഈ ഒരു പോർഷൻ കുറച്ചുകൂടെ വലുതാ, അപ്പൊ നമ്മളുടെ ഒരു ലിമിറ്റിൽ നിന്ന് പുറത്തേക്ക് പോയി, അപ്പൊ ഈ ഒരു പോർഷൻ ഉള്ളിലേക്ക് പോകില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അത് ഈ പറയുന്നതിൽ എവിടം വരെ നമുക്ക് ആ ഒരു ഹോളിന്റെ സൈസ് ഉണ്ടെന്നുള്ള കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഗോയും നോ ഗോയും ഒരേ സൈഡിൽ കൊടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോഗ്രസീവ് പ്ലഗ് ഗേജ് എന്ന് പറയുന്നത്. പ്രോഗ്രസീവ് പ്ലഗ് ഗേജ്. ഓക്കെ, അപ്പൊ ഉത്തരം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്രോഗ്രസീവ് പ്ലഗ് ഗേജ് ആണ്, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. അണ്ടർ വിച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിറ്റ് ഡസ് ദ ഡ്രൈവിംഗ് ഫിറ്റ് ഫോൾ? അതായത് ഈ പറയുന്ന ഡ്രൈവിംഗ് ഫിറ്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഫിറ്റിൽ ഏതിന്റെ ക്ലാസിഫിക്കേഷനിൽ പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. പ്രധാനമായിട്ടും നമുക്ക് ഫിറ്റുകൾ ഇത്തരത്തിൽ ക്ലിയറൻസ് ഫിറ്റ് ഉണ്ട്, ട്രാൻസിഷൻ ഫിറ്റ് ഉണ്ട്, ഇന്റർഫറൻസ് ഫിറ്റ് ഉണ്ട്. പ്രധാനപ്പെട്ട 3 ഫിറ്റുകളിൽ ഉള്ളിൽ ഈ പറയുന്ന ഡ്രൈവിംഗ് ഫിറ്റ് ഏത് ഫിറ്റിലാണ് വരുന്നത്? ഓപ്ഷൻ എ പറയുന്നത് ക്ലിയറൻസ് ഫിറ്റ്, ഓപ്ഷൻ ബി ട്രാൻസിഷൻ ഫിറ്റ്, ഓപ്ഷൻ സി ഇന്റർഫറൻസ് ഫിറ്റ്, ഓപ്ഷൻ ഡി കനോട്ട് ബി ക്ലാസിഫൈഡ് എന്നാണ് പറയുന്നത്. ഡ്രൈവിംഗ് ഫിറ്റ് എന്ന് പറയുന്നത് ഏത് ഫിറ്റിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നു? ലിമിറ്റ് ഫിറ്റ് ടോളറൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്, ഫിറ്റുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും വരാൻ സാധ്യതയുള്ളത്? എ, ബി, സി, ഡി? ഡ്രൈവിംഗ് ഫിറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ക്ലിയറൻസ് ഫിറ്റ്. ഓക്കെ, അപ്പൊ ഈ ഡ്രൈവിംഗ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡ്രൈവ് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റേണ്ടതായിട്ടുണ്ട്. നോർമലി അത് കയറില്ല, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പൊ ഡ്രൈവിംഗ് ഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് എക്സ്റ്റേണൽ പ്രഷർ കൊടുത്തുകൊണ്ട് നമ്മൾ എന്താണ് തള്ളി നമ്മൾ എന്താണ് ഉള്ളിലേക്ക് ഫിറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് ആയിരിക്കും? ഇനി ഒന്ന് ആലോചിച്ച് നോക്കെ. എക്സ്റ്റേണൽ പ്രഷർ കൊടുത്തുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് ഉള്ളിലേക്ക് ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ എന്താണ് ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും? ഒരു പക്ഷേ തുടക്കത്തിൽ അത് എങ്ങനെയായിരുന്നു? യെസ്, ഓപ്ഷൻ സി ആണ് അല്ലെ, ഇന്റർഫറൻസ് ഫിറ്റ് ആണ്. അപ്പൊ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ വിട്ടുകളയരുത്, അല്ലെങ്കിൽ അത് തെറ്റിപ്പോകരുത്. ഈ പറഞ്ഞ ഡ്രൈവിംഗ് ഫിറ്റ് എന്ന് പറയുന്നത് അതൊരു ഇന്റർഫറൻസ് ഫിറ്റിനകത്താണ് വരുന്നത്. കാര്യം ഇന്റർഫറൻസ് ചെയ്തു, നമ്മൾ സ്വാഭാവികമായിട്ടും അത് ഉള്ളിലേക്ക് മേറ്റ് ചെയ്ത സമയത്ത് അതെന്താണ്, അത് ഇന്റർഫിയറൻസ് ആണ്, അതിൽ ചെറിയൊരു ഇന്റർഫിയറൻസ് ഉണ്ട്, അപ്പൊ ഉള്ളിലേക്ക് കയറുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് എക്സ്റ്റേണൽ പ്രഷർ കൊടുത്തുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ ആ ഒരു ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് അത് നമുക്ക് പറയാം ദാറ്റ് ഈസ് ഡ്രൈവിംഗ് ഫിറ്റ് ആണ്. ഓക്കെ, അപ്പോ ഫോർ എക്സാമ്പിൾ ഡ്രൈവിംഗ് ഫിറ്റ് നോക്കിയാൽ ഡ്രൈവിംഗ് ഫിറ്റ് റിക്വയർസ് മീഡിയം ഇന്റർഫറൻസ് വിച്ച് ക്യാൻ ബി അസംബിൾഡ് ബൈ ഹയർ ഫോഴ്സ് ഫോർ കോൾഡ് ഫോർസിങ് ഓർ ഹോട്ട് ഫോർസിങ്. അല്ലെ, ഹയർ ഫോഴ്സ് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? ഒരു മീഡിയം ഇന്റർഫറൻസ് ഫിറ്റ് ആണ്. ഇന്റർഫറൻസ് ഫിറ്റ് എന്ന ഇത്തരത്തിൽ മീഡിയം, ഹൈ, മിനിമൽ ഇന്റർഫറൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് ഫിറ്റ് എന്ന് പറയുന്ന ഒരു മീഡിയം ഇന്റർഫറൻസ് ഫിറ്റ് ആണ്. ഫോഴ്സ് ഫിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹയർ ഇന്റർഫറൻസ് ആണ്. അപ്പൊ അത് കുറച്ച് എന്താണ് ഇത്തരത്തിൽ ടെമ്പറേച്ചർ ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ എന്താണ് കുറച്ച് എക്സ്റ്റേണൽ ഫോഴ്സ് ഒക്കെ റിക്വയർഡ് കൊടുത്തുകൊണ്ടാണ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് റിക്വയർഡ് ഫോർ മേക്കിംഗ് പാർട്സ്. ഫോഴ്സ് ഫിറ്റ്. അപ്പൊ ഡ്രൈവിംഗ് ഫിറ്റ് എന്ന് പറയുന്നത്, ഫോഴ്സ് ഫിറ്റ് എന്ന് പറയുന്നത്, ടൈറ്റ് ഫിറ്റ് എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഈ പറയുന്ന ഇന്റർഫറൻസ് ഫിറ്റിന്റെ കാറ്റഗറിയിലാണ്, ഓർത്തിരിക്കുക. ക്ലിയർ ആണ്? ചോദിച്ചൂടെ അവർക്ക്? ഡ്രൈവിംഗ് ഫിറ്റ്, ഫോഴ്സ് ഫിറ്റ്, ടൈറ്റ് ഫിറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇന്റർഫറൻസ് ഫിറ്റിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ടൈറ്റ് ഫിറ്റ് എന്ന് പറയുമ്പോൾ പ്രൊവൈഡ്സ് മിനിമം ഇന്റർഫറൻസ് ദാൻ ഫോഴ്സ് ഫിറ്റ്. ഫോഴ്സ് ഫിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ് അവിടെ നമുക്ക് ഫോഴ്സ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അതാണ് ടൈറ്റ് ഫിറ്റ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡ്രൈവിംഗ് ഫിറ്റ്, ഫോഴ്സ് ഫിറ്റ്, ടൈറ്റ് ഫിറ്റ് എന്നൊക്കെ പറഞ്ഞ എന്താണ്?
അത് ഇന്റർഫറൻസ് ഫിറ്റിന്റെ കാറ്റഗറി ആണെന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ ഫിറ്റ് പ്രധാനമായിട്ടും ക്ലിയറൻസ് ഫിറ്റ്, ട്രാൻസിഷൻ ഫിറ്റ്, ഇന്റർഫറൻസ് ഫിറ്റ് ആണ്. അതിൽ ഇന്റർഫറൻസിനകത്താണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ വരുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മളത് ക്ലിയർ ആക്കണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഫോർ ജനറൽ ആപ്ലിക്കേഷൻ റഫ്നെസ് വാല്യൂ ഈസ് ഗ്രേഡഡ് ആസ് N1 to N12. നമുക്കറിയാം, നമ്മൾ ഈ പറയുന്ന റഫ്നെസ് വാല്യൂ ഇങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാറുണ്ടല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 4, 3, 2, 1 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ N1 to N12 വരെയാണ് ഉള്ളത്. റഫ്നെസ് ഇൻ മൈക്രോൺസ് ആണ് നമ്മൾ പറയുന്നുണ്ടാവുക. അതിനകത്ത് N12ന്റെ വാല്യൂ, ഗ്രേഡ് വാല്യൂ എന്താണെന്നുള്ളതാണ് ചോദ്യം. N1 to N12 ആണ് എന്നുള്ളത് നമുക്കറിയാം റഫ്നെസ് വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ഇത്തരത്തിൽ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. അത് 4 എണ്ണം, 3 എണ്ണം, 2 എണ്ണം, 1 എണ്ണം, പിന്നീട് അവസാനമായിട്ട് ഇങ്ങനെ ഒരു റെപ്രസെന്റേഷൻ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ N12ന്റെ ആ ഗ്രേഡ് വാല്യൂ ഇൻ മൈക്രോൺസ് എത്രയാണെന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ 0.025 മൈക്രോൺസ്, ഓപ്ഷൻ ബി 0.05 മൈക്രോൺസ്, ഓപ്ഷൻ സി 0.1 മൈക്രോൺസ്, ഓപ്ഷൻ ഡി 50 മൈക്രോൺസ്. ഏതായിരിക്കും ഉത്തരം വരാം? വേഗം പറഞ്ഞു. അറിയില്ലെങ്കിൽ ഗസ് ചെയ്തോളൂ. നമ്മൾ നിലവിൽ പഠിച്ചത് വെച്ചിട്ട് നമ്മളുടെ ഒരു കോൺസെപ്റ്റ് വെച്ച് ഏതായിരിക്കും വരാൻ സാധ്യതയുള്ളത്? ഓപ്ഷൻ എ, ബി, സി, ഡി ഏതായിരിക്കും? ഫിനിഷ് സി, 0.1. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് സർഫസ് റഫ്നെസ് ഓൺ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് ആസ് പെർ IS 30, അതായത് 3073 പ്രകാരം. ഓക്കെ, N1 to N12 ഉണ്ട്. N1 to N12. ഓക്കെ, അപ്പൊ N1 എന്ന് പറഞ്ഞ 0.025 ദാറ്റ് ഈസ് മൈക്രോൺസ് ആണ്. മൈക്രോൺസ് ആണ് വരുന്നുണ്ടാവുക. 0.025 മൈക്രോൺസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ N1 to 3 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. N1 to 3 എന്ന് പറയുന്നത് 4 ട്രയാങ്കിൾ, 4 to 6 എന്ന് പറയുന്നത് 3 ട്രയാങ്കിൾ, 7 to 9 എന്ന് പറയുന്നത് 2 ട്രയാങ്കിൾ, ദെൻ അതിനുശേഷം 10ഉം 11ഉം 2 വെച്ച് കാറ്റഗറി ചെയ്യുന്നു, അത് 1 ട്രയാങ്കിൾ ആണ്. ദെൻ N12 എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ റെഫറൻസ് സിമ്പിൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. സോ അത് 50 മൈക്രോൺസ് ആണ്. ഓക്കെ, അപ്പൊ N12 എന്ന് പറയുന്നത്, അപ്പൊ മാക്സിമം എത്രയാണ് റെഫറൻസ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 50 മൈക്രോൺസ് N12. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. N1 to N12 ആണ്. N1ന്റെ റേഞ്ച് ഇടയിലുള്ളതെന്ന് ഓർത്തില്ലെങ്കിലും മിനിമവും മാക്സിമം ഓർത്തിരിക്കുക. മിനിമം 0.025 മൈക്രോൺസ് ആണ്, മാക്സിമം 50 മൈക്രോൺസ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ N1ന്റെ വാല്യൂ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്, N12ന്റെ വാല്യൂ അത്യാവശ്യം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം മിനിമം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എല്ലാം ഒന്നും ഓർത്തിരിക്കാൻ പറ്റില്ല, പക്ഷെ മിനിമവും മാക്സിമം അത്യാവശ്യം ഒന്ന് ഓർത്തിരിക്കാം. മിനിമം N1ന്റെ വാല്യൂ 0.025 മൈക്രോൺസ്, N12ന്റെ വാല്യൂ 50 മൈക്രോൺസ്. അപ്പൊ റെപ്രസെന്റേഷൻ വരുന്നത് നമുക്കറിയാം 4, 3, 2, 1 ട്രയാങ്കിൾ, പിന്നീട് അവസാനം ഇത്തരത്തിൽ ഈ ഒരു സിമ്പിൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തിൽ അപ്പം N1 to 3 റെപ്രസെന്റ് ചെയ്യുന്നത് 4 ട്രയാങ്കിൾ ആണ്, 4 to 6 3 ട്രയാങ്കിൾ ആണ്, 7 to 9 2 ട്രയാങ്കിൾ ആണ്, N10, N11 1 ട്രയാങ്കിൾ ആണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. അത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് അതൊന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, മറ്റു ചോദ്യം, വാട്ട് ഡിറ്റർമൈൻഡ് വൈൽ മെഷറിംഗ് എ കമ്പോണന്റ്? ഒരു കമ്പോണന്റ് മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്? വാട്ട് ഡിറ്റർമൈൻഡ് വൈൽ മെഷറിംഗ് എ കമ്പോണന്റ്? ഒരു കമ്പോണന്റ് മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഓപ്ഷൻ എ നോമിനൽ സൈസ്, ഓപ്ഷൻ ബി ആക്ച്വൽ സൈസ്, ഓപ്ഷൻ സി സ്പെസിഫൈഡ് സൈസ്, ഓപ്ഷൻ ഡി സ്കെയിൽ സൈസ്. നമ്മളിപ്പോ ഒരു ഷാഫ്റ്റ് എടുത്തു, ആ ഷാഫ്റ്റ് നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 50 mm. ഈ 50 mm എന്ന് പറയുന്നത് എന്താണ്? നോമിനൽ സൈസ്, ഓപ്ഷൻ ബി ആക്ച്വൽ സൈസ്, ഓപ്ഷൻ സി സ്പെസിഫൈഡ് സൈസ്, ഓപ്ഷൻ ഡി സ്കെയിൽ സൈസ്. യെസ്, ഓപ്ഷൻ ഡി ആക്ച്വൽ സൈസ് അല്ലെ, റൈറ്റ് ആൻസർ ആണ്. അപ്പൊ നമ്മൾ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ആ ഒരു കമ്പോണന്റിന്റെ ആക്ച്വൽ സൈസ് ആണ്. ആക്ച്വൽ സൈസ്. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്പെസിഫൈ നോമിനൽ സൈസ് ഹാവിംഗ്
50 mm, നോമിനൽ സൈസ് ഹാവിംഗ് 50 mm, പക്ഷെ നമ്മൾ എന്താണ് മെഷർമെന്റ് എടുത്തപ്പോൾ 49.5 mm മെഷർമെന്റ് എടുത്തപ്പോൾ 14. അപ്പൊ ആക്ച്വൽ സൈസ് മെഷർമെന്റിൽ കറക്റ്റ് ആയിട്ട് കിട്ടിയത് 49.5 പക്ഷെ സ്പെസിഫൈ നോമിനൽ സൈസ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് 50 mm ആണ്. ഓക്കെ, അപ്പോൾ അവിടെ 50 പ്ലസ് ഓർ മൈനസ് 0.5 mm എന്ന് കൊടുത്തിട്ടുണ്ടാവും. അധികം കാര്യം അപ്പം 49.5 mm ആ ഒരു കമ്പോണന്റിന് വരാം, അതുപോലെ തന്നെ 50.5 mm വരുന്നുണ്ടാവും. അപ്പൊ നമുക്ക് പറയാം ഇവിടുത്തെ ടോളറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടുത്തെ ടോളറൻസ് ഈ പറഞ്ഞ 49.5 mm 50 mm മിനിമം വാല്യൂ ഇത്, മാക്സിമം വാല്യൂ 50.5 mm ആണെങ്കിൽ ഇവിടുത്തെ ടോളറൻസ് വാല്യൂ എത്രയായിരിക്കും വരിക? ടോളറൻസ് നിങ്ങളോട് ചോദിക്കുകയാണ്, ഫൈൻഡ് ഔട്ട് ദ ടോളറൻസ് ഫോർ ദ ഗിവൺ ഡയമെൻഷൻസ്. ടോളറൻസ് വാല്യൂ എത്ര വരിക? 49.5 mm ഉണ്ട്, 50.5 mm ഉണ്ട്. അപ്പൊ ടോളറൻസ് വാല്യൂ എത്ര വരിക? എത്ര mm ആയിരിക്കും? ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇവിടുത്തെ അപ്പർ ലിമിറ്റ് എത്ര? 1, കറക്റ്റ് ആണ്. ഇവിടുത്തെ അപ്പർ ലിമിറ്റ് എത്രയാണ്? 50.5. ഇവിടുത്തെ ലോവർ ലിമിറ്റ് എത്രയാണ്? 49.5. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അപ്പോൾ 1 mm ആണ് ഇവിടുത്തെ ടോളറൻസ്. അത് നിങ്ങളോട് ചോദിക്കാം, തന്നിരിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ടോളറൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, അതൊക്കെ ചോദ്യം വരുന്നുണ്ടാകും. അപ്പൊ ടോളറൻസ് എന്താണെന്നുള്ളത് അറിയണം, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, എന്താണ് ഇത്തരത്തിൽ ചോദിക്കാറുണ്ട്, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ളതിൽ എന്താണ്? അത് ടോളറൻസ് ആണ്. ഓക്കെ, അതും ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ മെഷർമെന്റ് കിട്ടുന്ന ആക്ച്വൽ സൈസ് ആണ് കേട്ടോ. സോ ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത് ലൈസ് ബിറ്റ്വീൻ ദ 2 ലിമിറ്റ്സ് ഓഫ് സൈസ് ഇൻ കമ്പോണന്റ് ഈസ് നോൺ ആസ് അക്സെപ്റ്റഡ്. ഇത്തരത്തിൽ നമ്മൾ മാനുഫാക്ചറിംഗ് സമയത്ത് ആക്ച്വൽ ആയിട്ടുള്ള മെഷർമെന്റ് കിട്ടുന്നതാണ് ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യം, ഹൗ മെനി ഫണ്ടമെന്റൽ ടോളറൻസ് ഗ്രേഡ് ആർ ഇൻ BIS സിസ്റ്റം? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര ഫണ്ടമെന്റൽ ടോളറൻസ് ഗ്രേഡുകളുണ്ട്? ഫണ്ടമെന്റൽ ടോളറൻസ് ഗ്രേഡുകൾ. യെസ്, ഓപ്ഷൻ ഡി റൈറ്റ് ആണ്. 18 അല്ലെ, എല്ലാവർക്കും അറിയാം 18ആണ്. ഓക്കെ, സംശയമൊന്നുമില്ല അതിനകത്ത്. അപ്പൊ IT ഇന്റർനാഷണൽ ടോളറൻസ് IT 012 എത്രയായിരുന്നു? IT 16 വരെയാണ് അല്ലെ. നമുക്ക് ഇത്തരത്തിൽ 18 ടോളറൻസുകളാണുള്ളത്. 18 ടോളറൻസ് ഗ്രേഡുകളാണ്. IT 01 മുതൽ IT 16 IT 16 വരെയാണ് നമ്മളുടെ ടോളറൻസ് ഗ്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ, അത് ക്ലിയർ ആയി. മറ്റൊരു ചോദ്യം, ഇന്റർനാഷണൽ ടോളറൻസ് ഗ്രേഡ് യൂസ്ഡ് ഫോർ ജനറൽ എഞ്ചിനീയറിംഗ് വർക്ക്. വളരെ ജനറൽ ആയിട്ടുള്ള ചോദ്യമാണ്, കോമൺ ആയിട്ടുള്ള ചോദ്യമാണ്. ജനറൽ എഞ്ചിനീയറിംഗ് വർക്കുകൾക്ക് നമ്മൾ ഈ പറയുന്ന ഇന്റർനാഷണൽ ടോളറൻസ് ഗ്രേഡ് ഏത് റേഞ്ച് ആണ് യൂസ് ചെയ്യുന്നത്? നിങ്ങളോട് ചോദിക്കുകയാണ്, ജനറൽ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് വർക്കുകൾക്ക് നമ്മൾ IT ഇന്റർനാഷണൽ ടോളറൻസ് ഗ്രേഡ് യൂസ് ചെയ്യുന്നതിന്റെ റേഞ്ച് ഏതാണ്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് IT 01 to IT 4, ഓപ്ഷൻ ബി IT 05 to IT 7, ഓപ്ഷൻ സി IT 8 to IT 11, ഓപ്ഷൻ ഡി IT 12 to IT 14. ജനറൽ എഞ്ചിനീയറിംഗ് വർക്കുകൾക്ക് നിങ്ങളോട് ചോദിക്കുകയാണ്, ജനറൽ എഞ്ചിനീയറിംഗ് വർക്കുകൾക്ക് IT ഗ്രേഡ് നമ്മൾ യൂസ് ചെയ്യുന്ന റേഞ്ച് ഏതാണ്? ഒന്ന് ഗസ് ചെയ്ത് നോക്കി. സോ നമ്മൾ കാണാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാത്ത ടോപ്പിക്കുകളോ അല്ലെങ്കിൽ പോയിന്റുകളോ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി പോവുക. ഓക്കെ, ഓപ്ഷൻ സി, യെസ് അർജുൻ കറക്റ്റ് ആണ്. ഓപ്ഷൻ സി IT 8 to 11 ആണ്. IT 8 to 11 ആണ്. ഓക്കെ, അപ്പൊ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. നമ്മുടെ എഞ്ചിനീയറിംഗ് ജനറൽ എഞ്ചിനീയറിംഗ് വർക്കുകൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന IT 8 to IT 11 ആണ്. ഷീറ്റ് മെറ്റൽ വർക്കുകൾക്ക് അല്ലെങ്കിൽ പ്രസ് വർക്കുകൾക്ക് IT 12 to IT 14. കാസ്റ്റിംഗ് അതുപോലെ ജനറൽ കട്ടിംഗ് ആണെങ്കിൽ IT 15 to IT 16. ദെൻ IT 1 to IT 4 എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് ഗേജ് അല്ലെ, അതിൽ ടോളറൻസ് ഗ്രേഡ് വളരെ കുറവാണ്. ഓക്കെ, നമുക്കറിയാം ടോളറൻസ് കുറവാണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് കോസ്റ്റ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ ടോളറൻസ്, അതായത് അത്രയും പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റുകൾ നമ്മൾ യൂസ് ചെയ്യണം, മെഷീനറി യൂസ് ചെയ്യണം. ഈ ടോളറൻസ് നമ്മളിപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ 50 പ്ലസ് ഓർ മൈനസ് 0.001 mm ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഈസ് മാനുഫാക്ചറിങ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യണം. എന്നാൽ നമ്മൾ സാധാരണ 50 പ്ലസ് ഓർ മൈനസ് 2 mm എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ടോളറൻസ് വാല്യൂ കൂടി അല്ലെ, ടോളറൻസ് വാല്യൂ കൂടി. അവിടെ 4 mm ആണ് ടോളറൻസ് വാല്യൂ. അപ്പൊ അവിടെ നമുക്ക് എന്താണ്? ടോളറൻസ് വാല്യൂ കൂടുമ്പം അതനുസരിച്ചുള്ള വേരിയേഷൻസ് അവിടെ ഉണ്ടാകും, അതനുസരിച്ചുള്ള മെഷീനറി നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പൊ ടോളറൻസ് വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് കുറച്ചുകൂടെ പ്രിസൈസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ടോളറൻസ് വാല്യൂ കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല മെഷീനറീസ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഈ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഓക്കെ, അതുകൊണ്ടാണ് അതിനൊക്കെ അത്രയും കോസ്റ്റ് കൂടുതൽ. ഓക്കെ, അപ്പൊ ഇവിടെ ജനറൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ IT 8 to 11 ആണ്. അതുപോലെ തന്നെ എന്താണ് ഗേജസ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രിസൈസ് ആയിരിക്കും, അതുകൊണ്ട് ടോളറൻസ് ലെവൽ വളരെ കുറവായിരിക്കും. സോ IT 01 to IT 4. ഫോർ ഫിറ്റ് ഇൻ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ IT 5 to 7. ജനറൽ പർപ്പസ് അത്യാവശ്യം ഓർത്തിരിക്കുക 8 മുതൽ 11. പ്രിസിഷൻ ഇൻസ്ട്രുമെന്റുകളൊക്കെ ആണെങ്കിൽ കുറവായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. കാസ്റ്റിംഗ്, ജനറൽ കട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം വളരെ റഫ് ആയിട്ടുള്ള മെഷർമെന്റുകളായിരിക്കും, അല്ലെങ്കിൽ വളരെ റഫ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ IT 15 to IT 16 അങ്ങനെയുള്ള ആ ഒരു മനസ്സിൽ അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. ടോളറൻസ് വാല്യൂ വളരെ കുറവ്, പ്രിസിഷൻ ഇൻസ്ട്രുമെന്റുകൾ, ഗേജസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. IT 01 to IT 4 റേഞ്ച്. ഏറ്റവും കൂടുതലായിട്ടുള്ളത് 15-16 റേഞ്ച് എന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ്, ഫോർജിങ് അങ്ങനെയുള്ള മാനുഫാക്ചറിങ് മെത്തേഡ്സ് കിട്ടുന്നത് അവിടെ ടോളറൻസ് വാല്യൂ വളരെ വലുതായിരിക്കും. സോ ദാറ്റ് മീൻസ് അവിടെ കൂടുതലായിരിക്കും IT 15 to IT 16 എന്നുള്ളത് ഓർത്തിരിക്കുക. ജനറൽ ഇൻ ബിറ്റ്വീൻ ഏകദേശം നടുക്കായിട്ടാണ്. അപ്പോൾ 16ന്റെ പകുതി 8 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ IT 8 to IT 11 റേഞ്ച് ആണ് അവിടെ വരുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് മനസ്സിലൊന്ന് വെച്ചിരുന്നാൽ മതി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. In IS system of limit and fit, where the different types of fit are obtained by varying the size of shaft, the name given to the system is. നമ്മൾ ലിമിറ്റ് ഫിറ്റുമായി ബന്ധപ്പെട്ട് രണ്ട് സിസ്റ്റമാണ് പഠിച്ചത്. ഹോൾ ബേസ് സിസ്റ്റം ഉണ്ട്, ഷാഫ്റ്റ് ബേസ് സിസ്റ്റം ഉണ്ട്. ഇവിടെ ഷാഫ്റ്റിന്റെ സൈസ് വേരി ചെയ്യുകയാണ്. ഹോളിന്റെ സൈസ് കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് ഷാഫ്റ്റിന്റെ സൈസ് വേരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിന് എന്ത് വിളിക്കുന്നു? വേരിയിങ് ദ സൈസ് ഓഫ് ഷാഫ്റ്റ്. ഷാഫ്റ്റിന്റെ സൈസ് വേരി ചെയ്തുകൊണ്ട് ഹോളിന്റെ സൈസ് അവിടെ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. അത്തരത്തിലുള്ള സിസ്റ്റത്തെ എന്താ വിളിക്കുക? എന്തായിരിക്കും? യെസ് ബിനീഷ കറക്റ്റ് ആണ്, ജിതിനെ കറക്റ്റ് ആണ്. അപ്പം എല്ലാവരും മനസ്സിലാക്കിയാൽ മതി. ദാറ്റ് ഈസ് ഹോൾ ബേസ് സിസ്റ്റം ആണ്. ഹോള് കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഷാഫ്റ്റിന്റെ സൈസ് വേരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഹോൾ ബേസ് സിസ്റ്റം ആണ്. അതുപോലെ അതാണ് ഷാഫ്റ്റിന്റെ സൈസ് കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് ഹോൾ ആണ് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഷാഫ്റ്റ് ബേസ് സിസ്റ്റം ആണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ രണ്ട് സിസ്റ്റമാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്നത് ഹോൾ ബേസ് സിസ്റ്റം ഉണ്ട്, ഷാഫ്റ്റ് ബേസ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഹോൾ ബേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹോള് കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട്, അല്ലെ, ഒരു പർട്ടിക്കുലർ ഹോള് കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് നമുക്ക് ആ ഹോളിന് ചേരുന്ന രീതിയിലുള്ള ഷാഫ്റ്റ് നമ്മൾ നിർമ്മിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട രണ്ട് പോയിന്റ്. ഒന്ന്, അതിനെയാണ് നമ്മൾ ഹോൾ ബേസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ ഡീവിയേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ H. അപ്പൊ ഹോൾ ആണെങ്കിൽ ക്യാപിറ്റൽ H, ഷാഫ്റ്റ് ആണെങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് അത് ചോദിച്ചിട്ടുണ്ട്. സ്മോൾ ആയിരിക്കും റെപ്രസെന്റ് ഷാഫ്റ്റ്, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും ഹോൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഡീവിയേഷൻ ശ്രദ്ധിക്കാൻ മതി. ലോവർ ഡീവിയേഷൻ ഓഫ് ദ ഹോൾ ഈസ് 0. ഹോൾ ബേസ് സിസ്റ്റത്തിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ 50 mm ഡയമീറ്റർ ഉള്ള ഒരു ഹോള് നിർമ്മിച്ചു. 50 mm ഡയമീറ്റർ ഉള്ള ഒരു ഹോള് നിർമ്മിച്ചു. ഈ 50 mm ഡയമീറ്റർ ഉള്ള ഹോള് നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഹോളിനെ 49 mm ആക്കാൻ പറ്റുമോ? 49 mm ആക്കാൻ പറ്റുമോ? ഇല്ല, ഇല്ലേ, നമുക്ക് പറ്റത്തില്ല. ഓൾറെഡി 50 mm ആയി കഴിഞ്ഞു, അതിന് 49 ആക്കാൻ പറ്റത്തില്ല. പക്ഷെ വേണമെങ്കിൽ എന്താക്കാൻ പറ്റും? 51 mm ഡയമീറ്റർ ഉള്ള ഹോൾ ആക്കാൻ പറ്റും, അല്ലെ? അത് പറ്റും. അപ്പോ ഈ പറയുന്ന ലോവർ ഡീവിയേഷൻ 49 mm പറ്റുമോ? ഇല്ല. ലോവർ ഡീവിയേഷൻ ഈസ് 0. ഏതിന്റെ കേസിലാണ്? ഹോൾ ബേസിസ് സിസ്റ്റത്തിൽ. ഓക്കെ, സോ ഹോൾ ബേസിസ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ലോവർ ഡീവിയേഷൻ ഈസ് 0. അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിനെ നമ്മൾ ബേസിക് ഹോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ബേസിക് ഹോൾ സൈസ് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഫൈൻ. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം. എ ബേസിക് ഷാഫ്റ്റ് വൺ ഹൂസ് ലോവർ ഡീവിയേഷൻ ഈസ് 0, അപ്പർ ഡീവിയേഷൻ ഈസ് 0, ലോവർ ആൻഡ് അപ്പർ ഡീവിയേഷൻ ഈസ് 0, നൺ ഓഫ് ദീസ്. ഏതായിരിക്കും? നമ്മൾ ബേസിക് യെസ്, ഓപ്ഷൻ ബി, അപ്പർ ഡീവിയേഷൻ ഈസ് 0. നമ്മൾ ഹോള് കണ്ടപ്പോൾ പറഞ്ഞു ഹോൾ ബേസ്, യെസ്, റൈറ്റ് ആൻസർ ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, രണ്ട് ടൈപ്പ് സിസ്റ്റം ആണ്. ഹോൾ ബേസിസ് സിസ്റ്റം ഉണ്ട്, ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം ഉണ്ട്. അപ്പൊ ബേസിക് ഷാഫ്റ്റ് സൈസ് ആണെന്നുണ്ടെങ്കിൽ ബേസിക് ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഷാഫ്റ്റ് ബേസ്ഡ് ആണ്. അപ്പൊ ഷാഫ്റ്റിന്റെ സൈസ് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഒരു ഷാഫ്റ്റ് ഉണ്ട്. എത്രയുണ്ട്? ഫോർ എക്സാമ്പിൾ 50 mm ആയിരിക്കട്ടെ. 50 mm ഡയമീറ്റർ ഉള്ള ഷാഫ്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും? 51 mm ആക്കാൻ പറ്റുമോ? 51 mm ആക്കാൻ പറ്റുമോ? 51 കിട്ടുമോ നമുക്ക്? ഇല്ല, അത് നമുക്ക് കുറയ്ക്കാനേ പറ്റൂ, കൂട്ടാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് 51 നമുക്ക് പോസിബിൾ അല്ല. ദാറ്റ് ഈസ് അപ്പർ ഡീവിയേഷൻ നമുക്ക് പോസിബിൾ അല്ല. അപ്പർ ഡീവിയേഷൻ ഈസ് 0.
അപ്പർ ഡീവിയേഷൻ ഈസ് 0. ലോവർ ഡീവിയേഷൻ നമുക്ക് പറ്റും, 49 ആക്കാൻ പറ്റും, 48 ആക്കാൻ പറ്റും, അങ്ങനെ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അതങ്ങനെ ഈ പറയുന്ന ലോവർ ഡീവിയേഷൻ നമുക്ക് അവിടെ എന്താണ് പോസിബിൾ ആണ്, അപ്പർ ഡീവിയേഷൻ 0 ആണ്. എന്നാൽ ബേസിക് ഹോൾ ആയിരുന്നുണ്ടെങ്കിൽ, ബേസിക് ഹോൾ ഷാഫ്റ്റ് വരെ ഹോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ എന്താണ് ലോവർ ഡീവിയേഷൻ ഈസ് 0 എന്നുള്ളതായിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ചോദ്യം ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കണം എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. സോ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സോ അപ്പർ ഡീവിയേഷൻ ഈസ് 0, റൈറ്റ് ആൻസർ ബി ആണ് കേട്ടോ. ഓക്കെ, മറ്റേ ചോദ്യം അപ്പൊ ഇവിടെ പറഞ്ഞത്രേ ഉള്ളൂ. അപ്പർ ഡീവിയേഷൻ ഫോർ ഷാഫ്റ്റ് സ്മോൾ ലെറ്റർ എച്ച് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഷാഫ്റ്റ് സിസ്റ്റം ആണെങ്കിൽ എച്ച്, ഹോൾ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, സ്മോൾ എച്ച് ആണ് ഇവിടെ ഷാഫ്റ്റ് ബേസ്ഡ് സിസ്റ്റം, ബേസിക് ഷാഫ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഷാഫ്റ്റ് ബേസിക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നായിരിക്കും എന്ത് അവിടെ വേരിയേഷൻസ് ഉണ്ടാവുക. അപ്പം അത് ലോവർ ഡീവിയേഷൻ ആയിരിക്കും പോകുന്നുണ്ടാവുക, അപ്പർ ഡീവിയേഷൻ പോകുന്നുണ്ടാവില്ല. ഓക്കെ, 0 സൈസ്. എന്നാൽ ഹോൾ ആണെന്നുണ്ടെങ്കിൽ 0 സൈസിൽ നിന്ന് മുകളിലേക്കായിരിക്കും, അതായത് അപ്പർ ഡീവിയേഷൻ ആയിരിക്കും അവിടെ പോകുന്നുണ്ടാവുക. ഓക്കെ, ലോവർ ഡീവിയേഷൻ 0 ആയിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് of the measured value of a certain quantity with the true value. Degree of closeness of the measured value of a certain quantity with its true value is known as. Degree of closeness എന്നറിയപ്പെടുന്ന ഏതാണ്? യെസ്, കറക്റ്റ് ആണ് വിനീഷ് ജിതിനെ. ദാറ്റ് ഈസ് ആക്യുറസി. അർജുൻ കറക്റ്റ് ആണ്, ആക്യുറസി തന്നെയാണ്. അപ്പൊ പ്രധാനമായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് ആക്യുറസി, എന്താണ് പ്രിസിഷൻ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഷാഫ്റ്റ് ഉണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഷാഫ്റ്റ് ഉണ്ട്. ഷാഫ്റ്റ് മെഷർ ചെയ്യാം. ഷാഫ്റ്റ് കറക്റ്റ് സൈസ് എന്ന് പറയുന്നത് 50 mm ആണ് ഇരിക്കട്ടെ. 50 mm ഡയമീറ്റർ ഉള്ള ഷാഫ്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ദാറ്റ് ഈസ് I1 ഇൻസ്ട്രുമെന്റ് 1 ഉണ്ട്, ഇൻസ്ട്രുമെന്റ് 2 ഉണ്ട്. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ ആ ഒരു മെഷർമെന്റ് എടുത്തു. മെഷർമെന്റ് എടുത്തപ്പോൾ ഈ 50 mm അടുത്തായിട്ട് തന്നെ കിട്ടുന്നു എല്ലായ്പ്പോഴും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് എന്താണ് പറഞ്ഞ രീതിയിൽ അത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ആ 50 mm അടുത്ത് തന്നെ എല്ലായ്പ്പോഴും ക്ലോസ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം അത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. എന്നാൽ ഈ ഒരു ഇൻസ്ട്രുമെന്റ്, രണ്ടാമത്തെ ഇൻസ്ട്രുമെന്റ് വെച്ച് നമ്മൾ മെഷർമെന്റ് എടുക്കുമ്പോഴെല്ലാം നമുക്ക് കിട്ടുന്നത് 49.8 ആണെന്ന് ഇരിക്കട്ടെ. നമ്മൾ മെഷർമെന്റ് എടുക്കുമ്പോഴെല്ലാം കിട്ടുന്നത് ദാറ്റ് ഈസ് റിപ്പീറ്റബിലിറ്റി ആണ്. സോ 49.8 ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ I2 അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻസ്ട്രുമെന്റ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻസ്ട്രുമെന്റ് 2 എന്ന് പറയുന്നത് അത് പ്രിസൈസ് ആയിരിക്കും. ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് റിപ്പീറ്റബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് പ്രിസിഷൻ ആണ്. എന്നാൽ ഇത്തരത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ആക്ച്വൽ ക്ലോസ്നെസ് ടു ദ മെഷേർഡ് വാല്യൂ, ക്ലോസ്നെസ് ടു ദ ആക്ച്വൽ ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്ത് പറയാം, അത് ആക്യുറസി എന്ന് പറയാം. അപ്പൊ ആക്യുറസി പ്രിസിഷൻ എന്താണെന്നുള്ള ബേസിക് ഡിഫറൻസ് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, ഫൈൻ, റൈറ്റ് ആൻസർ ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. സെൻസിറ്റിവിറ്റി ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വാല്യൂസ് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ നമ്മളെ സഹായിക്കുന്നതാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഒരു ഇൻസ്ട്രുമെന്റിന്റെ സെൻസിറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് മെഷർ ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ആ ഒരു ടേം അതാണ് ഉദ്ദേശിക്കുന്നത് സെൻസിറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട്. മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് മിനിമം ക്ലിയറൻസ്? മിനിമം ക്ലിയറൻസ്, അപ്പൊ ഒരു ഷാഫ്റ്റും ഹോളും നമ്മൾ മേറ്റ് ചെയ്യുന്ന സമയത്ത് മിനിമം ക്ലിയറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? ബേസിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ക്ലിയറൻസ് വളരെ കുറവായിരിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് പോകണം, പക്ഷെ ക്ലിയറൻസ് കുറവായിരിക്കണം. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് മാക്സിമം സൈസ് ഓഫ് ഷാഫ്റ്റും മിനിമം സൈസ് ഓഫ് ഹോളും ആയിരിക്കണം. കറക്റ്റ് അല്ലേ? ഒരു പോസിബിലിറ്റി അതല്ലേ? വലിയ ഷാഫ്റ്റും മിനിമം ഹോളും. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ ഉള്ളിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ ക്ലിയറൻസ് എങ്ങനെയായിരിക്കും? മിനിമം ക്ലിയറൻസ് ആയിരിക്കും അല്ലെ? മിനിമം ക്ലിയറൻസ് ആയിരിക്കും. അപ്പോൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം സൈസ് ഓഫ് ഷാഫ്റ്റ് ആൻഡ് മിനിമം സൈസ് ഓഫ് ഹോൾ, അങ്ങനെയല്ലേ നമുക്ക് ക്ലിയറൻസ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടാവുക? ഓപ്ഷൻ ഏതായിരിക്കും ഉത്തരം വരിക? ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം സൈസ് ഓഫ് ഹോൾ ആൻഡ് മിനിമം സൈസ് ഓഫ് ഷാഫ്റ്റ്, ഇതെന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ക്ലിയറൻസ് ആണ്. യെസ്, ഓപ്ഷൻ ഡി അല്ലേ?
മാക്സിമം ക്ലിയറൻസ്. ഓക്കെ, റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഡി ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ മിനിമം സൈസ് ഓഫ് ഹോൾ ആൻഡ് മാക്സിമം സൈസ് ഓഫ് ഷാഫ്റ്റ്. സോ അത്തരത്തിൽ ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, അവിടെ മിനിമം ക്ലിയറൻസ് അച്ചീവ് ചെയ്യുന്നുണ്ടാവുക. മിനിമം ക്ലിയറൻസ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ മിനിമം ക്ലിയറൻസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മിനിമം ഹോൾ ആൻഡ് മാക്സിമം ഷാഫ്റ്റ് അല്ലെ. മിനിമം ഹോളും മാക്സിമം ഷാഫ്റ്റ് മേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിയറൻസ് വളരെ കുറവായിരിക്കും. ക്ലിയറൻസ് കൂട്ടാൻ മാക്സിമം ക്ലിയറൻസ് കിട്ടണമെങ്കിലോ, ഇത് മിനിമം ക്ലിയറൻസ് അല്ലേ, മാക്സിമം ക്ലിയറൻസ് കിട്ടണമെങ്കിലോ, മാക്സിമം ക്ലിയറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ ഷാഫ്റ്റും വലിയ ഹോളും ആയിരിക്കണം അല്ലെ. ചെറിയ ഷാഫ്റ്റ് വലിയ ഹോളിലേക്ക് ഇടുമ്പോൾ ക്ലിയറൻസ് അത്രയും വലുതായിരിക്കും. അപ്പോൾ മിനിമം ഷാഫ്റ്റ് സൈസ് മൈനസ് മാക്സിമം അല്ലെങ്കിൽ മാക്സിമം എന്താണ് ഹോൾ സൈസ്, മാക്സിമം ഹോൾ സൈസ്, അതുപോലെ തന്നെ അതിനകത്തുനിന്ന് മിനിമം ഷാഫ്റ്റ്. അപ്പോൾ നമുക്ക് പറയാം അവിടെ മാക്സിമം ക്ലിയറൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി. അപ്പൊ മിനിമം ക്ലിയറൻസ്, മാക്സിമം ക്ലിയറൻസ്. നെക്സ്റ്റ്, the difference between the size of manufactured product and corresponding nominal size. The difference between size of manufactured product and corresponding nominal size. For example, നമ്മളുടെ option A allowance. Okay, the difference between the size of manufactured product and corresponding nominal size. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 50 mm നോമിനൽ സൈസ് ആണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ മെഷർ ചെയ്ത സമയത്ത് മെഷർ ചെയ്തപ്പോൾ ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 49 ഉള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാവുന്ന ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവിടെ എന്താണ് ഇവിടെ ഉണ്ടാവുന്ന ആക്ച്വൽ ഡീവിയേഷൻ, നമ്മൾ വിളിക്കുക ആക്ച്വൽ ഡീവിയേഷൻ ആണ്. അത്തരത്തിൽ അതായത് നമ്മുടെ മാനുഫാക്ചറിംഗ് ബന്ധപ്പെട്ട് മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് സൈസിനുണ്ടാവുന്ന വേരിയേഷൻ, അതിനെ വിളിക്കുന്ന പേര്, ഓൾറെഡി നമ്മൾ മാനുഫാക്ചർ ചെയ്തു, ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തു, അപ്പൊ അത് 49 ഉള്ളൂ, ആക്ച്വൽ അത്രേ ഉള്ളൂ. എന്നാൽ നോമിനൽ സൈസ് 50 ആണ്. അപ്പൊ നമുക്ക് അവിടെ ഉണ്ടാവുന്ന ഡീവിയേഷൻ നമുക്ക് എന്ത് വിളിക്കാം, ആക്ച്വൽ ഡീവിയേഷൻ എന്ന് വിളിക്കാം കേട്ടോ. ആക്ച്വൽ ഡീവിയേഷൻ ആണ് വിളിക്കുന്നുണ്ടാവുക. സോ അലവൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതാണ്. അലവൻസ് നമ്മൾ ഫിറ്റുമായി ബന്ധപ്പെട്ട നമ്മൾ കൊടുക്കുന്നതാണ് അലവൻസ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സൈസ് ഓഫ് മാനുഫാക്ചേർഡ് പ്രൊഡക്റ്റ് ആൻഡ് കറസ്പോണ്ടിങ് നോമിനൽ സൈസ് ഈസ് ടേംഡ് ആസ് ആക്ച്വൽ ഡീവിയേഷൻ. The size obtained after manufacturing is called actual size. നമുക്കറിയാം മാനുഫാക്ചർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആക്ച്വൽ സൈസ്. ഈ ആക്ച്വൽ സൈസ് എത്രത്തോളം വേരി ചെയ്യുന്നു വിത്ത് കറസ്പോണ്ടിങ് ബേസിക് സൈസ്, ഈ പറയുന്ന നമ്മുടെ നോമിനൽ സൈസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം അവിടെ ആക്ച്വൽ വേരിയേഷൻ ഉണ്ട് എന്നുള്ളതിനെ പറയുന്നതാണ് എന്താണ് ആക്ച്വൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇതിനെ ക്ലിയർ ആണോ? ആക്ച്വൽ ഡീവിയേഷൻ ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി. ആക്ച്വൽ ഡീവിയേഷൻ എന്ന് പറയുന്ന ഇത്തരത്തിൽ നമ്മൾ മെഷർമെന്റ് എടുത്തു, പക്ഷെ ആക്ച്വലി നോമിനൽ സൈസ് ഉണ്ടായിരുന്നു, പക്ഷെ മാനുഫാക്ചർ ചെയ്തപ്പോൾ മാറി. അപ്പോൾ ആക്ച്വലി വന്നപ്പോൾ എന്താണ് വേരിയേഷൻ വന്നു. ആ ഡിഫറൻസിനാണ് നമ്മൾ ആക്ച്വൽ ഡീവിയേഷൻ, അവിടെ ഉണ്ടാവുന്ന ഡീവിയേഷൻ. ഓക്കെ, മറ്റൊരു ചോദ്യം. The relation between mating parts in an assembly is termed as. The relation between mating parts തമ്മിലുള്ള റിലേഷൻ എന്താ വിളിക്കാം? ഓപ്ഷൻ എ കൈനമാറ്റിക് പെയർ, ഓപ്ഷൻ ബി ജോയിന്റ്, ഓപ്ഷൻ സി മെക്കാനിസം, ഓപ്ഷൻ ഡി ഫിറ്റ്. റൈറ്റ് ആൻസർ ആണ് ഫിറ്റ്. ഫിറ്റ് ആണെന്ത് റിലേഷൻ ബിറ്റ്വീൻ മേറ്റിംഗ് പാർട്സ് ഇൻ ആൻ അസംബ്ലി. ഒരു അസംബ്ലി ചെയ്യുന്ന സമയത്ത് മേറ്റിംഗ് പാർട്സുകൾ തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഫിറ്റ്. അപ്പൊ ആ ഫിറ്റ് ആണ് നമ്മൾ ഇന്റർഫറൻസ് ഫിറ്റ്, ക്ലിയറൻസ് ഫിറ്റ്, ട്രാൻസിഷൻ ഫിറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചത്. ബേസിക് ആയിട്ട് 3 തരത്തിലുള്ള ഫിറ്റ് ആണുള്ളത്. ഓക്കെ, ഡിഗ്രി ഓഫ് ടൈറ്റ്നസ് ഓർ ലൂസ്നെസ് ബിറ്റ്വീൻ 2 മേറ്റിംഗ് പാർട്ട്, ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ. ഡിഗ്രി ഓഫ് ടൈറ്റ്നസ് അനീഷിന് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡിഗ്രി ഓഫ് ടൈറ്റ്നസ് ഓർ ലൂസ്നെസ് ബിറ്റ്വീൻ ദ 2 മേറ്റിംഗ് പാർട്സ് ആണ് നമുക്ക് കറസ്പോണ്ടിങ് ടൈറ്റ്, ദാറ്റ് ഈസ് ഫിറ്റ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അത് ക്ലിയർ എന്ന് വിചാരിക്കുന്നു. മേറ്റിംഗ് പാർട്ട് തമ്മിൽ ഉണ്ടാവുന്ന ഡിഗ്രി ഓഫ് ടൈറ്റ്നസ് അല്ലെങ്കിൽ ലൂസ്നെസ്സിനെ നമ്മൾ എന്താ വിളിക്കുക? ഫിറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം. When tolerance is given on one side of basic size, it is called option A bilateral tolerance, option B upper deviation, option C unilateral tolerance, option D tolerance system. Yes, സംശയമൊന്നും വേണ്ട, അത് യൂണിലാറ്ററൽ ടോളറൻസ് ആണ്. അപ്പൊ ടോളറൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ 50 ± 2 mm എന്നിരിക്കട്ടെ, ഇതെന്ന് പറയുന്നത് നമുക്കറിയാം ബൈലാറ്ററൽ ആണ്.
ലാറ്ററൽ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടത്തെ നമുക്കറിയാം 48 mm വരുന്നുണ്ടാകും, അതുപോലെ തന്നെ 52 mm വരുന്നുണ്ടാകും. ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 48, അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 52. അപ്പൊ ടോട്ടൽ ടോളറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം 4. ടോളറൻസിന്റെ വാല്യൂ വരുന്നത് 4 mm ആണ്. ഓക്കെ, എന്നാൽ നമുക്കറിയാം 50 പ്ലസ് 2 എന്ന് മാത്രമായിക്കട്ടെ, പ്ലസ് ഓർ മൈനസ് ഇല്ല അല്ലെ, +2, അപ്പം +0.00 2.0 എന്നിരിക്കട്ടെ. അപ്പൊ അത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ, കൂടുന്നേ ഉള്ളൂ, കുറയുന്നില്ല. ഓക്കെ, സാധാരണഗതിയിൽ ഷാഫ്റ്റിന്റെ കേസിൽ നമുക്ക് പറയാം, എന്താണ്, സോറി, ഹോളിന്റെ കേസിൽ നമുക്ക് പറയാം ഇത്തരത്തിൽ നമ്മൾ എന്താണ് 50 നിന്നും വലുതായി വരുന്നുണ്ടാവും, 50 താഴേക്ക് പോവില്ല. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ യൂണിലാറ്ററൽ എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞ 50 മൈനസ് എന്താണ് -2 -0.00 അങ്ങനെ എന്തെങ്കിലും മൈനസ് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് യൂണിലാറ്ററൽ എന്ന് പറയാം. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ യൂണിലാറ്ററൽ, 2 ഡയറക്ഷനിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ബൈലാറ്ററൽ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ യൂണിലാറ്ററൽ ആകുമ്പോൾ ഇത്തരത്തിൽ ഒരു സൈഡിലേക്ക് മാത്രമാണെന്നുണ്ടെങ്കിലാണ് യൂണിലാറ്ററൽ. ടോളറൻസ് നമുക്കറിയാം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് ആണ് ടോളറൻസ് എന്ന് പറയുന്നത്. പലപ്പോഴും ചോദിക്കാറുണ്ട് ടോളറൻസ്. ഓക്കെ, ഫൈൻ, ക്ലിയർ ആയിരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, എ ബേസിക് ഹോൾ മീൻസ്, പെട്ടെന്ന് പറഞ്ഞേ, ബേസിക് ഹോൾ മീൻസ് ലോവർ ഡീവിയേഷൻ ആണോ അപ്പർ ഡീവിയേഷൻ ആണോ? 0, എ ബി. അതിനകത്ത് ഏതായിരിക്കും ഓപ്ഷൻ വരിക? എയിലും ബിയിലും ഏതായിരിക്കും ഉത്തരം വരിക? A whole, basic whole means upper deviation is 0, lower deviation is 0. Option A, B. അതിനകത്ത് ഏതാ ഉത്തരം വരിക? Yes, lower deviation is 0. Right answer ആണ്. That is basic size. Lower deviation is 0 for whole basis system. Okay. മറ്റു ചോദ്യം നോക്കി. A shaft size 38 plus or minus 0.03, 0.01 mm made with a hole of size 38 plus 0.02 minus 0.01 mm. The maximum interference in an assembly. Maximum interference കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെ, മാക്സിമം ഇന്റർഫറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചെറിയ ഹോളും വലിയ ഷാഫ്റ്റും ആയിരിക്കണം. അപ്പോൾ ഇതിൽ മാക്സിമം ഇന്റർഫറൻസ് കിട്ടണമെങ്കിൽ മാക്സിമം സൈസ് ഓഫ് ഷാഫ്റ്റ് മൈനസ് എന്തായിരിക്കും? മിനിമം സൈസ് ഓഫ് ഹോൾ. ചെറിയ ഹോളും വലിയ ഷാഫ്റ്റും തമ്മിലാണ് മിക്കപ്പോഴും എന്താണ് മാക്സിമം ഇന്റർഫറൻസ് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഷാഫ്റ്റിന്റെ സൈസ് തന്നിട്ടുണ്ട് 38 പ്ലസ് 0.03. അപ്പൊ ഷാഫ്റ്റിന്റെ മാക്സിമം സൈസ് എന്ന് പറയാൻ അപ്പർ ലിമിറ്റ് എത്രയാണ്? അപ്പൊ 38.03 mm ആണ് ഷാഫ്റ്റിന്റെ മാക്സിമം സൈസ്. ഷാഫ്റ്റിന്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത്. ഇനി എന്റെ നമുക്കറിയാം ഹോൾ സൈസ് തന്നിട്ടുണ്ട് അല്ലെ, 38 പ്ലസ് ഓർ മൈനസ് 0.02 മൈനസ് 0.01. അപ്പൊ ഹോളിന്റെ ഏറ്റവും ചെറിയ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹോളിന്റെ ഏറ്റവും ചെറിയ സൈസ് റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും നമുക്കറിയാം അവിടെ നിന്നും -0.01 അല്ലെ, 38 നിന്ന് -0.01 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 37.01 അല്ലെ, 99 mm കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഓക്കെ, 13 അല്ലെ, 13.9 പോയ 4 തരത്തിൽ 9.0 അല്ലെ, 0.00. യെസ്, ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആണ്. ഓപ്ഷൻ സി 0.04 mm ആണ്. ഇങ്ങനൊരു ചോദ്യം വരാം ഇത്തരത്തിൽ. ആ ഒരു ഇന്റർഫറൻസ്, മാക്സിമം ഇന്റർഫറൻസ് കണ്ടുപിടിക്കുക, മിനിമം ഇന്റർഫറൻസ് കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ ചോദ്യം വരാം. അപ്പൊ അത് നമ്മുടെ ഈ ടോളറൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മെഷർമെന്റുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മാക്സിമം സൈസ് ഓഫ് ഷാഫ്റ്റ് കണ്ടുപിടിക്കുക, മിനിമം സൈസ് ഓഫ് ഹോൾ. ഇന്റർഫറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാക്സിമം സൈസ് ഓഫ് ഷാഫ്റ്റും മിനിമം സൈസ് ഓഫ് ഹോളും ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉത്തരം നമുക്ക് 0.04 mm ആണ്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെ. നോക്കി, ഫൈൻഡ് ദ മാക്സിമം ക്ലിയറൻസ്. ഇവിടെ മാക്സിമം ക്ലിയറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ ഇന്റർഫറൻസ് ആയിരുന്നു. ക്ലിയറൻസ് കിട്ടണം, മാക്സിമം ക്ലിയറൻസ് കിട്ടണമെങ്കിൽ എന്തായിരിക്കും? ഷാഫ്റ്റ് ചെറുതായിരിക്കണം അല്ലെ, മിനിമം ഷാഫ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, മിനിമം സൈസ് ഓഫ് ഷാഫ്റ്റ്. അതുപോലെ തന്നെ
മാക്സിമം ഹോൾ സൈസ് മെയിൻറ്റെയിൻ ചെയ്യുക. മിനിമം സൈസ് ഓഫ് ഷാഫ്റ്റും മാക്സിമം ഹോൾ സൈസ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി. 27 ഹോൾ സൈസ് നോക്കി 27 പ്ലസ് ആണല്ലേ, യൂണിലാറ്ററലാണ് കൊടുത്തേക്കുന്നത് 0002. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഹോൾ സൈസ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 27.02 mm ആണ് മാക്സിമം ഹോൾ. ഇത്രയും വലിയ ഹോളുണ്ട്. ഇനി ഏറ്റവും ചെറിയ ഷാഫ്റ്റ് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കണം. ഏറ്റവും ചെറിയ ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ 27 നമുക്ക് എന്താണ് 0.025 കുറയ്ക്കേണ്ടതായിട്ടുണ്ട്, ഏറ്റവും ചെറിയ ഷാഫ്റ്റ്. അപ്പൊ നമുക്ക് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 26.97.25 അല്ലേ, 0.25 ഓക്കെ mm വരും. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ബേസിക്കലി എന്ത്, നമ്മളുടെ ആ ഒരു മിനിമം ക്ലിയറൻസ് മാക്സിമം ക്ലിയറൻസ് എന്ന് പറയുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് 27.02 നിന്നും 26.975 കുറയ്ക്കുക. അപ്പൊ നമുക്കറിയാം 15/5 ഇവിടെ നോക്കി 12 ആണ്. അപ്പോൾ 7 കറസ്പോണ്ടിങ് 4 വരുന്നുണ്ടാകും. ഓക്കെ, ദെൻ 0.4 കറക്റ്റ് അല്ലേ? ഓപ്ഷൻ ഡി, യെസ്, റൈറ്റ് ആൻസർ ആണ്. 0.045 mm ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് വരും. അപ്പൊ അത് ക്ലിയർ ആക്കി വെക്കുക. 0.045 mm ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, ദ ലോവർ ലിമിറ്റ് ഓഫ് എ ഡയമെൻഷൻ സ്റ്റേറ്റഡ് ആസ് 25h7 ഇൻ എ ഡ്രോയിങ്. അപ്പോൾ ഇത്തരത്തിൽ ലോവർ ലിമിറ്റ് ഓഫ് ഡയമെൻഷൻ എത്രയാണ് ഈ പറയുന്ന ഡ്രോയിങ്ങിനകത്ത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്? 25h7 എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലോവർ ഡീവിയേഷൻ എത്രയെന്നുള്ളതാണ് ചോദ്യം. എച്ച് ക്യാപിറ്റൽ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അത് ഹോൾ ബേസിസ് സിസ്റ്റം ആണ്. ഹോൾ ബേസിസ് സിസ്റ്റത്തിന്റെ ലോവർ ഡീവിയേഷൻ വാല്യൂ എത്രയാണ്? 0 ആണ്. 0. ദാറ്റ് മീൻസ് അവിടെ എന്താണ്? യെസ്, ഓപ്ഷൻ ഡി 25 mm തന്നെയായിരിക്കും. സോ ലോവർ ലിമിറ്റ് ഓഫ് ഡയമെൻഷൻ ഇങ്ങനെയും നമുക്ക് വേണം ചോദിക്കാം. അപ്പൊ മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് ഹോൾ ബേസിസ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ലോവർ ഡീവിയേഷൻ 0 ആണ്, അവിടെ വേരിയേഷൻ വരുന്നുണ്ടാവില്ല. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ 25 mm ഡയമീറ്റർ ഉള്ള ഹോൾ നമ്മൾ ഡ്രിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 24 mm ആക്കാൻ പറ്റുമോ? ഇല്ല. അത് ലോവർ ഡീവിയേഷൻ ഇല്ല, ഇപ്പോൾ 25 തന്നെയാണ്. അപ്പർ ഡീവിയേഷൻ കൂട്ടും. ഇത്തരത്തിൽ നമുക്ക് എന്താണ് 26 mm ഡയമീറ്റർ ആക്കിയിട്ടുള്ള ഹോളിനെ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ജസ്റ്റ് അങ്ങനെ ഓർത്തിരുന്നാൽ മതി. 25 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് സെന്റർ ഈസ് പർട്ടിക്കുലർലി സ്യൂട്ടബിൾ ഫോർ ടേപ്പർ ടേണിംഗ്? നമ്മൾ ടേപ്പർ ടേണിംഗ് ചെയ്യുന്ന സമയത്ത്, ടേപ്പർ ടേണിംഗ് അറിയാലോ, പ്രത്യേകിച്ച് നമ്മൾ പറയുക ടേപ്പർ ടേണിംഗ് ദാറ്റ് ഈസ് ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ടേപ്പർ ടേണിംഗിനകത്ത് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക? യെസ്, റൈറ്റ് ആൻസർ ബോൾ സെന്റർ. സംശയമൊന്നും വേണ്ട. അപ്പൊ ബോൾ സെന്റർ ആണ് നമ്മൾ പൊതുവെ ടേപ്പർ ടേണിംഗ് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഹാഫ് സെന്റർ എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹാഫ് സെന്റർ നമ്മൾ ഫേസിങ്ങിനാണ് നമ്മൾ ഹാഫ് സെന്റർ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. ഹാഫ് സെന്റർ ഫേസിംഗ് ആണ് കേട്ടോ. ഫൈൻ. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ബോൾ സെന്റർ ഇസ് എസ്പെഷ്യലി യൂസ്ഡ് ഫോർ ടേപ്പർ ടേണിംഗ് ബൈ ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ്. ഓക്കെ, അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. റിവോൾവിംഗ് സെന്റർ എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻ ഒക്കെയാണ് റിവോൾവിംഗ് സെന്റർ, ഫ്രിക്ഷൻ കുറവായിരിക്കും. പൈപ്പ് സെന്റർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്യൂബ് പൈപ്പ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ പാർട്സ് ഓഫ് ഫിക്സഡ് റെസ്റ്റ്? ഫിക്സഡ് റെസ്റ്റിന്റെ പാർട്സുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ അഡ്ജസ്റ്റബിൾ പാഡ്, ഓപ്ഷൻ ബി ലോക്കിംഗ് സ്ക്രൂ, ഓപ്ഷൻ സി ബെയറിംഗ് പാഡ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. റെസ്റ്റിന്റെ ഫിക്സഡ് റെസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഫോളോവർ റെസ്റ്റ് ഉണ്ട്, ഫിക്സഡ് റെസ്റ്റ് ഉണ്ട്. യെസ്, ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി അബോവ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്തുള്ള കമ്പോണന്റുകളാണ്. അഡ്ജസ്റ്റബിൾ പാഡ്, ലോക്കിംഗ് സ്ക്രൂ ഉണ്ട്, ബെയറിംഗ് പാഡ് ഉണ്ട്. റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഡി. മറ്റൊരു ചോദ്യം, വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് ഓൾസോ നോൺ ആസ് ട്രാവലിംഗ് സ്റ്റഡി? ട്രാവലിംഗ് സ്റ്റഡി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫിക്സഡ് സ്റ്റഡി ഉണ്ട്, ഫോളോവർ സ്റ്റഡി ഉണ്ട്, ഫിക്സഡ് റെസ്റ്റ്, ഫോളോവർ റെസ്റ്റ്, ബോത്ത്, നൺ ഓഫ് ദി അബോവ്. യെസ്, ഓപ്ഷൻ ഡി ആണ്. ഇപ്പോൾ ഫോളോവർ റെസ്റ്റ് ആണ്, ഫോളോവർ റെസ്റ്റ്. അപ്പോൾ പ്രധാനമായിട്ടും അതുപോലെ ഫോളോവർ റെസ്റ്റും ഉണ്ട്, ഫിക്സഡ് സ്റ്റഡി റെസ്റ്റ് ഉണ്ട് അല്ലെ. ഫോളോവർ റെസ്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്റ്റഡി അല്ലെങ്കിൽ ട്രാവലിംഗ് സ്റ്റഡി എന്നറിയപ്പെടുന്നത്. യെസ്, റൈറ്റ് ആൻസർ ആണ്. മറ്റൊരു ചോദ്യം, ദ ലെങ്ത് ആൻഡ് ക്രോസ് സെക്ഷൻ ഓഫ് ടൂൾ ഡിപ്പെൻഡ്സ് അപ്പോൺ. നമ്മൾ യൂസ് ചെയ്യുന്ന length and cross section of tool depends upon option A capacity of machine, option B type of tool post, option C nature of operation, option D all of the above. Yes, സംശയമൊന്നും വേണ്ട, all of the above അല്ലെ. ഇത്തരത്തിൽ നമ്മളൊരു ടൂൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടൂൾ നമ്മളുടെ മെഷീനിൽ കപ്പാസിറ്റിയുമായിട്ട് ഓക്കെ ആണോ നോക്കണം. നമ്മൾ ഉപയോഗിക്കേണ്ട ടൂൾ പോസ്റ്റിനകത്ത് അത് കൃത്യമായിട്ട് ഫിറ്റ് ആവുന്നത് നമ്മൾ നോക്കണം. നമ്മൾ ഏത് ഓപ്പറേഷൻ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചുള്ള ടൂൾ സെലക്ട് ചെയ്യാം.
സോ ഈ പറയുന്ന ലെങ്ത് ക്രോസ് സെക്ഷൻ ഓഫ് എ ടൂൾ ഒക്കെ നമ്മൾ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. മറ്റു ചോദ്യം, ദ ഡ്രൈവിംഗ് പ്ലേറ്റ് ആർ യൂസ്ഡ് ഫോർ. ഡ്രൈവിംഗ് പ്ലേറ്റ്, ഇത്തരത്തിലുള്ള ഒരു പ്ലേറ്റ് ഉണ്ടല്ലേ, ഇത്തരത്തിലുള്ള ഒരു പ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഡ്രൈവിംഗ് പ്ലേറ്റ് ആണ് വിളിക്കുക. സോ അതിനകത്തൊരു പിന്നൊക്കെ, ഡ്രൈവിംഗ് പിന്നൊക്കെ ഉണ്ടാവും ഇങ്ങനെ. അപ്പോൾ ഡ്രൈവിംഗ് പ്ലേറ്റ് ആർ യൂസ്ഡ് ഫോർ ഓപ്ഷൻ എ മൗണ്ടിങ് ഫിക്സ്ചേഴ്സ് വിത്ത് വർക്ക് പീസ്, ഫേസിംഗ് ഓപ്പറേഷൻ ഉള്ളി, റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ബിറ്റ്വീൻ സെന്റേഴ്സ്, ഇന്റേണൽ ത്രെഡ് കട്ടിംഗ് ഉള്ളി. യെസ്, റൈറ്റ് ആൻസർ ആണ് റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ബിറ്റ്വീൻ സെന്റേഴ്സ് അല്ലെ. നമുക്കറിയാം ഡ്രൈവിംഗ് പ്ലേറ്റ് അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ഓക്കെ, ഡ്രൈവിംഗ് പ്ലേറ്റ് എന്ന് വിളിക്കാം. ഓക്കെ ഫൈൻ, ഡ്രൈവിംഗ് പ്ലേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഓക്കെ, ഡ്രൈവിംഗ് പ്ലേറ്റ്, ക്യാച്ച് പ്ലേറ്റ് ഒക്കെയാണ് ഉള്ളത്. നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡ്രൈവിംഗ് പ്ലേറ്റ് പ്രധാനമായിട്ട് നമ്മൾ ഇത്തരത്തിൽ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ബിറ്റ്വീൻ സെന്റേഴ്സ് ആണ് നമ്മൾ ഉത്തരമായിട്ട് വരാം കേട്ടോ. ഓക്കെ ഫൈൻ. യെസ്, ഈ ചിത്രത്തിൽ കാണുന്ന നമ്മുടെ ഡ്രൈവിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത്. സോ ഡ്രൈവിംഗ് പിൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ടൈലൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ട് എന്താണ് ഇത്തരത്തിൽ ആ ഒരു ലോക്ക് ചെയ്തിട്ടായിരിക്കും ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഡ്രൈവ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. മറ്റു ചോദ്യം, ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് ലെയ്ത്ത് സെന്റർ ഇസ് ജനറലി. ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് ലെയ്ത്ത് സെന്റർ, ലെയ്ത്ത് സെന്റർ, യെസ് റൈറ്റ് ആൻസർ 60 ഡിഗ്രി. ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് ലെയ്ത്ത് സെന്റർ 60 ഡിഗ്രി. ഓക്കെ ഫൈൻ. അപ്പൊ ശ്രദ്ധിച്ചാൽ മതി, സാധാരണഗതിയിൽ 60 ഡിഗ്രി ആണ്. പക്ഷെ ഹെവി വർക്ക്, ഹെവി ഡ്യൂട്ടി ആയിട്ടൊക്കെ ഉള്ളത് 75 ഡിഗ്രി നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യാറുണ്ട്. ജസ്റ്റ് ഓർത്താൽ മതി. സോ നോർമലി അത് ഇൻക്ലൂഡ് ആംഗിൾ ചോദിക്കുന്ന സമയത്ത് 60 തന്നെ കൊടുത്താൽ മതി. ഹെവി വർക്ക് എന്നൊക്കെ എടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 75 കൊടുക്കാം. മറ്റു ചോദ്യം, സ്റ്റഡി റെസ്റ്റ് ഹാസ് ഗോട്ട് 3 സ്ക്രൂ ടൈപ്പ് ജോസ് വിച്ച് ആർ പ്ലേസ്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ്. ഈ പറയുന്ന 3 സ്ക്രൂസ് നമ്മൾ സ്റ്റഡി റെസ്റ്റിൽ കൊടുക്കാറുണ്ട്. അതിന്റെ ആംഗിൾ എങ്ങനെയായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്? 120 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 60 ഡിഗ്രി. സ്റ്റഡി റെസ്റ്റ് ഹാസ് ഗോട്ട് 3 സ്ക്രൂ ടൈപ്പ് ജോസ്. 3 സ്ക്രൂ ടൈപ്പ് ജോ അവൈലബിൾ ആണ്. അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? പ്ലേസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ പറഞ്ഞ രീതിയിൽ ചിത്രത്തിൽ നോക്കണോ? ഓക്കെ, ഈ പറഞ്ഞ രീതിയിൽ 3 സ്ക്രൂസ് എങ്ങനെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്? അപ്പൊ അങ്ങനെ വരും പ്രണവേ. ഈ സ്ക്രൂസേ ഫിക്സ് ചെയ്തേക്കുന്നത് ഏത് ഡിഗ്രിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്? ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? അല്ലെങ്കിൽ ഈ പറയുന്ന മൊത്തത്തിലുള്ള 360 അല്ലേ, 360 ഡിവൈഡ് ബൈ 3 ചെയ്ത് നോക്കി. യെസ്, 120. അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി. 120 ഡിഗ്രിയിലായിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക, വിട്ടുപോയത്. ഓക്കെ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ ചിത്രത്തിനകത്ത് നമുക്ക് കിട്ടിയല്ലേ, ചിത്രത്തിൽ 120 ഡിഗ്രിയിലായിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഫേസ് പ്ലേറ്റ് കൺസിസ്റ്റ് ഓഫ് എ സർക്കുലർ ഡിസ്ക് വിത്ത് റേഡിയൽ ഡാഷ്. ഓപ്ഷൻ എ ടി സ്ലോട്ട്, ഓപ്ഷൻ ബി യു സ്ലോട്ട്, ഓപ്ഷൻ സി വി സ്ലോട്ട്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ഫേസ് പ്ലേറ്റ്, ഫേസ് പ്ലേറ്റ് ഏത് സ്ലോട്ടാണുള്ളത്? ടി സ്ലോട്ട് ആണോ, യു സ്ലോട്ട് ആണോ, വി സ്ലോട്ട് ആണോ, ഓൾ ഓഫ് ദി അബോവ് ആണോ? ആലോചിച്ച് നോക്കിയേ. ഫേസ് പ്ലേറ്റ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ്. ഇറഗുലർ ഷേപ്പ് ഒക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഫേസ് പ്ലേറ്റ്. ഫേസ് പ്ലേറ്റിനകത്തൊരു സ്ലോട്ട് ഉണ്ടാവും, റേഡിയൽ ആയിട്ടുള്ള സ്ലോട്ടുകളുണ്ട്. അത് ഏത് ടൈപ്പ് സ്ലോട്ടുകളാണ്? ടി സ്ലോട്ട് ആണോ, യു സ്ലോട്ട് ആണോ, വി സ്ലോട്ട് ആണോ? അപ്പോൾ ഓൾ ഓഫ് ദി അബോവ് ആണ്. ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരാ, നമ്മൾ ആലോചിക്കുക. വേഗം ഉത്തരം പറഞ്ഞു. യെസ്, ഓപ്ഷൻ ബി യു സ്ലോട്ട്. യു സ്ലോട്ട് അല്ല, ശ്രദ്ധിക്കുക, ടി സ്ലോട്ട് ആണ്. യു സ്ലോട്ട് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാച്ച് പ്ലേറ്റിലാണ്. ക്യാച്ച് പ്ലേറ്റിലാണ് യു സ്ലോട്ട് വരുന്നത് കേട്ടോ. അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്, കൺഫ്യൂഷൻ ആവരുത്. ടി സ്ലോട്ട്സ് ആർ പ്രൊവൈഡഡ് ഇൻ ഫേസ് പ്ലേറ്റ്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ, നമുക്കറിയാം ഇങ്ങനെ ഒരു സ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ടാവും. അത് എന്തുവാണ്? അത് റേഡിയൽ ആയിട്ട് ടി സ്ലോട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ടി ബോൾട്ട് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്ലാമ്പ് ചെയ്യും. ടി ബോൾട്ട് ഇട്ട് നമ്മൾ ക്ലാമ്പ് ചെയ്യുന്നുണ്ടാകും. സോ നമ്മൾ വർക്കൊക്കെ ക്ലാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഫേസ് പ്ലേറ്റ് കൺസിസ്റ്റ് ഓഫ് എ സർക്കുലർ ഡിസ്ക് വിത്ത് റേഡിയൽ ടി സ്ലോട്ട്. റേഡിയൽ ടി സ്ലോട്ട്. അപ്പൊ എവിടെയാണ് യു സ്ലോട്ട്? അപ്പം വിനീഷ് പറഞ്ഞ പോലെ യു സ്ലോട്ട് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യാച്ച് പ്ലേറ്റിലാണ്. ക്യാച്ച് പ്ലേറ്റിലാണ് നമുക്ക് ഇത്തരത്തിൽ എവിടെ ആയിരിക്കും ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഇങ്ങനെയുള്ള ഒരു പ്ലേറ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. ഇങ്ങനെയുള്ള പ്ലേറ്റ് ആണ് ഇരിക്കട്ടെ. അത് ഇവിടെ ഇങ്ങനെ ഒരു യു സ്ലോട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ആ ടൈലിന്റെ ഒക്കെ ബെൻഡ് ഉള്ളിലേക്ക് കടത്തി വെക്കാൻ വേണ്ടിയിട്ട് ആ ചിത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അത്തരത്തിലാണ് ക്യാച്ച് പ്ലേറ്റിലാണ് യു സ്ലോട്ട് വരുന്നുണ്ടാവുക, നമ്മളുടെ ഫേസ് പ്ലേറ്റിൽ ടി സ്ലോട്ടും വരുന്നുണ്ടാവുക.
സോ ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, ഓർത്തിരിക്കുക കേട്ടോ. ഇനിഷ്യ ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ ഉത്തരം എന്താ? ഫേസ് പ്ലേറ്റിൽ നമുക്കറിയാം സർക്കുലർ ഡിസ്ക് ആണ് വിത്ത് റേഡിയൽ ടി സ്ലോട്ട്. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം, സ്റ്റഡി റെസ്റ്റ് എവിടെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക? സ്റ്റഡി റെസ്റ്റ് എവിടെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക? ഫിക്സ്ഡ് ഓൺ ബെഡ് ആണോ, ടൂൾ പോസ്റ്റ് ആണോ, സാഡിൽ ആണോ, കോമ്പൗണ്ട് റെസ്റ്റ് ആണോ? സ്റ്റഡി റെസ്റ്റ് യെസ്, റൈറ്റ് ആൻസർ ബെഡ്. സ്റ്റഡി റെസ്റ്റ് ആർ ഫിക്സ്ഡ് ഓൺ ബെഡ്. ബെഡിലായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ലെയ്ത്ത് ബെഡ് ബേസിലായിരിക്കും സ്റ്റഡി റെസ്റ്റ് ഇത്തരത്തിൽ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി, സ്റ്റഡി റെസ്റ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ബെഡിലാണ്. മറ്റു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ടൈപ്പ് ഓഫ് ലെയ്ത്ത് കാരിയർ എൻഗേജസ് ഇൻ ടു യു സ്ലോട്ട് ഓഫ് ക്യാച്ച് പ്ലേറ്റ്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാച്ച് പ്ലേറ്റിലാണ് യു സ്ലോട്ട് ഉള്ളത്. ഈ യു സ്ലോട്ടിലേക്ക് നമ്മൾ എൻഗേജ് ചെയ്യുന്ന ഏത് ടൈപ്പ് കാരിയർ, ലെയ്ത്ത് കാരിയർ അല്ലെങ്കിൽ ലെയ്ത്ത് ഡോഗ് എന്ന് പറയാറുണ്ട്, അത് ഏത് ടൈപ്പ് എന്നാണ് ചോദ്യം. യെസ്, റൈറ്റ് ആൻസർ ആണ് ബെൻഡ് ടൈപ്പ് അല്ലെ. ബെൻഡ് ടെയിൽഡ് ടൈപ്പ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ക്യാച്ച് പ്ലേറ്റിലെ യു സ്ലോട്ടിലേക്ക് നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഡ്രൈ പ്ലേറ്റ് അല്ല, ക്യാച്ച് പ്ലേറ്റ്. അപ്പൊ ക്യാച്ച് പ്ലേറ്റ് നോക്കി, ക്യാച്ച് പ്ലേറ്റിന്റെ ഇവിടെ ഒരു യു സ്ലോട്ട് ഉണ്ട്. ഫിനിഷിന് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഫിനിഷിന് ക്ലിയർ അല്ലേ? ക്യാച്ച് പ്ലേറ്റിന്റെ യു സ്ലോട്ട് ഉണ്ട്. ആ യു സ്ലോട്ടിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഈ പറഞ്ഞ ടെയില്, ഇതാണ് നമ്മൾ ടെയിൽ എന്ന് പറയുന്നത്. ടെയില് വിത്ത് ബെൻഡ്, അതാണ് ബെൻഡ്. ഇതാണ് ഈ ഒരു പോർഷൻ ബെൻഡ് ഉണ്ടാകും, ആ ബെൻഡ് ഉള്ളിലേക്ക് കടത്തി വെക്കുന്നുണ്ടാകും. അപ്പൊ ബെൻഡ് ടെയിൽ കാരിയർ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ പറയുന്ന രണ്ട് സെന്റേഴ്സുകൾക്കിടയിൽ നമ്മൾ ആ വർക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ വർക്കിന് ഒരു പോസിറ്റീവ് ഡ്രൈവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്കിലേക്ക് നമ്മളെ ടെയില് ക്ലാമ്പ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ പറയുന്ന ബെൻഡ് പോർഷൻ നമ്മുടെ ക്യാച്ച് പ്ലേറ്റിലേക്ക്, ആ യു സ്ലോട്ടിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനെ നമുക്കൊരു പോസിറ്റീവ് ഡ്രൈവ് കിട്ടും. ഇനി നമുക്ക് ആ ഒരു യു പോർഷൻ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ടെയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഡ്രൈവിംഗ് പ്ലേറ്റിലേക്ക് തട്ടിയിരുന്നിട്ടായിരിക്കും നമുക്ക് പോസിറ്റീവ് ഡ്രൈവ് കിട്ടുന്നുണ്ടാവുക. സോ ഇത് സ്ട്രൈറ്റ് ടെയില്, ബെൻഡ് ടെയില്. ഓക്കെ, രണ്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം, എ ഫേസ് പ്ലേറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടേണിംഗ്. ഫേസ് പ്ലേറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടേണിംഗ് റെഗുലർ ഷേപ്ഡ് വർക്ക്, ഇറഗുലർ ഷേപ്ഡ് വർക്ക്, ഫ്ലാറ്റ് ജോബ്, നൺ ഓഫ് ദി അബോവ്. A face plate is used for turning regular shaped job, irregular shaped job, flat job, none of them. Yes, right answer എന്താണ്? Irregular shaped job ആണ്. Irregular shaped job അല്ലെ. സോ ഇറഗുലർ ആയിട്ടുള്ള ഷേപ്സ് ഉള്ള ജോബുകളൊക്കെ നമുക്ക് ഫേസ് പ്ലേറ്റിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. മറ്റു ചോദ്യം, വിച്ച് പാർട്ട് ഈസ് മെയിൻലി സപ്പോർട്ടിംഗ് ദ ലെങ്തി ജോബ് ഇൻ എ ലെയ്ത്ത് മെഷീൻ? ലെയ്ത്ത് മെഷീനകത്തൊക്കെ ലെങ്തി ആയിട്ടുള്ള ജോബ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ എ ഫേസ് പ്ലേറ്റ്, ഓപ്ഷൻ ബി കാരിയർ പ്ലേറ്റ്, ഓപ്ഷൻ ഡി സ്റ്റഡി റെസ്റ്റ്, ഓപ്ഷൻ ഡി ലെയ്ത്ത് ഡോഗ് അല്ലെങ്കിൽ ഡോഗ് കാരിയർ. യെസ്, ഓപ്ഷൻ സി സ്റ്റഡി റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റഡി റെസ്റ്റ് അല്ലെങ്കിൽ ഫോളോ റെസ്റ്റ്. സ്റ്റഡി റെസ്റ്റ് ഒക്കെയാണ് പൊതുവെ നമ്മൾ എന്താണ് ലെങ്തി ജോബുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യം, ഫോളോവർ റെസ്റ്റ് ഈസ് ഫിക്സ്ഡ് ഓൺ. ഫോളോവർ റെസ്റ്റ് എവിടെ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക? ടെയിൽ സ്റ്റോക്ക്, ബെഡ്, സാഡിൽ, ഹെഡ് സ്റ്റോക്ക്. യെസ്, സംശയമൊന്നും വേണ്ട, സാഡിൽ. ഹെച്ച് ഷേപ്ഡ് കാസ്റ്റിംഗ് ആണ് സാഡിൽ എന്ന് പറയുന്നത്. നമ്മുടെ ബെഡിന് എക്രോസ് ആയിട്ട് രണ്ട് സൈഡിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള എച്ച് ഷേപ്ഡ് ഒരു കാസ്റ്റിങ്ങിനാണ് സാഡിൽ എന്ന് പറയുന്നുണ്ടാവുക. സാഡിലിന്റെ മുകളിലായിട്ട് നമ്മുടെ ഈ പറയുന്ന കാരേജ് ഒക്കെ മൂവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. അപ്പൊ അത് ഓർത്താൽ മതി. സ്റ്റഡി റെസ്റ്റ്, ട്രാവൽ റെസ്റ്റ് ഈസ് ഫിക്സ്ഡ് ഓൺ ദ സാഡിൽ. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം, സ്റ്റഡി റെസ്റ്റ് പാഡ്സ് ഓഫ് ദ ലെയ്ത്ത് ആക്സസറി ആർ മെയ്ഡ് അപ്പ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ? സ്റ്റഡി റെസ്റ്റ് പാഡ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ്? യെസ്, റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഡി ബ്രാസ്. ബ്രാസ് കൊണ്ടാണ് സ്റ്റഡി റെസ്റ്റിലേക്ക് പാഡുകൾ നിർമ്മിച്ചിട്ടുണ്ടാവുക. സോ ഇത്തരത്തിൽ 3 അഡ്ജസ്റ്റബിൾ പാഡ് ഉണ്ട് വിച്ച് ആർ മെയ്ഡ് അപ്പ് ഓഫ് ബ്രാസ് മെറ്റൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇത്തരത്തിൽ ഫിക്സഡ് സ്റ്റഡി റെസ്റ്റ് ഉണ്ട്, ഫോളോവർ സ്റ്റഡി റെസ്റ്റ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടതാണ്. മറ്റു ദ ടൂൾ ദാറ്റ് പുട്ട് അറൌണ്ട് ദ ഹെക്സഗണൽ ഷേപ്ഡ് പാർട്ട് നീഡഡ് ടു റൺ ഇൻ എ സ്റ്റഡി റെസ്റ്റ് ഇൻ ദ ലെയ്ത്ത്. The tool that put around an hexagonal shaped part needed to run in a steady rest. സ്റ്റഡി റെസ്റ്റിൽ നമുക്കിപ്പോ ഹെക്സഗണൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് ഹെക്സഗണൽ ഷേപ്പിലിരിക്കുന്ന അല്ലെ, ഇത്തരത്തിൽ ഹെക്സഗണൽ ഷേപ്പിലിരിക്കുന്ന ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ഷേപ്പിൽ ഡിഫറൻസ് ഉള്ള ഒരു പാർട്ടാണെന്ന് ഇരിക്കട്ടെ. ആ പാർട്ട് നമ്മളെ സ്റ്റഡി റെസ്റ്റിൽ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഒരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ടാകും. ആ ടൂളിനെ വിളിക്കുന്ന പേരെന്താണ്? ടൂൾ ദാറ്റ് പുട്ട് അറൌണ്ട് ആൻ എക്സ്റ്റേണൽ ഷേപ്ഡ് പാർട്ട് നീഡഡ് ടു. എന്തിനാണ്? ഇത്തരത്തിൽ സ്റ്റഡി റെസ്റ്റിലേക്ക് കൊണ്ടുവന്നതിന് വേണ്ടിയിട്ട്. ശ്രദ്ധിച്ചേ, സ്റ്റഡി റെസ്റ്റിലേക്ക് കൊണ്ടുവന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? കാര്യം എന്താണെന്ന് മനസ്സിലായോ? അതായത് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഹെക്സഗണൽ ഷേപ്ഡ് അല്ലെങ്കിൽ ഹെക്സഗണൽ ഷേപ്ഡ് ആയിട്ടുള്ള ക്രോസ് സെക്ഷനോട് കൂടിയിട്ടുള്ള ഒരു വർക്ക് പീസ് ആയിരിക്കട്ടെ. ഓക്കെ, ഇത്തരത്തിൽ എന്താണ്
ഓക്കെ ഫൈൻ. ഹെക്സാഗണൽ ഷേപ്പിലുള്ള വർക്ക് പീസാണ്. ഇങ്ങനെ ഒരു വർക്ക് പീസ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് സ്റ്റഡി റെസ്റ്റിനകത്ത് കൃത്യമായിട്ട് നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? സാധാരണഗതിയിലുള്ള സ്റ്റഡി റെസ്റ്റിനകത്ത് പറ്റൂല. കാര്യം സ്റ്റഡി റെസ്റ്റിനകത്ത് നമുക്ക് വേണ്ടുന്ന എന്താ, സർക്കുലർ ക്രോസ് സെക്ഷനുള്ളതാണെങ്കിൽ മറ്റേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് കാറ്റ് ഹെഡ് എന്ന് പറയുന്നത്. കാറ്റ് ഹെഡ്. അപ്പൊ ഈ കാറ്റ് ഹെഡ് എന്ന് പറയുന്ന ഇത്തരത്തിൽ നമ്മൾ അതിനകത്തേക്ക് ഫിക്സ് ചെയ്തതിനു ശേഷമായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഈ പറയുന്ന കാറ്റ് ഹെഡിന്റെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മൾ ഈ പറയുന്ന എന്താണ് ഹെക്സഗണൽ ഷേപ്പിലുള്ള വർക്കൊക്കെ നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ ആ ഒരു രീതിയിൽ ഇത്തരത്തിലുള്ള ആ ഒരു ബുഷ്, ഇത്തരത്തിൽ നമുക്ക് ആ കാണുന്ന ഒരു ബുഷ് ഉണ്ട് അല്ലെ, ടൈപ്പ് ഓഫ് ബുഷ് ആണ് ശരിക്കും പറഞ്ഞാൽ. ആ ബുഷിനെ നമ്മൾ എന്താ വിളിക്കുക, കാറ്റ് ഹെഡ് എന്ന് പറയും. കാറ്റ് ഹെഡ്. ഈ കാറ്റ് ഹെഡ് നമുക്ക് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ സപ്പോസ് നമ്മുടെ ജോബ് റൗണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് സ്റ്റഡി റെസ്റ്റിനകത്തൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് നമുക്ക് ആ ഒരു പോർഷൻ റൗണ്ട് ആക്കുന്നതിന് വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ബുഷ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവും. ആ ബുഷിനെ വിളിക്കുന്ന പേരാണ് കാറ്റ് ഹെഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അനീഷ? ക്ലിയർ ആണോ? കാറ്റ് ഹെഡ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ആ ഒരു വേർഡ് ഓർത്താൽ മതി. കാറ്റ് ഹെഡ് എന്ന് പറയുന്ന ടൂൾ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നു? നമ്മൾ ഈ പറയുന്ന റെസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. ഈ പറയുന്ന റെസ്റ്റിൽ നമ്മുടെ ജോബ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് റൗണ്ട് അല്ല എന്നുണ്ടെങ്കിൽ, നോട്ട് റൗണ്ട്, ഇഫ് ദി ജോബ് ഷേപ്പ് ഈസ് നോട്ട് റൗണ്ട് അല്ലെ, റൗണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് റൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബുഷ് ഇൻസേർട്ട് ചെയ്യുന്നു. ആ ബുഷ് വെച്ച് നമ്മൾ റൗണ്ട് ആക്കുന്നു. ആ ഒരു പോർഷനിലേക്ക് നമ്മൾ കോൺടാക്ട് കൊടുക്കുന്നു, നമ്മൾ റെസ്റ്റിന്റെ കോൺടാക്ട് കൊടുക്കുന്നു. അപ്പൊ അതിനെ നമ്മൾ എന്ത് വിളിക്കുക, കാറ്റ് ഹെഡ് എന്ന് വിളിക്കുന്നു. കാറ്റ് ഹെഡ്. ഓക്കെ, ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ ഫൈൻ. മറ്റു ചോദ്യം, ഹൗ മെനി കാരിയർ ആർ അവൈലബിൾ ഇൻ എ സെറ്റ്? ഒരു സെറ്റിനകത്ത് എത്ര കാരിയറുകൾ അവൈലബിൾ ആണ്? കാരിയർ എന്ന് വെച്ചാൽ നമ്മുടെ ലെയ്ത്ത് ഡോഗ് അല്ലെങ്കിൽ ടെയിൽ നമ്മൾ വിളിച്ചില്ല, ടെയിൽ, ലെയ്ത്ത് കാരിയർ. എത്ര കാരിയർ അവൈലബിൾ ആണ് ഒരു സെറ്റിൽ? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 8, ഓപ്ഷൻ യെസ് 5 ആണോ? ഇവിടെ നോക്കി ഉത്തരം വരിക 10 ആണ് കേട്ടോ. 10 എടുത്ത് പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ജസ്റ്റ് സ്നിപ്പ് ചെയ്തിട്ടേക്കുന്ന സാധനമാണ്. നോക്കി ഇവിടെ നോക്കി ഏത് ലൈനിലാണ് വരുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഡിസൈൻഡ് വിത്ത് എ സ്ട്രെയിറ്റ് ഓർ ബെൻഡ് ടൈൽ. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ എ സെറ്റ് ഓഫ് 10 അല്ലെ, സെറ്റ് ഓഫ് 10 അല്ലെ, സെറ്റ് ഓഫ് 10 ആണെന്നുള്ള ഉത്തരം. ഓക്കെ ഫൈൻ. അപ്പോൾ അത്തരത്തിൽ 10 സെറ്റ് ആണ് നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടത്. അവൈലബിൾ ഇൻ എ സെറ്റ് ഓഫ് 10 capable of accommodating work of wide range of diameter അല്ലെ, പല റേഞ്ച് ഓഫ് ഡയമീറ്റർ അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ സെറ്റ് ഓഫ് 10 അവൈലബിൾ ആണ്. 10 സൈസസിൽ നമുക്ക് അവൈലബിൾ ആണ് ലെയ്ത്ത് കാരിയർ. ഈ പറഞ്ഞ ചിത്രത്തിൽ കാണുന്നതാണ് ലെയ്ത്ത് കാരിയർ എന്നത്. ടെയിൽ സ്ട്രെയിറ്റ് ടെയിൽ ടൈപ്പ് ആണ്, സ്ട്രെയിറ്റ് ആണ്. ബെൻഡ് ടൈപ്പ് അവൈലബിൾ ആണ്. അങ്ങനെ ഈ പറയുന്ന രീതിയിൽ പല ഡയമെൻഷനിൽ നമുക്ക് അവിടെ വർക്ക് ഹോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എത്ര സെറ്റ് ആണെന്ന് ചോദിച്ചാൽ 10 സെറ്റിൽ അവൈലബിൾ ആണ്. 10 സൈസസിൽ നമുക്ക് അവൈലബിൾ ആണ്. ക്ലിയർ ആണോ ബിനീഷ്? ലെയ്ത്ത് കാരിയറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലെയ്ത്ത് ഡോഗ് എന്ന് പറയുന്നത്. ലെയ്ത്ത് ഡോഗും കാരിയറും ഒന്ന് തന്നെയാണ്. ലെയ്ത്ത് ഡോഗ് അല്ലെങ്കിൽ കാരിയർ ഒക്കെ നമ്മൾ ഈ പറഞ്ഞ എന്താണ് ക്യാച്ച് പ്ലേറ്റ്, ഡ്രൈവിംഗ് പ്ലേറ്റുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ക്യാച്ച് പ്ലേറ്റ് ആണെങ്കിൽ യൂസ്ലോട്ടേക്ക് നമ്മൾ ബെൻഡ് ടെയിൽ ഇൻസേർട്ട് ചെയ്യും. സ്ട്രെയിറ്റ് ടെയിൽ ആണെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് പ്ലേറ്റിന്റെ സഹായത്തോടു കൂടി ഡ്രൈവിംഗ് പിന്നിലേക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. മറ്റു ചോദ്യം, വിച്ച് കാരിയർ വിത്ത് വി ഗ്രൂവ് provided and used to hold small diameter and square section. V groove ഉള്ളത് എവിടെയാണ്? U groove, T slot, U groove, അതുപോലെ തന്നെ V groove എവിടെയാണുള്ളത്? ഓപ്ഷൻ എ ബെൻഡ് ടൈൽ, ഓപ്ഷൻ ബി ക്ലാമ്പ് ടൈൽ, ഓപ്ഷൻ സി സ്ട്രെയിറ്റ് ടൈൽ, ഓപ്ഷൻ ഡി സേഫ്റ്റി ക്ലാമ്പ് ടൈൽ. ലെയ്ത്ത് V groove, ലെയ്ത്ത് കാരിയർ വിത്ത് V groove. U groove എവിടെ കണ്ടു? ക്യാച്ച് പ്ലേറ്റ്. അതുപോലെ തന്നെ T slot എവിടെയാണെന്ന് കണ്ടു നമുക്ക് ഫേസ് പ്ലേറ്റിൽ. ഈ വി ഗ്രൂവ് ഉള്ളത് ഏത് ടൈപ്പ് കാരിയറിലാണ്? ബെൻഡ് ടൈല്, ക്ലാമ്പ് ടൈല്, സ്ട്രെയിറ്റ് ടൈല്. യെസ്, ബെൻഡ് ടൈലാണോ? ബി ക്ലാമ്പ് ടൈലാണ് കേട്ടോ. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ക്ലാമ്പ് ടൈപ്പ്. സോ അവിടെ ഒരു വി ഗ്രൂവ് കാണുന്നുണ്ടോ? വി ഗ്രൂവ്. സോ ഒന്ന് ഓർത്തിരുന്നാൽ മതി. വി ഗ്രൂവ് എവിടെയാണുള്ളത്? വി ഗ്രൂവ് ഉള്ളത് ക്ലാമ്പ് ടൈപ്പിനകത്താട്ടോ. ക്ലാമ്പ് ടൈപ്പ് കാരിയറിനകത്താണ്. ക്ലാമ്പ് ടൈപ്പ് കാരിയർ ചിത്രത്തിൽ കാണുന്നില്ലേ? ഇതാണ് ക്ലാമ്പ് ടൈപ്പ് കാരിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു വി ഗ്രൂവ്, അപ്പൊ ചെറിയ സ്ക്വയർ പീസുകളൊക്കെ നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ പ്രണവേ? ഓക്കെ ഫൈൻ, ഓർത്തിരുന്നാൽ മതി കേട്ടോ. മറ്റു ചോദ്യം, വാട്ട് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ പ്രൊവൈഡിങ് പീസ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് കാരിയർ വൈൽ ക്ലാമ്പിംഗ്? എന്താണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവുക? ഒരു പീസ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് കാരിയർ. വർക്കിനും കാരിയറിനും ഇടയ്ക്ക് നമ്മളൊരു ചെറിയ ഒരു പീസ് ഇടുന്നുണ്ടാവും. അതിലൂടെ എന്താണ് നമ്മൾ ഏതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇതാണ് പാക്കിംഗ് പീസ് പോലെ ഒരു പീസ് ഇടുന്നുണ്ടാവും. എന്തായിരിക്കും? യെസ്, ഓപ്ഷൻ സി ജോബ് സർഫസ്. ജോബ് സർഫസ് ഒക്കെ അവിടെ ഉണ്ടാവുന്ന ഡാമേജസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാക്കിംഗ് പീസ് അവിടെ ഇടുന്നുണ്ടാവും.
അല്ലെ? എന്തിനു വേണ്ടിയിട്ടാ? ജോബ് സർഫസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ആ ഒരു സർഫസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു പാക്കിംഗ് പീസ് നമ്മൾ അവിടെ ഇടുന്നുണ്ടാകും. അവിടെ ആയിരിക്കും നമ്മൾ ടൈറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്റെ ചോദ്യം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ടെയിൽ ഓൺ എ ലെയ്ത്ത് കാരിയർ? ലെയ്ത്ത് കാരിയറിൽ ടെയിലിന്റെ പർപ്പസ് എന്താണ്? ഗുഡ് ഫിനിഷ്, പ്രൊട്ടക്ട് ദ വർക്ക്, പ്രൊട്ടക്ട് ദ ഓപ്പറേറ്റർ, ലൊക്കേറ്റ് ആൻഡ് ഡ്രൈവ് ദ വർക്ക്. ഏതായിരിക്കും? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ടെയിൽ? സ്ട്രേറ്റ് ടെയില്, ബെൻഡ് ടെയില്, അതൊക്കെ നമ്മൾ പഠിച്ചു. അതിന്റെ പർപ്പസ് എന്താ? ലൊക്കേറ്റ് ആൻഡ് ഡ്രൈവ് ദ വർക്ക്. സംശയമൊന്നും വേണ്ട, ഇപ്പൊ ക്ലിയർ ആയല്ലോ. ലൊക്കേറ്റ് ആൻഡ് ഡ്രൈവ് ദ വർക്കാണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് വെച്ചു. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഡിവൈസ് യൂസ്ഡ് ടു ഡ്രൈവ് ദ വർക്ക് ഡ്യൂറിംഗ് ടേണിംഗ് ബിറ്റ്വീൻ സെന്റേഴ്സ്? യൂസ്ഡ് ടു ഡ്രൈവ് ദ വർക്ക് ഡ്യൂറിംഗ് ടേണിംഗ് ബിറ്റ്വീൻ സെന്റർ. ബിറ്റ്വീൻ സെന്റേഴ്സിൽ നമ്മൾ ആ ഒരു വർക്കിനെ ടേൺ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? ആ ഒരു ഡിവൈസ് ഉണ്ട്. ലെയ്ത്ത് കാരിയർ, ക്യാച്ച് പ്ലേറ്റ്, ഡ്രൈവിംഗ് പ്ലേറ്റ്, ഫേസ് പ്ലേറ്റ്. യെസ്, ലെയ്ത്ത് ഡോഗ് അല്ലെങ്കിൽ ലെയ്ത്ത് കാരിയർ. ലെയ്ത്ത് ഡോഗ് അല്ലെങ്കിൽ ലെയ്ത്ത് കാരിയർ ആണ് ഉത്തരമായിട്ട് വരിക, അല്ലെ? ലെയ്ത്ത് ഡോഗ് അല്ലെങ്കിൽ ലെയ്ത്ത് കാരിയർ. യെസ്. മറ്റൊരു ചോദ്യം, ലെയ്ത്ത് ഡോഗ് ആർ ഓൾസോ കോൾഡ്, നമുക്കറിയാം, സംശയമൊന്നുമില്ല, ലെയ്ത്ത് കാരിയർ. ലെയ്ത്ത് ഡോഗിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലെയ്ത്ത് കാരിയർ എന്ന് പറയുന്നത്. സംശയമൊന്നുമില്ല. ഓക്കെ, അത് ക്ലിയർ ആയി. മറ്റൊരു ചോദ്യം, ദ സേഫ്റ്റി ഡ്രൈവിംഗ് പ്ലേറ്റ്സ് ആർ മേഡ് അപ്പ് ഓഫ്. സേഫ്റ്റി ഡ്രൈവിംഗ് പ്ലേറ്റ്. സേഫ്റ്റി ഡ്രൈവിംഗ് പ്ലേറ്റ് ആർ മേഡ് അപ്പ് ഓഫ് കാസ്റ്റ് സ്റ്റീല്, കാസ്റ്റ് അയൺ, ഹൈ സ്പീഡ് സ്റ്റീല്, ബ്രാസ്. സേഫ്റ്റി ഡ്രൈവിംഗ് പ്ലേറ്റ് ഒന്നുമില്ല, ചെറിയൊരു ഫ്ലാഞ്ച് എന്താണ് ഇത്തരത്തിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതിനെ നമ്മൾ സേഫ്റ്റി ഡ്രൈവിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കാസ്റ്റ് സ്റ്റീല്, കാസ്റ്റ് അയൺ, ഹൈ സ്പീഡ് സ്റ്റീല്, ബ്രാസ്. അപ്പൊ സേഫ്റ്റി ഡ്രൈവിംഗ് പ്ലേറ്റ് ആർ മേഡ് അപ്പ് ഓഫ് കാസ്റ്റ് സ്റ്റീല്. കാസ്റ്റ് സ്റ്റീലാണ് കേട്ടോ, കാസ്റ്റ് സ്റ്റീല്. ഓക്കെ, നമ്മൾ ഈ ചിത്രത്തിൽ കാസ്റ്റ് സ്റ്റീലാണേ, ശ്രദ്ധിക്കാം. ഓക്കെ, ഇത്തരത്തിലുള്ള സേഫ്റ്റി ഡ്രൈവിംഗ് പ്ലേറ്റ്സ്, സേഫ്റ്റി ഡ്രൈവിംഗ് പ്ലേറ്റ്സ് ആർ മേഡ് അപ്പ് ഓഫ് കാസ്റ്റ് സ്റ്റീൽ ആൻഡ് മെഷീൻ ദർ ഹാവ്. ഇത്തരത്തിൽ ഒരു ടൂൾ അല്ലേ, അപ്പൊ അത്തരത്തിൽ കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിക്കുന്നുണ്ടാവും കേട്ടോ. കാസ്റ്റ് സ്റ്റീലാണ്. അപ്പൊ ഇത്തരത്തിൽ സാധാരണ പോലെ ഡ്രൈവിംഗ് പ്ലേറ്റ് തന്നെയാണ്, പക്ഷെ ഇവിടെ സേഫ്റ്റി ഗാർഡ് കൊടുക്കുന്നുണ്ടാവും. സേഫ്റ്റി ഗാർഡ്, അതിനുള്ളിലായിരിക്കും നമ്മൾ അവിടെ കാരിയർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതാണ് ഉത്തരം. മനസ്സിലാക്കേണ്ടത് കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിക്കുന്നത് കേട്ടോ, ഓർത്തിരിക്കുക. സേഫ്റ്റി ഡ്രൈവിംഗ് പ്ലേറ്റ്സ് ആർ മേഡ് അപ്പ് ഓഫ് കാസ്റ്റ് സ്റ്റീൽ. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെന്റർ ഈസ് suitable when work held between centers to be turned with high speed. ഹൈ സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഏത് സെന്റർ ആണ് യൂസ് ചെയ്യേണ്ടത്? സംശയമൊന്നുമില്ല, റിവോൾവിംഗ് സെന്റർ ആണ്. ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിവോൾവിംഗ് സെന്റർ യൂസ് ചെയ്യുന്നു. സംശയമൊന്നും വേണ്ട. ഹൈ സ്പീഡ് ആണെങ്കിൽ റിവോൾവിംഗ് സെന്റർ. ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് ഒക്കെ ആണെങ്കിൽ ബോൾ സെന്റർ. ഫേസിംഗ് ഓപ്പറേഷൻ ആണെങ്കിൽ ഹാഫ് സെന്റർ. പ്ലെയിൻ സെന്റർ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്ലെയിൻ സെന്റർ. മറ്റു ചോദ്യം, ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് ലൈഫ് സെന്റർ നോസ്. ലൈഫ് സെന്റർ നോസിന്റെ ഇൻക്ലൂഡ് ആംഗിൾ എത്രയായിരുന്നു? യെസ്, 60 ഡിഗ്രി ആണ്. ലൈഫ് സെന്റർ 60 ഡിഗ്രി ആണെന്ന് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, ലെയ്ത്ത് ഹാഫ് സെന്റർ ഈസ് യൂസ്ഡ്. ലെയ്ത്ത് ഹാഫ് സെന്റർ ഈസ് യൂസ്ഡ് ഫോർ എന്തായിരുന്നു? To support the workpiece always, to turn long workpiece because it is easy to lubricate and the workpiece, to face the workpiece up to the end of the center hole. ഏതായിരിക്കും? ലെയ്ത്ത് ഹാഫ് സെന്റർ യൂസ് ചെയ്യുന്നതിന് വേണ്ടി യെസ്, റൈറ്റ് ആൻസർ ആണ് ഫേസിംഗ് ഓപ്പറേഷൻ. ഫേസിംഗ് ഓപ്പറേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നു, ഓർത്തിരുന്നാൽ മതി. മറ്റൊരു ചോദ്യം, ഡെഡ് സെന്റർ ആസ് കമ്പയർഡ് വിത്ത് ലൈഫ് സെന്റർ ബിയേഴ്സ് ഓർ റെസിസ്റ്റ്. ഡെഡ് സെന്റർ കമ്പയർഡ് വിത്ത് ലൈഫ് സെന്റർ ബിയേഴ്സ് ഓർ റെസിസ്റ്റ്. യെസ്, ഓപ്ഷൻ ഡി, മോർ ഫ്രിക്ഷൻ. അല്ലെ, കൂടുതലായിരിക്കും, ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ഡെഡ് സെന്ററിൽ ലൈഫ് സെന്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടാകും. സോ ഓപ്ഷൻ ഡി, മോർ ഫ്രിക്ഷൻ. The angular workpiece is to be faced, it should be mounted on. Angular workpiece is to be facing ചെയ്യണം. It should be mounted on in a three-jaw chuck, in a collet, between centers, on a face plate. For example, ഇത്തരത്തിലുള്ള ഒരു ബെൻഡ് ആണെന്നിരിക്കട്ടെ, ബെൻഡ് അല്ലെ, ബെൻഡ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതായിരുന്നു യൂസ് ചെയ്യുന്ന? ഫേസ് പ്ലേറ്റ് ആണ്, അല്ലെ, ഫേസ് പ്ലേറ്റ്. അപ്പൊ ആംഗുലാർ വർക്ക് പീസുകളൊക്കെ നമുക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇത്തരത്തിൽ നമ്മൾ ആ ഒരു ബ്ലോക്കിന്റെ ഒക്കെ സഹായത്തോടെ ഫേസ് പ്ലേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യാറുണ്ട്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഫേസ് പ്ലേറ്റ് കേട്ടോ, ഫേസ് പ്ലേറ്റ്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ എന്താണ് ഫേസ് പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലാണ് നമ്മൾ ഫേസ് പ്ലേറ്റ്. ഈ രണ്ടെന്ന് പറയുന്നത് എന്താണ്? ബാലൻസിങ് കൊടുക്കാൻ, അല്ലെ, ബാലൻസിങ് ആണ്, കൗണ്ടർ വെയിറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ വർക്ക് പീസ് ഇവിടെ ഉണ്ട്, 90 ഡിഗ്രി ടെയിൽ പീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ അത് കൃത്യമായിട്ട് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ ഫേസ് പ്ലേറ്റ് യൂസ് ചെയ്യാറുണ്ട്. മറ്റു ചോദ്യം, ഇൻ എ സിംഗിൾ വേ ടൂൾ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ദ ടൂൾ ഈസ് പൊസിഷൻഡ് ഓൺ ദ ഡാഷ് ആൻഡ് ക്ലാംപ്ഡ് വിത്ത് സ്ക്രൂ. സിംഗിൾ വേ ടൂൾ പോസ്റ്റിനകത്ത് ടൂൾ എവിടെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക? റിംഗ് ബേസ്, റോക്കർ ആം, കോമ്പൗണ്ട് സൈഡ്, കോമ്പൗണ്ട് റെസ്റ്റ്.
ബി റോക്കറാം. റൈറ്റ് ആൻസർ ആണ് റോക്കറാം. റോക്കറാമിലാണ് നമ്മൾ ആ ഒരു ടൂളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഇത്തരത്തിൽ അമേരിക്കൻ ടൈപ്പ് ടൂൾ പോസ്റ്റ് അല്ലെങ്കിൽ പില്ലർ ടൈപ്പ് അല്ലെങ്കിൽ സിംഗിൾ വേ ടൂൾ പോസ്റ്റിനകത്ത് റിംഗ് ബേസ് ഉണ്ടാകും, അതിനകത്ത് തന്നെ റോക്കറാം ഉണ്ടാവും, ബോട്ട് പീസ് എന്ന് പറയാറുണ്ട്. അവിടെയാണ് നമ്മൾ ടൂൾ കൃത്യമായിട്ട് ക്ലാമ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ ചിത്രത്തിലുള്ളതുപോലെ റോക്കറാം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഒരു ബോട്ട് പീസ് ആയിരിക്കും അല്ലെ, നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു ബോട്ട് പീസ് നമുക്കുണ്ടാവും. സോ ആ ബോട്ട് പീസിനകത്തായിരിക്കും നമ്മൾ ആ ഒരു ടൂൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. സോ അത്തരത്തിലുള്ള ആ ഒരു പീസ് ഇവിടെ കാണാൻ സാധിക്കും. സോ അതിങ്ങനെ ഉണ്ടാകും. സോ ആ റിംഗ് ബേസിനകത്തായിരിക്കും ബോട്ട് പീസ്, ആ ബോട്ട് പീസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സെന്ററിങ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. സോ റോക്കറാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബോട്ട് പീസ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഇത്രയാണ് പ്രധാനപ്പെട്ട 7ാമത്തെ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട്. നെക്സ്റ്റ് 8ാമത്തെ മൊഡ്യൂളിലേക്ക് വരാം. 7ാമത്തെ മൊഡ്യൂൾ ഓക്കെ ആണോ? 7ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഏകദേശം നമ്മളെ ടോപ്പിക്കുകളൊക്കെ ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഏരിയ ക്ലിയർ അല്ലേ? ഡൗട്ടുകളൊക്കെ ഉണ്ടാകുന്ന ക്ലിയർ ആയോ? പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയില്ലേ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ നമുക്ക്? ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. ഇനി വേഗം നമുക്ക് 8ാമത്തെ മൊഡ്യൂളിലേക്ക് പോകാം. 8ാമത്തെ മൊഡ്യൂളിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് ടേപ്പർ, വളരെ ചെറിയ മൊഡ്യൂൾ, 15 മാർക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു മൊഡ്യൂളാണ് 8ാമത്തെ മൊഡ്യൂൾ. വളരെ ചെറിയ മൊഡ്യൂൾ, 2 ടോപ്പിക്കേ ഉള്ളൂ. ഒന്ന് ടേപ്പർ, അതുപോലെ ടേപ്പർ ടേണിംഗ് മെത്തേഡ്, അതിന്റെ കാൽക്കുലേഷനും. ഈ 2 ടോപ്പിക്കുകൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. വളരെ ചെറിയ മൊഡ്യൂളാണ്. സോ ടേപ്പർ എന്താണ്, ഡിഫറെന്റ് എക്സ്പ്രസ് ചെയ്യുന്ന പലതരത്തിലുള്ള എക്സ്പ്രഷൻ എങ്ങനെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടേപ്പറുകൾ ഏതൊക്കെയാണ്, ടേപ്പർ ടേണിംഗ് മെത്തേഡുകൾ ഏതൊക്കെയാണ്, അത് അതിന്റെ കാൽക്കുലേഷനുമാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ വേഗം നമുക്ക് ക്വസ്റ്റിലേക്ക് പോകാം. അതായത് ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ദ ടേപ്പർ ആർ യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി ഫോർ. ഈ ടേപ്പർ എന്തിനാണ് നമ്മൾ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്? അപ്പൊ ഒന്നാമത്തെ ചോദ്യം മനസ്സിലാക്കേണ്ടത് വാട്ട് ആർ ദ ഫംഗ്ഷൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എ ടേപ്പർ. ടേപ്പറിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ക്വസ്റ്റൻ ആണ്. ദ ടേപ്പർ ആർ യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി ഫോർ. ഓപ്ഷൻ എ യെസ്, ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി അബോവ്. സംശയമൊന്നും വേണ്ട. അതായത് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു, കൃത്യമായിട്ട് അസംബ്ലി ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു, കൃത്യമായിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ, ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള 3 എന്താണ് ഫംഗ്ഷനും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അലൈൻമെന്റ് ഒക്കെ സെൽഫ് അലൈൻമെന്റ് ആക്കാൻ വേണ്ടി, സെൽഫ് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു, അസംബ്ലി ഡിസ്മാൻഡിൽ ചെയ്യാൻ സഹായിക്കുന്നു, ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. സോ അങ്ങനെയുള്ള 3 ആപ്ലിക്കേഷനുകൾ പ്രധാനമായിട്ടും ടേപ്പറുമായി ബന്ധപ്പെട്ടുണ്ട്. സോ ആപ്ലിക്കേഷൻ ഓർത്തിരിക്കാം, യൂസ് എന്താണെന്ന് ഓർത്തിരിക്കാം. മറ്റു ചോദ്യം: വിച്ച് വൺ ഈസ് ദ കറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ടേപ്പർ എലമെന്റ്. ടേപ്പർ എലമെന്റുമായി ബന്ധപ്പെട്ട കറക്റ്റ് റിലേഷൻ ഏതാണ്? ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു TR ബൈ TR എന്ന് ഉദ്ദേശിക്കുന്നത് ടേപ്പർ റേഷ്യോ. Taper ratio divided by 4, tan alpha is equal to taper ratio divided by 2, tan alpha is equal to taper ratio divided by 24. Yes, tan alpha is equal to taper ratio divided by 2L. ശ്രദ്ധിച്ചേ, ടേപ്പർ പെർ ഫൂട്ട് അല്ല, ടേപ്പർ റേഷ്യോ. ടേപ്പർ റേഷ്യോ യെസ്, ഇവിടെ ഉത്തരം വരെ എന്താ? ടേപ്പർ റേഷ്യോ ഡിവൈഡ് ബൈ 2 ആണ് ഉത്തരം വരുന്നുണ്ടാവുക. ടേപ്പർ പെർ ഫൂട്ട് ഡിവൈഡ് ബൈ 24 വരുന്നുണ്ടാകും. വെറുതെ വിനീഷേ. ഓക്കെ, അപ്പൊ അത് ഉത്തരം ടേപ്പർ റേഷ്യോ ഡിവൈഡ് ബൈ 2. അപ്പൊ 3 ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ഈ 3 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ടാൻ തീറ്റ അല്ലെങ്കിൽ ടാൻ ആൽഫ, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു D മൈനസ് D ഡിവൈഡ് ബൈ L. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു TPF ഡിവൈഡ് ടേപ്പർ പെർ ഫൂട്ട് ഡിവൈഡ് ബൈ 24. ടാൻ റേഷ്യോ അതുപോലെ തന്നെ റേഷ്യോ ദാറ്റ് ഈസ് ടേപ്പർ റേഷ്യോ ഡിവൈഡ് ബൈ 2. ഓർത്തിരിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ വിട്ടുപോരുതേ. ഈ 3 ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. സോറി. ചോദ്യം ഇതാണ്: കോണിക്കൽ ഓർ ടേപ്പർ സർഫസ് ആർ ടേൺഡ് ബൈ. swilling the headstock, swilling the tailstock, swilling the tool head, swilling the table. swilling the tailstock ആണോ ഉത്തരം? tailstock swil ചെയ്യുന്നുണ്ടോ? tailstock നമ്മൾ ഓഫ്സെറ്റ് അല്ല ചെയ്യാം. swilling എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാം, ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ലീനിയർ ആയിട്ട് മാറ്റുക. ഓക്കെ, അപ്പോ വിട്ടുപോരുതേ, ശ്രദ്ധിക്കണേ. അപ്പൊ swilling the table ആണ്, swilling the compounders മെത്തേഡ് അല്ലെ. അപ്പൊ അത് swilling the table ആണ് നമ്മൾ, സോറി ടേബിൾ അല്ല, യെസ്. ഓക്കെ, swilling the tool head, swilling the tool head. D അല്ല കേട്ടോ, D അല്ല, ടേബിൾ അല്ല. swilling the tool head അല്ലേ നമ്മൾ ശരിക്കുന്നുണ്ടാവുക. ടൂൾ ഹെഡ് എവിടെ ഇരിക്കുന്നുണ്ടാവുക? കോമ്പൗണ്ട് റെസ്റ്റില്. കോമ്പൗണ്ട് റെസ്റ്റ് ധരിക്കുമ്പോൾ ടൂൾ ഹെഡ് അല്ലേ ചെയ്യുക? ഓർക്കുന്നുണ്ടോ? ക്ലിയർ ആണോ അനീഷേ? യെസ്, വിട്ടുപോരുതേ. അപ്പൊ കോണിക്കൽ അല്ലെങ്കിൽ ടേപ്പർ സർഫസ് നമ്മൾ അതായത് ടേപ്പർ ടേണിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൂൾ ഹെഡ് ആണ് ചരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും 4-5 മെത്തേഡ് നമ്മൾ പഠിച്ചു. അതിൽ കോമ്പൗണ്ട് റെസ്റ്റ്, swilling the compound rest മെത്തേഡ് എന്ന് പറയുമ്പോൾ കോമ്പൗണ്ട് റെസ്റ്റ് ചരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ എന്താണ് ചരിക്കുന്നത്? കറസ്പോണ്ടിങ് ടൂൾ ഹെഡ് ആണ് ചരിക്കുന്നുണ്ടാവുക അല്ലെ. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം: the graduations are marked on the base of the tail stalk. The offset body these graduations are given in. To offset the body graduations are given in. അപ്പൊ ഈ പറഞ്ഞ ടെയിൽ സ്റ്റോക്കില് ബേസിലാണ് ഗ്രാജുവേഷൻസ് എന്ന് പറയാം. അതെന്താണ്? യെസ്, ഡിഗ്രിയിലാണോ? നോക്കി,
ശ്രദ്ധിച്ചേ, ഗ്രാജുവേഷൻസ് ആർ മാർക്ക്ഡ് അറ്റ് ദ ബേസ് ഓഫ് ദ ടെയിൽ സ്റ്റോക്ക്. നമുക്കറിയാം ടെയിൽ സ്റ്റോക്കിൽ 2 പാർട്ടുകളാണുള്ളത്, ഒന്ന് ബേസും 2 ബോഡി. അപ്പോൾ ബേസിലാണെന്നുള്ളത് മറ്റൊരു ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ബേസിലാണ് നമ്മൾ ഗ്രാജുവേഷൻസ് ആർ മാർക്ക്ഡ് ഓൺ ബേസ്, ദാറ്റ് ഈസ് റിയർ എൻഡ് ഓഫ് ദ ബേസ്. റിയർ എൻഡ് ഓഫ് ബേസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ടെയിൽ സ്റ്റോക്കിന്റെ പുറകുവശത്ത് ബേസിൽ ഗ്രാജുവേഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് റിയർ എൻഡ് ഓഫ് ദ ബേസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് ചോദിച്ചിട്ടുള്ളത് സീറോ ലൈൻ, ഈ പറയുന്ന രീതിയിൽ ബോഡിയിലൂടെ ഒരു സീറോ ലൈൻ ഉണ്ടാവും, സീറോ ലൈൻ ഉണ്ടാവും. ആ സീറോ ലൈൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോഡിയിലാണ്. ഗ്രാജുവേഷൻസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിലാണ്. ഇവിടുത്തെ ചോദ്യം എന്താ, അത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? അത് MM-ലാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. സോ ഓപ്ഷൻ സി ആണ് ഉത്തരം. അതായത് എത്രത്തോളം ഓഫ്സെറ്റ് ചെയ്യുന്നു എന്നുള്ളത് എത്ര MM-ലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, MM-ലാണ് ഉണ്ടാവുക. സോ ശ്രദ്ധിക്കുക, ഗ്രാജുവേഷൻസ് ആർ മാർക്ക്ഡ് ഓൺ ദ ബേസ് ഓഫ് ദ ടെയിൽ സ്റ്റോക്ക്. അതൊരു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ ടെയിൽ സ്റ്റോക്കിനകത്ത് ഗ്രാജുവേഷൻസ് എവിടെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്? അപ്പോൾ ടെയിൽ സ്റ്റോക്കിന്റെ പിറകിലായിട്ട് ബേസിലാണ് അത് മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഓർക്കേണ്ടത് ടെയിൽ സ്റ്റോക്കിൽ ഈ പറയുന്ന ഗ്രാജുവേഷനോടൊപ്പം തന്നെ സീറോ ലൈൻ ഉണ്ട്. സീറോ ലൈനും ഗ്രാജുവേഷനും തമ്മിലായിരിക്കുമല്ലോ നമ്മൾ അത് ഓഫ്സെറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ സീറോ ലൈൻ എവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോഡി ഓഫ് ദ ടെയിൽ സ്റ്റോക്ക് ആണ്. രണ്ടാമത്തെ ചോദ്യം, സീറോ ലൈൻ എവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബോഡി ഓഫ് ദ ടെയിൽ സ്റ്റോക്ക്. ഗ്രാജുവേഷൻസ് എവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ് ഓഫ് ദ ടെയിൽ സ്റ്റോക്ക്. നമ്മളുടെ ചോദ്യം ഈ പറയുന്ന ഗ്രാജുവേഷൻസ് ഏത് യൂണിറ്റിലാണ്? അത് MM-ലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, MM-ൽ. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, മറ്റു ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റാൻഡേർഡ് ടേപ്പർ ഈസ് ഓൾസോ കോൾഡ് സ്ലോ ടേപ്പർ? സ്ലോ ടേപ്പർ എന്നറിയുന്ന സ്റ്റാൻഡേർഡ് ടേപ്പർ ഏതാണ്? സ്ലോ ടേപ്പർ എന്നറിയപ്പെടുന്ന സ്റ്റാൻഡേർഡ് ടേപ്പർ ഏതാണ്? ഓപ്ഷൻ എ മെട്രിക് ടേപ്പർ, ഓപ്ഷൻ ബി മോസ് ടേപ്പർ, ഓപ്ഷൻ സി ജർണോ ടേപ്പർ, ഓപ്ഷൻ ഡി ബ്രൗൺ ആൻഡ് ഷാർപ്പി ടേപ്പർ. ഏതായിരിക്കും സ്ലോ ടേപ്പർ എന്നറിയപ്പെടുന്ന ടേപ്പർ ഏതാ? യെസ്, അംശം വേണ്ട, ഓപ്ഷൻ ബി മോസ് ടേപ്പർ ആണ് കേട്ടോ, മോസ് ടേപ്പർ. സോ മോസ് ടേപ്പർ ആണ് നമ്മൾ സ്ലോ ടേപ്പർ എന്നറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, സെൽഫ് ഹോൾഡിംഗ് ടേപ്പേഴ്സ് ഹാവ് എ ലോ ടേപ്പർ ആംഗിൾ ലിമിറ്റഡ് ടു മാക്സിമം ഓഫ് ഡാഷ്. ഈ പറയുന്ന സെൽഫ് ഹോൾഡിംഗ് ടേപ്പർ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ടേപ്പറാണ്. സെൽഫ് ഹോൾഡിംഗ് ഉണ്ട്, ക്വിക്ക് റിലീസിംഗ് ഉണ്ട്. സെൽഫ് ഹോൾഡിംഗ് ടേപ്പറുകൾ ലോ ടേപ്പർ ആംഗിൾ ആണെങ്കിൽ സ്ലോ ടേപ്പർ എന്നറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ മോസ് ടേപ്പർ എന്ന് പറയുന്നത് സെൽഫ് ഹോൾഡിംഗ് ടേപ്പർ ആണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ സെൽഫ് ഹോൾഡിംഗ് ടേപ്പറുകളിൽ മാക്സിമം ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? 10 ഡിഗ്രി. യെസ്, റൈറ്റ് ആൻസർ ആണ്. അപ് ടു 10 ഡിഗ്രിയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. അപ് ടു 10 ഡിഗ്രി സെൽഫ് ഹോൾഡിംഗ്, 10-ന് മുകളിലേക്ക് പോകുമ്പോൾ അത് ക്വിക്ക് റിലീസിംഗ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പോൾ സെൽഫ് ഹോൾഡിംഗ് ടേപ്പർ ഹാവ് എ ലോ ടേപ്പർ ആംഗിൾ ലിമിറ്റഡ് ടു മാക്സിമം ഓഫ് 10 ഡിഗ്രി. ഓക്കെ, മറ്റു ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ക്വിക്ക് റിലീസ് ടേപ്പർ. ക്വിക്ക് റിലീസ് ടേപ്പറുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ക്വിക്ക് റിലീസിംഗ് ടേപ്പറുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇറ്റ് ഹാസ് ഹയർ ടേപ്പർ ആംഗിൾ. കറക്റ്റ് ആണ്. നേരത്തെ പറഞ്ഞു 10 ഡിഗ്രിക്ക് മുകളിലേക്കാണ് നമ്മൾ ഇത്തരത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഹയർ ടേപ്പർ ആംഗിൾ ആണ്, കറക്റ്റ് ആണ്. 2, റിക്വയർസ് ലോക്കിംഗ് ഡിവൈസ് ഫോർ ഹോൾഡിംഗ്. അല്ലെ, ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോക്കിംഗ് ഡിവൈസസ് കൊടുക്കണം. നമുക്കറിയാം ക്വിക്ക് റിലീസിംഗുമായി ബന്ധപ്പെട്ട് ബ്രൗൺ ആൻഡ് ഷാർപ്പിംഗുമായി ബന്ധപ്പെട്ട് യെസ്, റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ എ 1, 2, 3 അല്ലെ, ഓപ്ഷൻ എ ആണ്. സോ ഇത്തരത്തിൽ ടേപ്പർ റേഷ്യോ 7:24 മെയിൻറ്റെയിൻ ചെയ്യുന്നു, സംശയമൊന്നുമില്ല. ടേപ്പർ റേഷ്യോ 7:24 മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. യൂസ്ഡ് ഇൻ ഡ്രിൽസ് ആൻഡ് റീമേഴ്സ്, അത് മോസ് ടേപ്പർ ആണ്. ഇത് ഡ്രിൽസിലും റീമേഴ്സിലും ഒക്കെ യൂസ് ചെയ്യുന്ന മോസ് ടേപ്പർ ആണ്. ഓക്കെ, ബാക്കി 3ഉം കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ എ 1, 2, 3 ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ക്ലിയർ അല്ലേ? ടേപ്പർ റേഷ്യോ 7:24. ലോക്കിംഗ് ഡിവൈസ് പ്രത്യേകിച്ച് വേണം, കാര്യം അത് സെൽഫ് ഹോൾഡിംഗ് അല്ല, ക്വിക്ക് റിലീസിംഗ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ സെൽഫ് ലോക്കിംഗ് ഡിവൈസസ്, ഫോർ എക്സാമ്പിൾ ഡ്രോ ബോൾട്ടുകളൊക്കെ നമ്മൾ സാധാരണ ബ്രൗൺ ആൻഡ് ഷാർപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ലോക്കിംഗ് ഡിവൈസ് വേണം. പിന്നെ ഹൈ ടേപ്പർ ആംഗിൾ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ആ ഒരു ക്വിക്ക് റിലീസിംഗ് ടേപ്പറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അല്ലെ. ഹൈ ടേപ്പർ ആംഗിൾ ആണ്, ലോക്കിംഗ് ഡിവൈസ് വേണം, ടേപ്പർ ആംഗിൾ മോർ ദാൻ 10 ഡിഗ്രി ആണ്, ടേപ്പർ റേഷ്യോ 7:24 ആണ്. അതാണ് ക്വിക്ക് റിലീസിംഗ് ടേപ്പറുമായി ബന്ധപ്പെട്ട്. ഫോർ എക്സാമ്പിൾ ബ്രൗൺ ആൻഡ് ഷാർപ്പ് ടേപ്പർ. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം, ഫ്ലാറ്റ് ടൈപ്പ് MT ഹാസ് എ ഫോളോയിങ് സ്പെസിഫിക്കേഷൻ. ഫ്ലാറ്റ് ടൈപ്പ് മോസ് ടേപ്പറിനകത്ത് എന്താണ് സ്പെസിഫിക്കേഷൻ? ഡ്രിഫ്റ്റ് ഫോർ റിമൂവൽ, ഡ്രോ ബാർ യൂസ്ഡ് ഫോർ ഹോൾഡിംഗ്, ഹാവ് ത്രെഡഡ് സെക്ഷൻ, നൺ ഓഫ് ദി അബോവ്. ഫ്ലാറ്റ് ടൈപ്പ് മോസ് ടേപ്പറുമായി ബന്ധപ്പെട്ട് ഡ്രിഫ്റ്റ് ഫോർ റിമൂവൽ ഉണ്ടോ, ഡ്രോ ബാർ ഫോർ ഹോൾഡിംഗ് ഉണ്ടോ, ഹാവ് ത്രെഡഡ് സെക്ഷൻ. ഫ്ലാറ്റ് ടൈപ്പ് ആകുമ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അവിടെ ഒന്നും ഒന്നുമില്ല അല്ലെ. സോ അത്തരത്തിൽ
നൺ ഓഫ് ദി എബോവ് ആണ് ഉത്തരമായിട്ട് വരിക. ഇത്തരത്തിലുള്ള യാതൊരുവിധ ഫോർമേഷൻ അവിടെ ഇല്ല. ഫ്ലാറ്റ് ടൈപ്പിനകത്ത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഷാങ്ക് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഫ്ലാറ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ, ഓപ്ഷൻ ഡി. ഇപ്പം പ്രധാനമായിട്ടും മോസ് ടേപ്പറുകൾ സെൽഫ് ഹോൾഡിംഗ് വെറൈറ്റിക്കകത്ത് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ടാങ്ക് എൻഡ് ഉണ്ട്, ത്രെഡഡ് എൻഡ് ഉണ്ട്, ഫ്ലാൻഡ് അല്ലെങ്കിൽ ബ്ലാങ്ക് എൻഡ് ഉണ്ട്. ടാങ്ക് എൻഡ് എന്ന് പറയുമ്പോൾ ഫെസിലിറ്റി റിമൂവൽ വിത്ത് ഡ്രിഫ്റ്റ്, ഇത്തരത്തിലുള്ള ഒരു ടാങ്ക് പോർഷൻ അവിടെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഡ്രിഫ്റ്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ത്രെഡഡ് എൻഡ് എന്ന് പറയുമ്പോൾ അതിന്റെ എൻഡിലായിട്ട് ത്രെഡ്സ് ഫോം ചെയ്തിട്ടുണ്ടാവും, അത് നമുക്ക് കൃത്യമായിട്ട് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഫ്ലാറ്റ് അല്ലെങ്കിൽ ബ്ലാങ്ക് എൻഡ് എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ടാങ്കോ പ്രത്യേകിച്ച് ത്രെഡഡ് സെക്ഷനോ ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കാം. അതുകൊണ്ട് തന്നെ അത് പ്ലെയിൻ ടൈപ്പ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. സോ അതാണ് പ്രധാനപ്പെട്ട 3 ടൈപ്പ് മോസ് ടേപ്പറിന്റെ എൻഡ് പോർഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ അല്ലേ? സംശയമൊന്നും ഇല്ലല്ലോ? ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, ക്വിക്ക് റിലീസ് ബ്രൗൺ ആൻഡ് ഷാർപ്പി ടേപ്പർ ഹാസ് എ ടേപ്പർ ഓഫ്. ബ്രൗൺ ആൻഡ് ഷാർപ്പിക്ക് പ്രധാനമായിട്ടും ക്വിക്ക് റിലീസും ഉണ്ട് സെൽഫ് ഹോൾഡിംഗും ഉണ്ട്, രണ്ടും ഉണ്ട്. അതിനകത്ത് ക്വിക്ക് റിലീസിംഗ് ടൈപ്പിനാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടേപ്പർ എത്രയാണ്? 5/8 ഇഞ്ച് ടേപ്പർ പെർ ഫുട്ട്, 3.5 ടേപ്പർ പെർ ഫുട്ട്, 1/2 ടേപ്പർ പെർ ഫുട്ട്, ബോത്ത് ബി ആൻഡ് സി. ക്വിക്ക് റിലീസിംഗ് ടൈപ്പ് ബ്രൗൺ ആൻഡ് ഷാർപ്പി ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ടേപ്പർ എത്രയാണ്? ടേപ്പർ പെർ ഫുട്ട് എത്രയാണ്? ക്വിക്ക് റിലീസിംഗ് ടൈപ്പ് ബ്രൗൺ ആൻഡ് ഷാർപ്പ് ആണെന്നുണ്ടെങ്കിൽ. ബ്രൗൺ ആൻഡ് ഷാർപ്പ് തന്നെ 2 തരത്തിലുണ്ട് കേട്ടോ, ക്വിക്ക് റിലീസിംഗ് ഉണ്ട്, സെൽഫ് ഹോൾഡിംഗ് ഉണ്ട്. യെസ്, റൈറ്റ് ആൻസർ സി അല്ല, ഓപ്ഷൻ ബി ആണ് ഉത്തരം. 3.5 TPF ആണ് ക്വിക്ക് റിലീസിംഗ് ടൈപ്പ്. 1/2 TPF എന്ന് പറഞ്ഞാൽ അത് സെൽഫ് ഹോൾഡിംഗ് ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ 5/8 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് മോസ് ടേപ്പറിന്റെ TPF ആണ്. മോസ് ടേപ്പറിന്റെ TPF ആണ് 5/8 ഇഞ്ച് എന്ന് പറയുന്നത്. 3.5 TPF എന്ന് പറഞ്ഞാൽ ക്വിക്ക് റിലീസിംഗിന്റെ ബ്രൗൺ ആൻഡ് ഷാർപ്പിയുടെ ആണ്. 1/2 TPF എന്ന് പറയുന്നത് ബ്രൗൺ ആൻഡ് ഷാർപ്പി സെൽഫ് ഹോൾഡിംഗ് ആണ് കേട്ടോ. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. അപ്പോൾ ടേപ്പർ റേഷ്യോ ഫോർ ക്വിക്ക് റിലീസിംഗ് ഈസ് ടേപ്പർ ഹാവിംഗ് ടേപ്പർ ഓഫ് 3.5 TPF. 3.5 TPF ആണ് ഉത്തരമായിട്ട് വരിക. സോ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ക്വിക്ക് റിലീസിംഗ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ബ്രൗൺ ആൻഡ് ഷാർപ്പി 2 തരത്തിലുണ്ട് കേട്ടോ, ക്വിക്ക് റിലീസിംഗും ഉണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഹോൾഡിംഗും അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വിക്ക് റിലീസിംഗിന്റെ ടേപ്പർ റേഷ്യോ ആണ്, ദാറ്റ് ഈസ് ടേപ്പർ പെർ ഫുട്ട് ആണ് 3.5 എന്ന് പറയുന്നത്. സെൽഫ് ഹോൾഡിംഗ് ആകുമ്പോൾ അത് 1/2 യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കാം. മറ്റൊരു ചോദ്യം, ദ ടെയിൽ സ്റ്റോക്ക് ബാരൽ ഹാസ് എൻ ഇന്റേണൽ ടേപ്പർ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റാൻഡേർഡ് ടേപ്പർ ഈസ് പ്രൊവൈഡഡ് ഓൺ ദ ബാരൽ ബോർ. ടെയിൽ സ്റ്റോക്ക് ബാരൽ ഇന്റേണൽ ടേപ്പർ ഉണ്ട്, അപ്പൊ അത് നമുക്ക് ഏത് യൂസ് ചെയ്യാൻ സാധിക്കും? മെട്രിക് ടേപ്പർ, മോസ് ടേപ്പർ, ജർണോ ടേപ്പർ, ബോത്ത് ബി ആൻഡ് സി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഒന്ന് ഓർത്തിരുന്നാൽ മതി, ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ പറയുന്നില്ലെങ്കിൽ തന്നെയും മനസ്സിലാക്കുക, ഈ പറഞ്ഞ മോസ് ടേപ്പറും ജർണോ ടേപ്പറും സെൽഫ് ഹോൾഡിംഗ് ടേപ്പറുകളാണ്. എന്നാൽ നിലവിൽ ഇപ്പോൾ സ്റ്റാൻഡേർഡ് മാനുഫാക്ചേഴ്സ് ഒക്കെ രണ്ടും യൂസ് ചെയ്യാറുണ്ട്. ബോത്ത് ബി ആൻഡ് സി എന്നുള്ള ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ബി ആൻഡ് സി കൊടുക്കാം. അതല്ല മറ്റൊരു ജർണോ ടേപ്പർ മോസ് ടേപ്പറും ഉണ്ട്. അപ്പോൾ പ്രിഫറബിൾ ആയിട്ടുള്ളത് മോസ് ടേപ്പർ തന്നെയാണ്. രണ്ടും ബോത്ത് ബി ആൻഡ് സി എന്നുള്ള ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി തന്നെ കൊടുക്കാം. ഓപ്ഷൻ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ, എന്നാൽ ഓപ്ഷനിൽ മോസ് ടേപ്പറും ജർണോ ടേപ്പറും ഉണ്ട്, പക്ഷെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് മറ്റൊരു ടേപ്പർ ആണെന്നിരിക്കട്ടെ, BS ടേപ്പർ ആണെന്നിരിക്കട്ടെ, ബ്രൗൺ ആൻഡ് ഷാർപ്പി ആണെന്നിരിക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോസ് ടേപ്പർ തന്നെ കൊടുക്കാം. രണ്ടും ഉണ്ട് എന്നുള്ള ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പ്രിഫർ ചെയ്യാം. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. സാധാരണഗതിയിൽ രണ്ടും സെൽഫ് ഹോൾഡിംഗ് ടേപ്പറാണ്. ജർണോ ടേപ്പർ ആയാലും മോസ് ടേപ്പർ ആയാലും 1:20 മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു സെൽഫ് ഹോൾഡിംഗ് ടേപ്പർ തന്നെയാണ്. നിലവിൽ മാനുഫാക്ചേഴ്സ് ഒക്കെ ഓരോ ഡിസൈൻ കൺസിഡറേഷൻ, ഓരോ കമ്പനി അനുസരിച്ച് ചിലപ്പോൾ മോസ് ടേപ്പറും ജർണോ ടേപ്പറും കൊടുക്കാറുണ്ട്. പിന്നെ അത് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പക്ഷേ ഈ പറയുന്ന ഓപ്ഷനകത്ത് ബി ആൻഡ് സി എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഈ പറഞ്ഞതിൽ ഓരോന്നോരോന്നേ ഉള്ളെന്നുണ്ടെങ്കിൽ അവിടെ മോസ് ടേപ്പർ തന്നെ പ്രിഫർ ചെയ്യാം. ബോത്ത് ബി ആൻഡ് സി അല്ലെങ്കിൽ രണ്ടും ഉണ്ടെന്നുള്ളൊരു ഓപ്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക കേട്ടോ. മറ്റേ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റാൻഡേർഡ് ടേപ്പർ അവൈലബിൾ ഓൺലി ഇൻ സെൽഫ് ഹോൾഡിംഗ്? സെൽഫ് ഹോൾഡിംഗിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ടൈപ്പ് ഏതാണ്? ഓപ്ഷൻ എ പിൻ ടേപ്പർ, ഓപ്ഷൻ ബി മോസ് ടേപ്പർ, ഓപ്ഷൻ സി ജർണോ ടേപ്പർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. സെൽഫ് ഹോൾഡിംഗിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളത് ഏതായിരിക്കും? ബിനീഷ്? ഓപ്ഷൻ ബി മോസ് ടേപ്പർ. റൈറ്റ് ആൻസർ ആണ്. മോസ് ടേപ്പറും ഉണ്ട്, ജർണോ ടേപ്പറും ഉണ്ട്, പിൻ ടേപ്പറും ഉണ്ട്. അപ്പൊ ഇതൊക്കെ സെൽഫ് ഹോൾഡിംഗിനകത്ത് വരുന്ന, സെൽഫ് ഹോൾഡിംഗ് മാത്രമേ ഉള്ളൂ. എന്നാൽ ബ്രൗൺ ആൻഡ് ഷാർപ്പി, മെട്രിക് ടേപ്പർ ഉണ്ടല്ലോ, മെട്രിക് ടേപ്പർ ഒക്കെ നമുക്ക് സെൽഫ് ഹോൾഡിങ്ങും അതുപോലെ തന്നെ ക്വിക്ക് റിലീസിംഗും നമുക്ക് രണ്ടും കിട്ടും, രണ്ടും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ
ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പിൻ ടേപ്പർ ആയിക്കോട്ടെ, മോസ് ടേപ്പർ ആയിക്കോട്ടെ, ജെർണോ ടേപ്പർ ആയിക്കോട്ടെ, ഒക്കെ എന്താണ് ഈ പറയുന്ന എല്ലാം സെൽഫ് ഹോൾഡിംഗിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ടൈപ്പ് ആണ്. ഓക്കെ, ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, ഫോർ ടേണിംഗ് എ ലെങ്തി ടേപ്പർ വിത്ത് എ സ്മോൾ ടേപ്പർ ആംഗിൾ, വളരെ ലെങ്തി ആയിട്ടുള്ള വർക്ക് പീസിനകത്ത് വളരെ ചെറിയ ടേപ്പർ കൊടുത്തിരിക്കട്ടെ. അപ്പോൾ അത് ഏത് മെത്തേഡ് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക? ഏതായിരിക്കും? ഫോർ ടേണിംഗ് ലെങ്തി ടേപ്പർ വിത്ത് സ്മോൾ ടേപ്പർ ആംഗിൾ, ഓഫ്സെറ്റ്, ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ്, ഫോം ടൂൾ മെത്തേഡ്, സ്വീലിംഗ് ദ കോമ്പൗണ്ട് ട്രസ്റ്റ്, കമ്പൈൻഡ് ഫീഡ് മെത്തേഡ്, ഏതായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. യെസ്, റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ എ, ഓഫ്സെറ്റിംഗ് ദ ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റിംഗ് മെത്തേഡ്. ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റിംഗ് മെത്തേഡ്. അപ്പോൾ ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റിംഗ് മെത്തേഡിനകത്ത് നമുക്ക് ലെങ്തി ആയിട്ടുള്ള ടേപ്പർ അല്ലെ സ്മോൾ ടേപ്പർ ആംഗിൾ, ലെങ്തി ആയിട്ടുള്ള വളരെ നീളത്തിലുള്ള വർക്ക് പീസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെന്റർ ഈസ് സ്യൂട്ടബിൾ വൈൽ കട്ടിംഗ് ടേപ്പർ ബൈ സെറ്റ് ഓവർ മെത്തേഡ്? മറ്റൊരു ചോദ്യമാണ്. ഇതിപ്പോ രണ്ടിലും ചോദിക്കാം. നമ്മൾ തൊട്ട് മുന്നേ കണ്ട സെന്റേഴ്സിനും ചോദിക്കാം, ടേപ്പർ ടേണിംഗിലും ചോദിക്കാം. ഉത്തരം എന്താ? യെസ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെന്റർ ഈസ് സ്യൂട്ടബിൾ ഫോർ കട്ടിംഗ് സെറ്റ് ഓവർ മെത്തേഡിന് ഏത് സെന്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? യെസ്, റൈറ്റ് ആൻസർ ബോൾ സെന്റർ. സംശയമൊന്നുമില്ല, നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ. ദ ടേപ്പർ പ്രൊവൈഡഡ് ഓൺ ദ നോസ് ഓഫ് ദ ടെയിൽ സ്റ്റോക്ക് ബാരൽ, ടെയിൽ സ്റ്റോക്ക് ബാരലിൽ നമ്മൾ കൊടുക്കുന്ന ടേപ്പർ ഏതായിരിക്കും? ഈ ഒരു ചോദ്യം ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോൾ ഏതായിരിക്കും ഉത്തരം വരിക? ടെയിൽ സ്റ്റോക്ക് ബാരലിൽ കൊടുക്കുന്ന, യെസ്, സംശയമൊന്നും വേണ്ട, മോസ് ടേപ്പർ. അപ്പൊ മോസ് ടേപ്പറും ജെർണോയും ഉണ്ട്, പക്ഷെ മോസ് ടേപ്പർ പ്രിഫർ ചെയ്യാം. മോസ് ടേപ്പർ, യെസ്, റൈറ്റ് ആൻസർ ആണ് മോസ് ടേപ്പർ. മറ്റു ചോദ്യം ശ്രദ്ധിച്ചേ, റേക്ക് ആംഗിൾ ഈസ് നോട്ട് പ്രൊവൈഡഡ് ഓൺ ഫോം ടൂൾ. ഒന്നാമത്തെ പോയിന്റ് ഓർത്തിരിക്കേണ്ടത്, റേക്ക് ആംഗിൾ ഈസ് നോട്ട് പ്രൊവൈഡഡ് ഓൺ ഫോം ടൂൾ. നമ്മൾ ഈ പറഞ്ഞ ഫോം ടൂളിന്റെ സഹായത്തോടു കൂടി ടേപ്പർ ടേണിംഗ് ചെയ്യുമല്ലോ, ടേപ്പർ ടേണിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോം ടൂൾ. ഈ ഫോം ടൂളിന്റെ സമയത്ത്, ഫോം ടൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഫോം ടൂളിന് എന്തില്ല? റേക്ക് ആംഗിൾ കൊടുക്കാറില്ല. അപ്പൊ ഓർത്തിരിക്കുക, ഫോം ടൂളിൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടേപ്പർ ടേണിംഗിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോം ടൂളിന് എന്ത് കൊടുക്കാറില്ല? റേക്ക് ആംഗിൾ കൊടുക്കാറില്ല. ഇവിടുത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുകൊണ്ട് കൊടുക്കാറില്ല എന്നുള്ളതാണ്. റീസൺ ഫോർ ദിസ്, ഒരു പോയിന്റ് ഓർത്തിരിക്കേണ്ടത്, റേക്ക് ആംഗിൾ ഈസ് നോട്ട് പ്രൊവൈഡഡ് ഓൺ എ ഫോം ടൂൾ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസ് ടേപ്പർ. ടേപ്പർ പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫോം ടൂളുകളിൽ എന്ത് കൊടുക്കാറില്ല? റേക്ക് ആംഗിളുകൾ കൊടുക്കാറില്ല. എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഓപ്ഷൻ എ പറയുന്നത് റെഡ്യൂസ് ദ ഗ്രൈൻഡിംഗ് ടൈം ഓഫ് ടൂൾ, ഓപ്ഷൻ ബി റെഡ്യൂസ് ദ വേസ്റ്റേജ് ഓഫ് ടൂൾ മെറ്റീരിയൽ, ഓപ്ഷൻ സി ടേപ്പർ ആംഗിൾ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ റീഷാർപ്പനിങ്, ഓപ്ഷൻ ഡി ഫോർ ടൂൾ ടു ഹാവ് എ ലാർജ് വെഡ്ജ് ആംഗിൾ. ഏതായിരിക്കും? യെസ്, റൈറ്റ് ആൻസർ ആണ് ബിനീഷ്. ടേപ്പർ ആംഗിൾ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ റീഷാർപ്പനിങ് അല്ലെ. ഇത്തരത്തിൽ നമ്മൾ റേക്ക് ആംഗിൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷാർപ്പൻ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കാറുണ്ട്? ടേപ്പർ ആംഗിളുകൾ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റേക്ക് ആംഗിൾ കൊടുക്കാറില്ല. ശ്രദ്ധിക്കുക, ഫോം ടൂളിൽ ഇപ്പൊ നമ്മൾ ടേപ്പർ ടേണിംഗ് മെത്തേഡ് യൂസിങ് ഫോം ടൂൾ ഒരു മെത്തേഡാണ്. ഓക്കെ, അതിൽ നമ്മൾ കൊടുക്കുന്ന ടൂൾ ഏത് ഷേപ്പാണോ അതനുസരിച്ചായിരിക്കും കൊടുക്കുന്നുണ്ടാവാം. അപ്പൊ ചെറിയ മാക്സിമം 20 mm വരെ അല്ലെങ്കിൽ 2 cm വരെയുള്ള ചെറിയ ടേപ്പറുകൾക്കാണ് നമ്മൾ ഇത്തരത്തിൽ ഫോം ടൂൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ റേക്ക് ആംഗിൾ കൊടുക്കാറില്ല കേട്ടോ. ഓക്കെ, ഫൈൻ. ഇറ്റ്സ് നോട്ട് അല്ലെ, ഇത്തരത്തിൽ ടൂൾ ജോമെട്രിക്ക് ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് ഒഴിവാക്കുന്നു. മറ്റു ചോദ്യം, പവർ ഫീഡ് ഈസ് നോട്ട് പോസിബിൾ ഇൻ കോമ്പൗണ്ട് സ്ലൈഡ്. കോമ്പൗണ്ട് സ്ലൈഡ് മെത്തേഡിൽ പവർ ഫീഡ് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിഫക്ട് ക്യാൻ ബി നോട്ടീസബിൾ ഓൺ ദ ടേപ്പേർഡ് വർക്ക് ഫേസ് ഡ്യൂ ടു എബോ റീസൺ. നമുക്കറിയാം, സാധാരണ നമ്മൾ ലാബുകളിലൊക്കെ ചെയ്യുന്നത് സ്വീലിംഗ് ദ കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ നമുക്കറിയാം ആ കോമ്പൗണ്ട് സ്ലൈഡ് മൂവ് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ കൈകൊണ്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് അവിടെ പവർ ഫീഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ പവർ ഫീഡ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ വർക്ക് പീസിനകത്ത് എന്ത് സംഭവിക്കും? ഓപ്ഷൻ എ ചാറ്റേഴ്സ്, ഓപ്ഷൻ ബി പുവർ സർഫസ് ഫിനിഷ്, ഓപ്ഷൻ സി ടേപ്പർ ആംഗിൾ മോർ ദാൻ സെറ്റ്, ഓപ്ഷൻ ഡി, യെസ്, റൈറ്റ് ആൻസർ ആണ് പുവർ സർഫസ് ഫിനിഷ്. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഒന്ന്, കോമ്പൗണ്ട് സ്ലൈഡ് മെത്തേഡിനകത്ത് പവർ ഫീഡ് പോസിബിൾ അല്ല. ഓക്കെ, രണ്ട്, ആ പവർ ഫീഡ് പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ സർഫസ് ഫിനിഷ് മോശമായിരിക്കും. പുവർ സർഫസ് ഫിനിഷ് ആണ് ഉത്തരം. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം, ഹാഫ് ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് മോസ് ടേപ്പർ. ഹാഫ് ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് മോസ് ടേപ്പർ. മോസ് ടേപ്പറിലെ ഹാഫ് ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? 1 ഡിഗ്രി 29 മിനിറ്റ്, 3 ഡിഗ്രി 29 മിനിറ്റ്, 2 ഡിഗ്രി 58 മിനിറ്റ്, 3 ഡിഗ്രി 15 മിനിറ്റ്. യെസ്, 1 ഡിഗ്രി 29 മിനിറ്റ്. നമുക്കറിയാം മോസ് ടേപ്പറിന്റെ അപ്രോക്സിമേറ്റ് ഇൻക്ലൂഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 3 ഡിഗ്രിയാണ്.
അപ്പോൾ 3 ഡിഗ്രിനെ നമുക്ക് 3 ഡിഗ്രിയുടെ പകുതി എന്ന് പറയുമ്പോൾ 1.5 ഡിഗ്രി. അപ്പോൾ 1.5 ഡിഗ്രി എന്ന് പറയുമ്പോൾ 1 മിനിറ്റ് 21, അതായത് അര ഡിഗ്രി എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ്. 30 മിനിറ്റ് ആണ്. അതായത് 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അര എന്ന് പറയുമ്പോൾ 29 മിനിറ്റ് ആണ്. അപ്പൊ 1 ഡിഗ്രി 29 മിനിറ്റ് ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. മറ്റു ചോദ്യം, ടേപ്പർ റേഷ്യോ ഓഫ് മോസ്റ്റ് ടേപ്പറിന്റെ ടേപ്പർ റേഷ്യോ 1:10, 1:15, 1:20, 1:25. യെസ്, റൈറ്റ് ആൻസർ 1:20 അല്ല, 1:20 ആണ്. മോസ്റ്റ് ടേപ്പർ ആയിക്കോട്ടെ, ജർണോ ടേപ്പർ ആയിക്കോട്ടെ 1:20 ആണ്. 1:20 ആണ്. ഓക്കെ, മറ്റു ചോദ്യം, the form tool method of turning taper is suitable for. Form tool method suitable ആയിട്ടുള്ളത് എവിടെയാണ്? Lengthy job with slow taper അല്ല, any length of work അല്ല, very short and slow angle അത് കറക്റ്റ് ആണ്. Right at any angle കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓപ്ഷൻ സി, വെരി ഷോർട്ട് ആൻഡ് സ്ലോ ആംഗിൾ. വളരെ ഷോർട്ട്. അപ്പൊ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 2 സെന്റിമീറ്റർ. 2 സെന്റിമീറ്റർ വരെയുള്ള വളരെ ചെറിയ ആംഗിളിലൊക്കെയാണ് നമ്മൾ സാധാരണ ടേപ്പർ ടേണിംഗ് മെത്തേഡുകൾ, ഫോം ടൂൾ മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. മറ്റു ചോദ്യം, റേഷ്യോ ബിറ്റ്വീൻ ഡിഫറൻസ് ഇൻ ഡയമീറ്റർ ഓഫ് ദ ടേപ്പർ ആൻഡ് ഇറ്റ്സ് ലെങ്ത്. റേഷ്യോ ബിറ്റ്വീൻ ഡിഫറൻസ് ഇൻ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി സ്മോൾ ഡി divided by length. Ratio between d minus d divided by l is called a dash. Concentricity, conicity, both A and B, none of the above. Yes, conicity K. അപ്പോൾ ഇത് നമ്മൾ എന്താ K എന്ന് വിളിക്കുന്നത് അല്ലേ? K is equal to d minus d divided by small l എന്നുള്ളത് ഓർത്തിരിക്കുക. യെസ്, റൈറ്റ് ആൻസർ ആണ്. മറ്റേ ചോദ്യത്തിലേക്ക് വരാം. The taper is expressed as 5 mm per minute. The length of the workpiece is 600 mm. The big diameter is given as 75 mm. Find out the small diameter. ഒന്ന് ചെയ്ത് നോക്കിയേ, സമയം ഒന്ന് ചെയ്ത് നോക്കി, ചെയ്യാൻ പറ്റും നോക്കി. പ്രോബ്ലംസ് വരാറുണ്ട്, കാൽക്കുലേഷൻ എടുത്ത് പറയുന്നുണ്ട്. ടേപ്പർ ടേണിംഗ് മെത്തേഡുമായി ബന്ധപ്പെട്ട് കാൽക്കുലേഷൻ വരും. 1, 2, 3, 4 പ്രോബ്ലംസ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ പ്രോബ്ലംസ് ചെയ്യാണ്ട് പറ്റൂല. ടേപ്പർ എക്സ്പ്രസ്ഡ് ആസ് 5 mm per minute. Length of workpiece length. Big diameter 75 mm. സ്മോൾ ഡയമീറ്റർ കണ്ടുപിടിക്കണം. എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? ഇവിടെ എക്സ്പ്രസ് തന്നിട്ടുണ്ടല്ലേ, 5 mm per മീറ്റർ ആണ്. ഓരോ മീറ്ററിലും 5 mm ആണ് വേരിയേഷൻ വരുന്നുണ്ടാവുക. ഓരോ എംഎമ്മിലും ഓരോ മീറ്ററിലും 5 mm വേരിയേഷൻ ആണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ലെങ്തിനകത്ത് എത്രത്തോളം വേരിയേഷൻ വരുന്നുണ്ടാകും? എങ്ങനെ കണ്ടുപിടിക്കാം? മൊത്തം ടോട്ടൽ വർക്ക് പീസ് ലെങ്ത് 600 mm ആണ്. 600 mm. ഓരോ ഈ പറഞ്ഞ ഓരോ 600 mm പറഞ്ഞതിൽ 60 മീറ്റർ, സോറി, ഇത്തരത്തിൽ എംഎമ്മിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റാം. 0.6 മീറ്റർ. 0.6 മീറ്റർ. കാര്യം പറഞ്ഞതിൽ മീറ്ററിലേക്ക് മാറ്റാം. പെർ മീറ്റർ അല്ലേ, എം പെർ മീറ്റർ അല്ലേ പറയുന്നത്. അപ്പോൾ ലെങ്ത് മീറ്ററിലേക്ക് മാറ്റുക. യെസ്, കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ലെങ്ത് മീറ്ററിലേക്ക് മാറ്റുക. ചെയ്യാൻ പറ്റുന്നുണ്ടോ? ലെങ്ത് മീറ്ററിലേക്ക് മാറ്റുക. മാറ്റിയിട്ട് 5 mm per മീറ്റർ ആണ്. അപ്പൊ എത്ര എണ്ണം കുറയുന്നുണ്ടാവും അവിടെ? ഓക്കെ, ശ്രദ്ധിച്ചേ, അവിടെ 5 mm per മീറ്റർ ആണ്. 600 mm 0.6 മീറ്ററിലേക്ക് മാറ്റി. ഡയമീറ്റർ തന്നിട്ടുണ്ട് 75. കണ്ടുപിടിക്കേണ്ട സ്മോൾ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ദാറ്റ് ഈസ് ഡയമീറ്റർ റിഡക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടേപ്പർ റേറ്റ് ഇൻറ്റു ലെങ്ത് ആണ്. ടേപ്പർ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 5 ഇൻറ്റു കറസ്പോണ്ടിങ് 0.6 കൊടുക്കുക. അപ്പൊ നമുക്ക് പറയാം അവിടെ 3 mm ആണ് അവിടെ വേരിയേഷൻ വരുന്നുണ്ടാവുക. 3 mm ആണ് വേരിയേഷൻ വരുന്നുണ്ടാവുക. ഈ 3 mm നമുക്ക് ചെറിയ ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. വലിയ ഡയമീറ്റർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറിയ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ 75 ന് 3 കുറച്ചാൽ മതി. അപ്പൊ 72 കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അനീഷ് ഓക്കെ ആണ്. ദിനീഷ് ഓക്കെ അല്ലേ? ദിനീഷ്, എല്ലാവർക്കും ഓക്കെ അല്ലേ? എങ്ങനെ ചെയ്തു എന്നുള്ള മനസ്സിലായില്ലേ? അതായത് ഈ പറഞ്ഞ ടേപ്പർ വ്യത്യാസം വരുന്നത് ദാറ്റ് ഈസ് 5 mm per മീറ്റർ ആണ്. ഒരു മീറ്ററിൽ 5 mm വേരിയേഷൻ വരുന്നുണ്ട്.
അപ്പം 0.6 മീറ്റർ ആകുമ്പോൾ ഈ പറഞ്ഞ 5 × 0.6 കൊടുക്കുന്ന സമയത്ത് നമുക്ക് 3 mm ആണ് വേരിയേഷൻ. ആ 3 mm നമ്മൾ എവിടെ നിന്ന് കുറയ്ക്കണം? 75 കുറച്ചാൽ മതി. അപ്പോൾ 72 കിട്ടും. സോ അത്രേ ഉള്ളൂ. ഒരു ചോദ്യം. ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് ടേപ്പർ ഫോർ എ ലെങ്ത് ഓഫ് 100 mm, ക്യാപിറ്റൽ ഡി 90 mm, സ്മോൾ ഡി 80 mm. എമൗണ്ട് ഓഫ് ടേപ്പർ. Find the amount of taper for a length of 100 mm. Length of 100 mm. Capital D 90 mm. Small d 80 mm. K is equal to 90 minus 80 divided by 100. അപ്പോൾ എത്ര വരും? 90 ഭാഗം 10 അല്ലേ? 10 divided by 100. അപ്പോൾ 1/100. That is 1:10. 1:10. ഇവിടെ ഉണ്ടോ 1:10? ഓപ്ഷൻ ഏതാ ഉത്തരം വരിക? A, B, C, D. ഏതായിരിക്കും ഉത്തരം? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്ത് നോക്കണേ. കൂടെ ചെയ്തു വരിക കേട്ടോ. കൂടെ ചെയ്തു വരിക. കിട്ടുന്നുണ്ടോ? ഓപ്ഷൻ ഏതായിരിക്കും ഉത്തരം വരിക? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബിനീഷ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണോ ബിനീഷ്? ഒന്ന് ശ്രദ്ധിച്ചേ. 1:10 ആണ്. 1:10 എന്ന് പറഞ്ഞാൽ 10:1 രണ്ടല്ലേ? 10/1 1/10 വ്യത്യാസമല്ലേ? അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ അത് തന്നെ കൊടുത്തിട്ടുണ്ട്. അയ്യോ, അപ്പൊ ഇവിടെ നോക്കേ 1:10 ആണ്. 1:10 പകരം നമുക്ക് വേണമെങ്കിൽ 2:20 കൊടുത്തൂടെ? 3:30 കൊടുത്തൂടെ? അതെല്ലാം ഈ പറഞ്ഞ റേഷ്യോ നോക്കുന്ന സമയത്ത് 1:10 തന്നെ വരത്തില്ലേ? 3/30 എന്ന് പറയുന്നത് 1/10 തന്നെയല്ലേ? 2/20 എന്ന് പറയുന്നത് 1/10 തന്നെയല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവിടെ ഉത്തരം 2:20 ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ അത് വിട്ടുകളയരുത്. ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യാം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ശ്രദ്ധിച്ച് ചെയ്യാം. ഇതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് ശരിയാക്കാം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ടേപ്പർ എമൗണ്ട് കണ്ടുപിടിച്ചു. ബേസിക് ഇക്വേഷൻ D minus small d divided by L is equal to K. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യാപിറ്റൽ ഡി നമുക്ക് തന്നിട്ടുണ്ട്, സ്മോൾ ഡി തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/10 ആണ്. 1/10 എന്ന് പറഞ്ഞ റേഷ്യോ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. 10:1 അല്ല ഉത്തരം. അത് തെറ്റാണ്. 1/10 പകരം വേണമെങ്കിൽ നമുക്ക് 2/20 കൊടുക്കാം, അല്ലെങ്കിൽ 3/30 കൊടുക്കാം. അപ്പൊ എനിവേ റേഷ്യോ 1/10 വരണം. അപ്പൊ ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കും. മറ്റൊരു ചോദ്യം. ഓക്കെ ഫൈൻ. 1:10 അല്ലെങ്കിൽ 2:20. The standard number of most taper size available. Most taper size MT0 to MT7. അപ്പൊ എത്ര സൈസ് ഉണ്ട്? അല്ല, MT. ഓക്കെ, യെസ്. ഓപ്ഷൻ 7 മൊത്തത്തിൽ 7 സൈസേ ഉള്ളോ? മോസ്റ്റ് പേപ്പർ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദ്യം വന്നാൽ എത്ര ഉത്തരം വരിക? യെസ്, റൈറ്റ് ആൻസർ 8 എണ്ണമാണ് കേട്ടോ. വെട്ടുകളയരുതെന്നും. അപ്പൊ മൊത്തത്തിൽ 8 എണ്ണമാണ് ഉള്ളത് കേട്ടോ. മോസ്റ്റ് പേപ്പർ 8 എണ്ണം. മറ്റു ചോദ്യം. ബ്രൗൺ ആൻഡ് ഷാർപ്പി ടേപ്പർ അവൈലബിൾ ഇൻ സീരീസ് ഓഫ് സൈസ്. ബ്രൗൺ ആൻഡ് ഷാർപ്പി എത്ര എണ്ണം ഉണ്ട്? സൈസ് എത്രയാണ്? റേഞ്ച് എത്രയാണ്? ബ്രൗൺ ആൻഡ് ഷാർപ്പി ആകുമ്പോൾ 0 to 18 ആണോ? 1 to 18 ആണോ? ബ്രൗൺ ആൻഡ് ഷാർപ്പി എന്ന് പറയുമ്പോൾ 1 to 18 ആണ് കേട്ടോ. 1 to 18 18 എണ്ണം ഉണ്ട്. 18 എണ്ണം ഉണ്ട്. മോസ്റ്റ് പേപ്പർ MT0 to MT7 ആണ്. 8 എണ്ണം ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം. 1 to 18 ആണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ബ്രൗൺ ആൻഡ് ഷാർപ്പി റേഞ്ച് വരുന്നത്. ഓക്കെ ഫൈൻ. മറ്റു ചോദ്യം ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് പേപ്പർ ഈസ് ഫൗണ്ട് ഇൻ ഡ്രിൽ പ്രസ് അപ് ടു 1/2 inch കപ്പാസിറ്റി. മോസ്റ്റ് പേപ്പർ ഈസ് ഫൗണ്ട് ഇൻ ഡ്രിൽ പ്രസസ് അപ് ടു 1/2 inch കപ്പാസിറ്റി. യെസ്, MT2 ആണ്. MT2 ആണ്. അപ്പോൾ ഓർത്തിതാ മതി MT2. അത് തന്നെ ഓർത്തിരിക്കാം. മറ്റു ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈസസ് ഓഫ് ബ്രൗൺ ആൻഡ് ഷാർപ്പി ടേപ്പർ ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ്? ബ്രൗൺ ആൻഡ് ഷാർപ്പി ടേപ്പർ മോസ്റ്റ് കോമൺലി യൂസ് ആയിരിക്കുന്നത് ഏതാണ്? 5, 7, 9, 7, 9, 11, 9, 11, 15, 11, 13, 15.
യെസ് 7, 9, 11 എന്ന് പറയുന്നതാണ് മോസ്റ്റ് കോമൺ യൂസ് ചെയ്യുന്നതാണ് ഓർത്തിരിക്കുക. അത് ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട്. 7, 9, 11 എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ടേപ്പർ കോമൺ യൂസ് ചെയ്യുന്നത് അല്ലെ. ബ്രൗൺ ആൻഡ് ഷാർപ്പിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് 7, 9, 11 ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ടേപ്പർ ഇസ് യൂസ് ടു ഡ്രിൽ ആൻഡ് റീമർ? ഡ്രില്ലുകളിലും റീമറുകളിലും നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടേപ്പർ ഏതാണ്? മോസ്റ്റ് ടേപ്പർ, ബ്രൗൺ ആൻഡ് ഷാർപ്പി, ജെർണോ ടേപ്പർ, സ്റ്റാൻഡേർഡ് ടേപ്പർ. പിന്നെ സംശയം വേണ്ട, മോസ്റ്റ് ടേപ്പർ ആണ് ഉത്തരം. ഉത്തരം എ, മോസ്റ്റ് ടേപ്പർ ആണ്. മറ്റു ചോദ്യം, ടോട്ടൽ നമ്പർ ഓഫ് സൈസ് അവൈലബിൾ ഇൻ ജെർണോ ടേപ്പർ. ജെർണോ ടേപ്പറിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എത്രയാണ്? മോസ്റ്റ് ടേപ്പർ 8, ബ്രൗൺ ആൻഡ് ഷാർപ്പി 18, 1 മുതൽ 18. ജെർണോ ടേപ്പറിൽ എത്ര സൈസ് ഉണ്ട്? യെസ്, കറക്റ്റ് ആണ്, 20. 1:20 തന്നെയാണ് അതിന്റെ ടേപ്പർ റേഷ്യോ. സോ ഓപ്ഷൻ സി 20 ആണ്. അപ്പോൾ ജെർണോ ടേപ്പർ സെൽഫ് ഹോൾഡിംഗ് ടേപ്പർ ആണെന്നുള്ളത് ഓൾറെഡി കണ്ടു. അതുപോലെ തന്നെ എന്താണ് അവൈലബിൾ സൈസ് 20 ആണ്. നമ്പർ 1 to 20 സൈസ് അവൈലബിൾ ആണ്. ടേപ്പർ പെർ ഫുട്ട് എന്ന് പറയുന്നത് TPF 0.6 ഇഞ്ച് ആണ്. റേഷ്യോ 1:20 ആണ്. ഇത്രയും പോയിന്റുകൾ ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പേപ്പേഴ്സ് ഹാസ് ബീൻ അഡോപ്റ്റഡ് ബൈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ആസ് ISO 296? ISO 296 എന്ന് പറയുന്ന പേപ്പർ ഏതാണ്? മോസ്റ്റ് പേപ്പർ, ബ്രൗൺ ആൻഡ് ഷാർപ്പ്, ജെർണോ, സ്റ്റാൻഡേർഡ് പേപ്പർ പിൻ. ISO 296 അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ സ്റ്റാൻഡർഡൈസേഷൻ വെച്ചിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്ന പേപ്പർ ഏതാണ്? യെസ്, റൈറ്റ് ആൻസർ ആണ് മോസ്റ്റ് പേപ്പർ. മോസ്റ്റ് പേപ്പർ ആണ് സ്റ്റാൻഡേർഡ് പേപ്പർ കേട്ടോ. മറ്റൊരു ചോദ്യം, മോസ്റ്റ് പേപ്പർ ആർ സെൽഫ് ഹോൾഡിംഗ് വെറൈറ്റി ക്യാൻ ഹാവ് 3 ടൈപ്സ് ഓഫ് എൻഡ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് അമംഗ് 3? നമ്മൾ ഓൾറെഡി 3 ടൈപ്പ് എൻഡുകൾ കണ്ടിരുന്നു മോസ്റ്റ് പേപ്പറുമായി ബന്ധപ്പെട്ട്. അതിനകത്ത് ഇല്ലാത്ത ടൈപ്പ് ഏതാണ്? ഓപ്ഷൻ എ ടാങ്ക് ടൈപ്പ്, ഓപ്ഷൻ ബി ത്രെഡഡ്, ഓപ്ഷൻ സി ഫ്ലാറ്റ്, ഓപ്ഷൻ ഡി സ്പ്ലൈൻഡ്. യെസ്, ഓപ്ഷൻ ഡി സ്പ്ലൈൻഡ് ആണ് ഉത്തരം. സ്പ്ലൈൻഡ് നമ്മൾ കണ്ടില്ല അല്ലെ. ഓക്കെ, അങ്ങനെ ഒരു സാധനം ഇല്ല. ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, ദ സ്മോൾ ഡയമീറ്റർ ഓഫ് ദ ജെർണോ ടേപ്പർ ക്യാൻ ബി ഫൗണ്ട് ബൈ ഇക്വേഷൻ. സ്മോൾ ഡയമീറ്റർ ഓഫ് ജെർണോ ടേപ്പർ, സ്മോൾ ഡയമീറ്റർ ഓഫ് ജെർണോ ടേപ്പർ, ഡി, ക്യാപിറ്റൽ ഡി, എൽ. ഈ സ്മോൾ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ എന്താണ്? നമ്പർ ഡിവൈഡ് ബൈ 8, നമ്പർ ഡിവൈഡ് ബൈ 2, നമ്പർ ഡിവൈഡ് ബൈ 10, നമ്പർ ഡിവൈഡ് ബൈ 5. സോ സ്മോൾ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്പർ ഡിവൈഡ് ബൈ 10 ആണ്. ലാർജ് ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്പർ ഡിവൈഡ് ബൈ 8 ആണ്. ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്പർ ഡിവൈഡ് ബൈ 2 ആണ്. സോ ഇത് മൂന്നും ഓർത്തിരിക്കാം. സോ ഓപ്ഷൻ ബിഗ് ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള നമ്പർ ഡിവൈഡ് ബൈ 10, 8. സ്മോൾ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ നമ്പർ ഡിവൈഡ് ബൈ 10. ലെങ്ത് ഓഫ് ദ ടേപ്പർ കണ്ടുപിടിക്കാൻ നമ്പർ ഡിവൈഡ് ബൈ 2. ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ 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 ഓക്കെ. അപ്പൊ അത് ഓർത്തിരിക്കാം കേട്ടോ. നമ്പർ ഡിവൈഡ് ബൈ 2, നമ്പർ ഡിവൈഡ് ബൈ 10, നമ്പർ ഡിവൈഡ് ബൈ 8. The rate of taper on a standard key and keyway taper. Standard key അല്ലെങ്കിൽ keyway taperൽ 1:50, 1:100, 1:20, 1:24. യെസ്, 1:100. 1:100 ആണ്. 1:100 ആണ് നമ്മുടെ യെസ് റൈറ്റ് ആൻസർ ആണ്. അപ്പോൾ ടേപ്പർ പിന്നുകളാണെങ്കിൽ 1:2, ടേപ്പർ പിന്നാണെന്നെങ്കിൽ 1:50. ജെർണോ ടേപ്പർ, മോസ്റ്റ് ടേപ്പർ 1:24, സോറി 1:20 അല്ലേ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതാണ് 1:100 ആണ് നമ്മുടെ കീവേ ടേപ്പറുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേപ്പർ ഈസ് ബീൻ അഡോപ്റ്റഡ് ആർബർ ഓഫ് എ മില്ലിംഗ് മെഷീൻ? മില്ലിംഗ് മെഷീന്റെ ആർബറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേപ്പർ ഏതാണ്? ആർബർ ഓഫ് എ മില്ലിംഗ് മെഷീൻ. യെസ്, ബ്രൗൺ ആൻഡ് ഷാർപ്പി ടേപ്പർ. ബ്രൗൺ ആൻഡ് ഷാർപ്പി ടേപ്പർ. യെസ്, ബ്രൗൺ ആൻഡ് ഷാർപ്പി ടേപ്പർ ആണ്. So which one of the following taper has been adopted for arbor of milling machine? Brown and Sharpie. Quick releasing type ആണ് കേട്ടോ. The include angle of most taper approximately. Most taperന്റെ include angle എത്രയാണ്? അതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 10 degree, 2 degree, 3 degree, 1 degree. Yes, option C 3 degree ആണ് അല്ലേ. ഓൾറെഡി നമ്മൾ കണ്ടു. A self-holding metric taper. Yes, right answer ആണ് അനീഷ്. The self-holding metric taper has an included angle. Self-holding metric taper has an included angle. Self-holding metric taper has an included angle of, so this is 2 degree. Yes, right answer ആണ് 2 degree 51 minute 51 second. 2 degree 51 minute 51 second ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. സെൽഫ് ഹോൾഡിംഗ് മെട്രിക് ടേപ്പർ. സെൽഫ് ഹോൾഡിംഗ് മെട്രിക് ടേപ്പർ. മെട്രിക് ടേപ്പർ രണ്ടും ഉണ്ട്. സെൽഫ് ഹോൾഡിംഗ് ഉണ്ട്, ക്യൂബ് റിലീസിംഗ് ഉണ്ട്. സെൽഫ് ഹോൾഡിംഗ് മെട്രിക് ടേപ്പർ ഹാവ് ആൻ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് 2 degree 51 minute 51 second. ഓക്കെ, അപ്പോൾ ഓർത്തുന്നാൽ മതി. ഇത്തരത്തിൽ ആ ഒരു ടൈപ്പ് ഓർത്തുന്നാൽ മതി.
മറ്റു ചോദ്യം, ഡിറ്റർമൈൻ ദ ക്വാണ്ടിറ്റി ഓഫ് ദ വർക്ക് പീസ് വെൻ മേജർ ആൻഡ് മൈനർ ഡയമീറ്റർ ഓഫ് ദ വർക്ക് ആർ 170 mm, ലെങ്ത് 120 mm. വേഗം കണ്ടുപിടിച്ച്. ക്വാണ്ടിറ്റി K is equal to D minus small d divided by L. ഇവിടെ എത്രയാണ്? മേജർ ആൻഡ് മൈനർ ഡയമീറ്റർ ഓഫ് ദ വർക്ക് ആർ 100 minus 70 divided by length 120. എത്ര വരും? 30 divided by 120. കിട്ടിയോ? 1:4 കിട്ടുന്നുണ്ടോ? യെസ്, റൈറ്റ് ആൻസർ ആണ് 1:4. 1:4. സംശയമൊന്നുമില്ല, ഡയറക്റ്റ് ചോദ്യമാണ്. അപ്പൊ ഇത് 1:4 നമ്മൾ ഓൾറെഡി കിട്ടി കഴിഞ്ഞു, സംശയമൊന്നുമില്ല. കെ ബേസിക് ഇക്വേഷൻ D minus D divided by small l. മറ്റു ചോദ്യം, ഇൻ ടേപ്പർ ടേണിംഗ് ഡി തന്നിട്ടുണ്ട്, സ്മോൾ ഡി തന്നിട്ടുണ്ട്, കോൺസിറ്റി ഓഫ് ദ ടേപ്പർ തന്നിട്ടുണ്ട്, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ടേപ്പർ. കോൺസിറ്റി കെ തന്നിട്ടുണ്ട്, D minus small d divided by L is equal to 1/30 തന്നിട്ടുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സ്മോൾ എൽ ആണ്. അപ്പോൾ D minus D നമുക്ക് 30 വീണ്ടും കിട്ടി. 30 divided by L is equal to 1/30 അല്ലെ? അങ്ങനെയാണെങ്കിൽ L എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് 30 into 30. കിട്ടിയോ? കിട്ടുന്നുണ്ടോ? 1 മിനിറ്റ് വേണോ നമുക്ക് ചെയ്യാൻ? അര മിനിറ്റ് വേണോ ചെയ്യാൻ? യെസ് യെസ്, കിട്ടുന്നുണ്ടല്ലോ എല്ലാവർക്കും. 900 mm ആണ് നമ്മുടെ ഉത്തരം. 900 mm ആണ് നമുക്ക് ഉത്തരം. ഓക്കെ, ചോദ്യം ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. സംശയമില്ല എന്ന് വിചാരിക്കുന്നു. മറ്റു ചോദ്യം, ഇൻ ലേത്ത് ഓപ്പറേഷൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടേപ്പർ വിത്ത് ഹൈ ഫിനിഷ് ആൻഡ് ആക്യുറസി ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ യൂസിംഗ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടേപ്പർ വിത്ത് ഹൈ ഫിനിഷ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ യൂസിംഗ് ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ്, കോമ്പൗണ്ടേഴ്സ് മെത്തേഡ്, ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ, ഫോം ടൂൾ. യെസ്, ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ്. ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. മറ്റൊരു ചോദ്യം, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് സെറ്റ് ഓവർ ഓൺ ടെയിൽ സ്റ്റോക്ക് ഓഫ് എ ലേത്ത് ഫോർ ടേണിംഗ് വർക്ക് പീസ് ഓഫ് 120 mm long if a taper of 90 mm long. The major and minor diameter of the work piece is 40 and 10 respectively. Set over distance കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ L into D minus D divided by 2 times L. ക്യാപിറ്റൽ L തന്നിട്ടുണ്ട്, ടോട്ടൽ വർക്ക് പീസ് ലെങ്ത് 120 mm. ചെയ്ത് നോക്കിയ എല്ലാവരും. സ്മോൾ L തന്നിട്ടുണ്ട് 90 mm. മേജർ ഡയമീറ്റർ ക്യാപിറ്റൽ D തന്നിട്ടുണ്ട് 40 mm. സ്മോൾ ഡി തന്നിട്ടുണ്ട് 10 mm. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 120 ഇൻറ്റു ക്യാപിറ്റൽ D മൈനസ് സ്മോൾ ഡി എത്രയാ? ക്യാപിറ്റൽ D 40 10 30 ഡിവൈഡ് ബൈ 2 ടൈംസ് L 90. അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോവാം. ഓക്കെ, 6 എത്ര വരാ? അല്ല, കറക്റ്റ് അല്ലേ? തെറ്റിപ്പോയാ? D minus D 30 divided by 2 times L എത്രയാ? 90. യെസ്, കിട്ടിയോ? 20. കിട്ടുന്നുണ്ടോ? കറക്റ്റ് അല്ലേ? ഇതിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഓക്കെ അല്ലേ? ബിനീഷേ, ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? കൂടെ 2-3 പേരെ അതിനകത്ത് ഉള്ളൂ, അതുകൊണ്ട് മെസ്സേജ് ചെയ്യുന്നുള്ളൂ. ഓക്കെ അല്ലേ? ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. ഒന്നെങ്കിൽ ഇക്വേഷൻ ഡയറക്റ്റ് ചോദിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വരും. ക്ലിയർ അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഡയറക്റ്റ് ഇപ്പം ഫോർമുല ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഓഫ്സെറ്റ് മെത്തേഡിന്റെ ഡയറക്റ്റ് ഫോർമുല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? D minus D divided by L into divided by 2 times L into capital. നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷൻ ദാറ്റ് ഈസ് ക്യാപിറ്റൽ D, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, L into ക്യാപിറ്റൽ D minus small d divided by 2 times L. ഡയറക്റ്റ് ഇക്വേഷൻ ചോദിക്കും ഇങ്ങനെ. സോ ഓപ്ഷൻ സി ആണ് ഉത്തരം. Taper turning by offsetting the tailstock method can produce. Taper turning by offsetting the tailstock can produce internal taper,
an internal taper thread, an external taper, both internal and external. യെസ്, എക്സ്റ്റേണൽ ടേപ്പർ മാത്രമേ പറ്റുള്ളൂ. എക്സ്റ്റേണൽ ടേപ്പർ മാത്രമേ പറ്റുള്ളൂ അല്ലെ. ടേപ്പർ ടേണിംഗ് ബൈ ഓഫ്സെറ്റിംഗ് ദ ടെയിൽ സ്റ്റോക്ക് മെത്തേഡിനകത്ത് നമുക്ക് ലോങ് ആൻഡ് സ്ലെൻഡർ ആയിട്ടുള്ള എക്സ്റ്റേണൽ ടേപ്പർ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡിനകത്ത്, സോറി ടെയിൽ സ്റ്റോക്ക് അല്ല, കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ്, സീലിംഗ് ദ കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ് ഒന്ന് പറഞ്ഞ് പവർ ഫീഡ് നമുക്ക് എവിടെ കൊടുക്കാൻ സാധിക്കും? സീലിംഗ് ദ കോമ്പൗണ്ട് റെസ്റ്റിനകത്ത് കൊടുക്കാൻ സാധിക്കില്ല, പക്ഷെ എവിടെ കൊടുക്കാം? ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റിനകത്ത് കൊടുക്കാൻ പറ്റും. സർഫസ് ഫിനിഷ് അത്യാവശ്യം ഉണ്ടാവും. മാക്സിമം ലെങ്ത് നമുക്ക് ടേപ്പറിൽ കൊടുക്കാൻ സാധിക്കും. എക്സ്റ്റേണൽ ത്രെഡ് മാത്രമേ നമുക്ക് അവിടെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒൺലി എക്സ്റ്റേണൽ ടേപ്പർ മാത്രമേ കട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, എക്സ്റ്റേണൽ ത്രെഡ് നമുക്ക് അവിടെ ഫോം ചെയ്യാൻ കഴിയും, സംശയമൊന്നും വേണ്ട. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ ആ ഒരു ടേപ്പർ ഓഫ്സെറ്റിംഗ് ദ ടെയിൽ സ്റ്റോക്ക് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ബോൾ സെന്റർ യൂസ് ചെയ്യണം, അതുപോലെ തന്നെ കാരിയർ ലോഗിന്റെ സഹായത്തോടുകൂടിയായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യം, ഫോർ ടേണിംഗ് ലെങ്തി ടേപ്പർ വിത്ത് സ്മോൾ ടേപ്പർ ആംഗിൾ ദ മെത്തേഡ് ഓഫ് ടേപ്പർ ടേണിംഗ് എംപ്ലോയിഡ്. ലെങ്തി ടേപ്പർ വിത്ത് സ്മോൾ ടേപ്പർ ആംഗിൾ ഏതായിരിക്കും? ഓൾറെഡി കണ്ടു അല്ലെ, നമ്മളറിയാം ഓഫ്സെറ്റിംഗ് ദ ടെയിൽ സ്റ്റോക്ക് അല്ലെ, ടെയിൽ സ്റ്റോക്ക് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ലെങ്തി ടേപ്പർ വിത്ത് സ്മോൾ ടേപ്പർ ആംഗിൾ ഓൾറെഡി കണ്ടതാണ് ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ്. ടേണിംഗ് ടേപ്പർ ബൈ കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ് ഇൻവോൾവ്സ് വർക്ക് സോൺലി വിത്ത്, എന്തായിരിക്കും? ടേപ്പർ ടേണിംഗ് by compound rest method involves working solely with the decimal measurement, fraction measurement, metric measurement, angular measurement. നമുക്കറിയാം കോമ്പൗണ്ട് റെസ്റ്റ്, സീലിംഗ് ദ കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡിനകത്ത് നമ്മൾ ആംഗുലാർ മെഷർമെന്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. ലോങ് ആൻഡ് സ്ലെൻഡർ ടേപ്പർ പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്, ലോങ് ആൻഡ് സ്ലെൻഡർ ടേപ്പർ ക്യാൻ പ്രൊഡ്യൂസ്ഡ് വിത്ത് ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ്, വിത്ത് കോമ്പൗണ്ട് സ്ലൈഡ്, വിത്ത് സെറ്റിംഗ് ഓവർ ടെയിൽ സ്റ്റോക്ക്, അഡ്ജസ്റ്റിംഗ് ദ ക്രോസ് സ്ലൈഡ്. കൺഫ്യൂഷൻ വരുന്നത് അറ്റാച്ച്മെന്റും ടെയിൽ സ്റ്റോക്ക് മെത്തേഡുമാണ്. സോ ടെയിൽ സ്റ്റോക്ക് മെത്തേഡ് പ്രിഫറബിൾ അല്ല, അറ്റാച്ച്മെന്റ് മെത്തേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ഉത്തരം കൊടുക്കുക കേട്ടോ, ഓപ്ഷൻ എ. അപ്പോൾ രണ്ടും ചോദ്യം വന്നാൽ അറ്റാച്ച്മെന്റ് മെത്തേഡും സെറ്റിംഗ് ഓവർ ടെയിൽ സ്റ്റോക്ക് മെത്തേഡും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉത്തരം കൊടുക്കേണ്ടത് ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് തന്നെയാണ്. എല്ലായ്പ്പോഴും അറ്റാച്ച്മെന്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ടെയിൽ സ്റ്റോക്കിലേക്ക് പോവുകയുള്ളൂ. സോ ഓപ്ഷൻ എ ആണ് ഉത്തരം കേട്ടോ, ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം, ഡിസഡ്വാൻറ്റേജ് ഓഫ് ടേപ്പർ ടേണിംഗ് യൂസിങ് കോമ്പൗണ്ട് സ്ലൈഡ് മെത്തേഡ്. കോമ്പൗണ്ട് സ്ലൈഡ് മെത്തേഡിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു ഡിസഡ്വാൻറ്റേജ്? only long taper can be turned, only very large taper can be turned, only manual infeed is possible, none of the above. എന്തായിരുന്നു കോമ്പൗണ്ട് സ്ലൈഡിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്? ഓപ്ഷൻ സി, മാനുവൽ ഫീഡിംഗ് മാത്രമേ കൊടുക്കാൻ പറ്റൂ. പവർ ഫീഡ് പോസിബിൾ അല്ല, മാനുവൽ ഫീഡ് മാത്രമേ കൊടുക്കാൻ കഴിയുകയുള്ളൂ അല്ലെ, അത് ഓർത്തിരിക്കണം. ഓക്കെ, ഫൈൻ. അപ്പൊ അത് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജുമാണ്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. നോക്കി എല്ലാവരും ചെയ്യാൻ നോക്കി. ചോദ്യം ഇതാണ്, a shaft of 250 mm long, taper 1:50 for a distance of 150 mm from one end. Maximum diameter of the shaft 75 mm. What length of dead center should set on the lathe? Calculate the minimum diameter of the shaft. അപ്പം കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ, what length of the dead center should be set out of the lathe. അതായത് സെറ്റ് ഔട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, മിനിമം ഡയമീറ്ററും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ആദ്യം മിനിമം ഡയമീറ്റർ കണ്ടുപിടിച്ചിട്ട് സെറ്റ് ഔട്ട് ഡിസ്റ്റൻസിലേക്ക് പോവാം. അപ്പോൾ മിനിമം ഡയമീറ്റർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ഡി മൈനസ് ഡി ഡിവൈഡ് ബൈ നമ്മുടെ എൽ ഇസ് ഈക്വൽ ടു കെ എന്നുള്ള ബേസിക് ഇക്വേഷൻ. അപ്പൊ കെ തന്നിട്ടുണ്ട് 1/50 തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് മാക്സിമം ഡയമീറ്റർ 75 മൈനസ് സ്മോൾ ഡി അറിയുമോ? സ്മോൾ ഡി നമുക്ക് അറിയില്ല. ഓക്കെ, ഡിവൈഡ് ബൈ 150. സോ അതിനകത്ത് നമുക്ക് ഡി കണ്ടുപിടിക്കാം. ഡി കണ്ടുപിടിച്ച എല്ലാവരും മിനിമം ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് കണ്ടുപിടിച്ച്. എത്ര കിട്ടി? 72 കിട്ടിയോ?
ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ 72 വരുന്നത് നമുക്ക് ഇവിടെ നോക്കി മിനിമം ഡയമീറ്റർ 72 വരുന്നത് ഈസ് ഓപ്ഷൻ ബി ആണ് ഉത്തരം. സോ ഓപ്ഷൻ ബാക്കി നമുക്ക് ഡയറക്റ്റ് ഈ ഡിയുടെ ഉത്തരം നമുക്ക് ബേസിക് എസ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൽ ഇൻറ്റു ഡി മൈനസ് ഡി ഡിവൈഡ് ബൈ 2 ടൈംസ് എല്ലിനകത്ത് ഇട്ട് കൊടുക്കുക. സോ കറസ്പോണ്ടിങ് എസ് കിട്ടും, ഓഫ്സെറ്റ് ലെങ്ത് കിട്ടും, 2.5 കിട്ടും. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? സോ മനസ്സിലാക്കണം, ആദ്യം ഡി കണ്ടുപിടിക്കുക, അതിനുശേഷം എസ് ആ ഒരു ഡി നമ്മുടെ ഈ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക, ബാക്കി എല്ലാം ഉണ്ട്. സോ കറസ്പോണ്ടിങ് എസ് കിട്ടും. ഇവിടെ തന്നെ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ തന്നെ ഏകദേശം ഈ പറഞ്ഞ 72 കിട്ടുമ്പോൾ വേറെ 72 ഓപ്ഷൻ ഒന്നും ഇല്ല. സോ അങ്ങനെ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് തന്നെ പോകാം, നമുക്ക് ഡയറക്റ്റ് പോകാം. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, സമയം കളയരുത്, ഓപ്ഷൻ ബി. മറ്റൊരു ചോദ്യം നോക്കി, കാൽക്കുലേറ്റ് ദ ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ ടേണിംഗ് ടേപ്പർ whose job diameter is 80 mm and 60 mm. The length of the job is 350 mm and the length of the tapered portion is 250 mm. ചെയ്തു നോക്കി. Calculate the tail stock set over for a turning of a taper. S കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ എൽ ഇൻറ്റു ഡി മൈനസ് സ്മോൾ ഡി ഡിവൈഡ് ബൈ 2 ടൈംസ് എൽ. അപ്പോൾ ഇവിടെ ഡയമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ, ലെങ്ത് ഓഫ് ദ ജോബ് തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് ദ ടേപ്പേർഡ് പോർഷൻ തന്നിട്ടുണ്ട്. 350 ഇൻറ്റു 80 മൈനസ് 60 ഡിവൈഡ് ബൈ 2 ടൈംസ് 250. അപ്പോൾ 80 മൈനസ് 60 എന്ന് പറയുമ്പോൾ 20. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകും, 2 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം 25 350 ബൈ 25 എത്ര വരും ഉത്തരം? ആൻസർ എത്രയാണ്? യെസ്, ഓപ്ഷൻ ഡി 14. ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. ഓക്കെ ഫൈൻ. മറ്റേതും അത് തന്നെയാണ്, ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. യെസ്, റൈറ്റ് ആൻസർ ആണ്. Okay, the taper turning using taper turning attachment. Taper turning using taper turning attachment can be done only if the job is held between centers, only if the job is held in collet, whether the job is held between center or a collet, none of the above. Taper turning attachment നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചെയ്യുന്നതിന്? അത് കൊള്ളറ്റ് ആയിക്കോട്ടെ സെന്റർ ആയിക്കോട്ടെ നമുക്കത് ഹോൾഡ് ചെയ്യാൻ കഴിയും. കൊള്ളറ്റ് ആയിക്കോട്ടെ സെന്റർ ആയിക്കോട്ടെ ഹോൾഡ് ചെയ്യാൻ കഴിയും. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യം നോക്കേ. The taper workpiece have an angle of 40 degree. If taper is made with a compound rest method, how many degree should be setting with the base? Seal base nathu nammal etra set cheyanam? 40 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യണം. അതിനകത്ത് എത്ര സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. 40 ഡിഗ്രി നമുക്ക് ആംഗിൾ കിട്ടണം. അതിനകത്ത് സ്വേൽ കോമ്പൗണ്ട് റെസ്റ്റ് എത്ര തിരിക്കണം സ്വേൽ ചെയ്യണം? യെസ്, 20 ഡിഗ്രി. അപ്പൊ അതിന്റെ പകുതി ചെയ്താൽ മതി അല്ലെ, 20 ഡിഗ്രി. അപ്പൊ അതും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. മറ്റു ചോദ്യം, ഇൻ എ ലേത്ത് മെഷീൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടേപ്പർ ടേണിംഗ് ക്യാൻ ബി ഡൺ. ഇന്റേണലും എക്സ്റ്റേണലും നമുക്ക് എവിടെ ചെയ്യാൻ സാധിക്കും? ഓഫ്സെറ്റിംഗ് ദ ടെയിൽ സ്റ്റോക്ക് അല്ല, കോമ്പിനേഷൻ ഓഫ് ബോത്ത് ക്രോസ് സ്ലൈഡ് ആൻഡ് കോമ്പൗണ്ട് സ്ലൈഡ്, സ്വീലിംഗ് ദ കോമ്പൗണ്ട് റെസ്റ്റ്, അതുപോലെ തന്നെ ഫോം ടൂൾ മെത്തേഡ്. ഇന്റേണൽ എക്സ്റ്റേണൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സ്വീലിംഗ് ദ കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ്. തന്നിരിക്കുന്നതിനകത്ത് സ്വീലിംഗ് ദ കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡിനകത്ത് ഇന്റേണൽ എക്സ്റ്റേണൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫൈൻ. ലാസ്റ്റ് ചോദ്യമാണ്, ദാറ്റ് ഈസ് എ 2 ഡിഗ്രി ടേപ്പർ ഓവർ 20 mm ലെങ്ത്. വളരെ ചെറിയ 2 ഡിഗ്രി 20 mm ലെങ്തിലുള്ള വളരെ ചെറിയ ടേപ്പറാണ്. ഈ ഒരു പോർഷൻ മാത്രം ചെയ്താൽ മതി. അപ്പോൾ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യും? ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ്, കോമ്പൗണ്ട് റെസ്റ്റ്, ടെയിൽ സ്റ്റോക്ക്, ഫോം ടൂൾ, ഏതായിരിക്കും? വളരെ ചെറുതാണെങ്കിൽ, ചെറിയ ആംഗിളും ചെറിയ ലെങ്തും ആണെന്നുണ്ടെങ്കിൽ ഫോം ടൂൾ മെത്തേഡ്. ഫോം ടൂളിനകത്താണ് നമ്മൾ നേരത്തെ റേക്ക് ആംഗിൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. 0 റേക്ക് ആംഗിൾ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പൊ 7 8 മോഡ്യൂളുകൾ ക്ലിയർ അല്ലേ? ടേപ്പർ ടേണിംഗ് മെത്തേഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 15 മാർക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പോയിന്റുകളാണ്. പ്രധാനപ്പെട്ട ടേപ്പറുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടേപ്പർ, മോസ് ടേപ്പർ, ജെർണോ ടേപ്പർ, മെട്രിക് ടേപ്പർ, ബ്രൗൺ ആൻഡ് ഷാർപ്പി ടേപ്പർ, അങ്ങനെയുള്ള നിരവധി ടേപ്പറുകൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ്, അതുപോലെ ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ് പ്രധാനമായിട്ട് നമുക്ക് ടേപ്പർ ടേണിംഗ് മെത്തേഡിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. ബേസിക് ഇക്വേഷൻ 2 ഓർത്തിരിക്കുക, കോണിസിറ്റി എന്താണെന്ന് ഓർത്തിരിക്കുക, സെറ്റ് ഓഫ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇക്വേഷൻസ് ഡയറക്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ പ്രോബ്ലംസ്, ബേസിക് പ്രോബ്ലംസ് ചോദിക്കാം. എന്തായാലും നമുക്ക് 1 മിനിറ്റിനകത്ത് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പ്രോബ്ലമേ ഉണ്ടാവുള്ളൂ. അത് ശ്രദ്ധിച്ച് വേണം നമ്മളത് അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത്
ക്വസ്റ്റ്യൻ തെറ്റാൻ സാധ്യത ഉണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിച്ച് 1-2 തവണ ഒക്കെ ആലോചിച്ചിട്ട് വേണം ഉത്തരത്തിലേക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ മൊഡ്യൂൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത